ഗുഡ് ഈവനിങ് എവ്രി വൺ. കോലോവിന്റെ വെബിനാർ സീരീസിന്റെ മറ്റൊരു എപ്പിസോഡാണ് ഇന്ന്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശരിയായ ഇൻഫർമേഷൻ നമ്മളുടെ ഹോം കൺസ്ട്രക്ഷന്റെ വീട് വെക്കാനായിട്ടോ അല്ലെങ്കിൽ ഇന്റീരിയർ ചെയ്യാനായിട്ടോ, അത് ഏത് സ്റ്റേജ് ആണെങ്കിലും, ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും എക്സിക്യൂഷൻ ആണെന്നുണ്ടെങ്കിലും, ശരിയായ ഇൻഫർമേഷൻ, ഡിസൈൻസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ആണെങ്കിലോ, അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ളതാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എന്താ പറയുന്ന കൺസ്ട്രക്ഷൻ ഒരു ടെക്നിക്കിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലോ, ആ ഇൻഫർമേഷൻ ശരിയായ സമയത്ത് നമുക്ക് ലഭിക്കുക എന്നുള്ളത് വളരെ വളരെ ക്രൂഷ്യലാണ്. ഒത്തിരി പണവും ഒത്തിരി എഫേർട്ടും നമുക്ക് സേവ് ചെയ്യാൻ ഉപകരിക്കുന്ന ഇൻഫർമേഷൻസ് ആണ്. ആൻഡ് നമ്മളിൽ ഒട്ടുമിക്ക ഭൂരിഭാഗം ആൾക്കാരും ജീവിതത്തിൽ പ്രോബബ്ലി 1-2 തവണ മാത്രമായിരിക്കും ഒരു വീട് വെക്കുക അല്ലെങ്കിൽ ഒരു ഇന്റീരിയർ ചെയ്യുക. പിന്നെ നമ്മളാരും ആർക്കിടെക്ട്സ് അല്ല, എക്സ്പേർട്ട് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് അല്ല. സിവിൽ എഞ്ചിനീയറിംഗും ആർക്കിടെക്ചറിന്റെയും ഒരു എന്താ പറയുന്ന ഒരു അമാൽഗമേഷൻ ആണ്, അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെയും ഒരു അമാൽഗമേഷൻ ആണ് ഒരു വീടെന്ന് പറയുന്നത്. അതിനെല്ലാം സ്പെസിഫിക് ആയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സസും എല്ലാം ഉണ്ട്. പഠിച്ചിറങ്ങിയ അവരുടെ എക്സ്പേർട്ടിസമാണ് ശരിയായ ഒരു വീടിനെ നല്ലൊരു വീടാക്കി മാറ്റുന്നത്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വീട് ആയി മാറണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവാണ് നമ്മൾ ഈ കോലോവിന്റെ വെബിനാർ സീരീസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് മുടങ്ങാതെ എല്ലാ ആഴ്ചയിലും നമ്മൾ ഈ ഒരു സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഇന്ന് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹിഡൻ പവർ ഓഫ് ആർക്കിടെക്ചർ, ഇന്റീരിയർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ്. സോ ആർക്കിടെക്ചർ, ഇന്റീരിയർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് നമ്മളുടെ വീടിന്റെ ഒരു എസ്തെറ്റിക്സിനെ ആണെന്നുണ്ടെങ്കിലും, അതിന്റെ നാവിഗേഷണൽ കൺവീനിയൻസ് ആണെന്നുണ്ടെങ്കിലും എത്രമാത്രം അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ഏറ്റവും എന്താ പറയുന്ന ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്പീക്കറിന് തന്നെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത്. വി ആർ ഓൾ ലക്കി ഫോർ ദാറ്റ്. ആർക്കിടെക്ട് രോഹിത് ടി.വി. സർ ബേസിക്കലി ഫൗണ്ടിങ് പാർട്ട്ണർ ഓഫ് ArcStation ഡിസൈൻ സ്റ്റുഡിയോ. ഓൾമോസ്റ്റ് ഒരു 10 വർഷത്തോളം എക്സ്പീരിയൻസ്, 100+ പ്രൊജക്ട്സിന്റെ ഡിസൈനിങ്ങും എക്സിക്യൂഷനും എല്ലാം ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ട് തന്നെയാണ് നമുക്ക് ഇന്നിവിടെ ലഭിച്ചിരിക്കുന്നത്. സോ ആർക്കിടെക്ചർ, ഇന്റീരിയർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ്, നമ്മൾ ഒരു വീടിന്റെ ഒരു ട്രിയോ പവർ എന്ന് നമ്മൾ പറയുന്ന അതിന്റെ ഹിഡൻ പവർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും അത് നിങ്ങളുടെ വീടിനെ ഇനിയും മെച്ചപ്പെട്ടതാക്കാൻ എങ്ങനെ ഉപകരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് സാറോട് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസിലോട്ടും കടക്കാം. സോ എല്ലാവരോടും ഒരു റിക്വസ്റ്റ്, നിങ്ങളുടെ മൈക്ക് മ്യൂട്ടിൽ വെക്കുക. സാറിന്റെ സെഷൻ ഒന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് സംശയങ്ങളും ക്ലാരിഫിക്കേഷൻസും നമുക്ക് ചോദിക്കാം. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ദ സെഷൻ ആൻഡ് താങ്ക്സ് Rohit sir for considering our request and helping us to take up this topic. Over to you, sir. Thank you so much for the opportunity. So screen visible ആണല്ലോ അല്ലേ? Yeah, sir. Google Meet ആണെങ്കിൽ മിനിമൈസ് ചെയ്യാം, റൈറ്റ്? Sure. Visible ആണല്ലോ അല്ലേ? Yes. So as mentioned, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആർക്കിടെക്ചർ, ഇന്റീരിയർ, ലാൻഡ്സ്കേപ്പ്. ഇതെങ്ങനെ നമുക്കൊരു റെസിഡൻഷ്യൽ പ്രോജക്റ്റിൽ, അതല്ലെങ്കിൽ ഇനി ആർക്കിടെക്ചർ പ്രോജക്റ്റിൽ ഇത് ഒരുമിച്ച് ചെയ്യുകയാണെങ്കിലുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഒരുമിച്ച് ചെയ്യുന്നത് എന്തിനാണ്, അങ്ങനെയുള്ള ഒരു ടോപ്പിക്കിൽ ഒരു ബ്രീഫ് തരാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് നമുക്കൊരു ഡിസ്കഷനിലേക്ക് പോവാം. സോ ഇൻ എ ബ്രീഫ്, നമ്മുടെ ഇന്നത്തെ ഒരു ഓവറോൾ സെഷൻ ഒന്ന് സ്പ്ലിറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ, എനിവേ നമ്മൾ ഇന്റീരിയർ, ആർക്കിടെക്ചർ, ലാൻഡ്സ്കേപ്പ് ഇത് ക്ലബ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് അറിയണമെങ്കിൽ ഈ ഓരോ എൻറ്റിറ്റിയും എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ അത് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. മേ ബി നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേർക്ക് അത് അറിയുമായിരിക്കാം. ഈവൻ ദെൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു ബേസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അതായിരിക്കും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ വിൽ ബി മൂവിങ് ഓൺ ടു എ ജേർണി ത്രൂ വൺ ഓഫ് അവർ പ്രോജക്റ്റ്. നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആയ ഒരു പ്രോജക്റ്റ് ഞാൻ കാണിക്കാം. അപ്പോൾ ആ ഒരു പ്രോജക്റ്റിലും നമ്മൾ എങ്ങനെയാണ് അതിന്റെ ആർക്കിടെക്ചർ ജേർണി, ഇന്റീരിയർ, ലാൻഡ്സ്കേപ്പിംഗ്, ഇത് നമ്മൾ ഡിസൈൻ പ്രോസസ്സ് എങ്ങനെയാണ് പോയത്, എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്ത് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. ദെൻ ദ സീക്വൻഷ്യൽ പ്രോസസ്, അത് കുറച്ചുകൂടി ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള പാർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് നമ്മളൊരു പ്രൊജക്റ്റ് കണ്ടതിന് ശേഷം അതിലേക്ക് പോവാം എന്ന് വിചാരിച്ച്. അതിലാണ് ബേസിക്കലി നമ്മൾ നമ്മുടെ ഒരു ആർക്കിടെക്ചർ സ്റ്റുഡിയോയിലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രോജക്റ്റിലാണെങ്കിലും നമ്മൾ ക്ലയന്റിന്റെ അടുത്ത് ഒരു പ്രോജക്റ്റ് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ പോകണം എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
Then few of the examples I have put in the slides in which നമ്മൾ ചെയ്ത ഡിസൈനും ഫൈനൽ സൈറ്റിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് കാണിക്കുന്ന ഒരു 2-3 എക്സാമ്പിൾസ് വെച്ചിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് വിൽ ഡയറക്ട്ലി മൂവ് ടു ദ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ. സോ ടു സ്റ്റാർട്ട് വിത്ത്, ഇപ്പൊ നമ്മൾ ആർക്കിടെക്ചർ എന്താ, ഇന്റീരിയർ എന്താ, ലാൻഡ്സ്കേപ്പ് എന്താ, നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. So architecture is basically the creative and technical process of planning and shaping buildings, spaces, environment to be functional, safe and aesthetically meaningful. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യർക്ക് താമസിക്കാൻ അല്ലെങ്കിൽ ഹാബിറ്റ് ചെയ്യാൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിങ്ങുകളൊക്കെ തന്നെ ആർക്കിടെക്ചർ ആണ്. വീട് അതിലൊരു പെർട്ടിക്കുലർ സെഗ്മെന്റ് ആണ്. ഏറ്റവും കൂടുതൽ മേ ബി നമ്മൾ വേൾഡിൽ നോക്കുകയാണെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സെഗ്മെന്റ് റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻസ് ആയിരിക്കും. വീട് അതിലൊരെണ്ണം ആണ്. അപ്പൊ അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസ്, അതിൽ ഡിസൈൻ ഇൻവോൾവ് ആയിരിക്കും, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ടെക്നിക്സ് ഇൻവോൾവ് ആയിരിക്കും, സർട്ടൺ പെർസെൻറ്റേജ് ആർട്ട് ഇൻവോൾവ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ടെക്നോളജി ആർട്ടിന്റെ എല്ലാം കോമ്പിനേഷനിലൂടെ നമ്മളൊരു ബിൽഡിങ്ങിനെ ഡിസൈൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് വിളിക്കുന്നത്. ദെൻ ഇന്റീരിയർ എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ, ആർക്കിടെക്ചർ നമ്മൾ പറഞ്ഞു നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് ബിൽഡിങ്ങും ആയിരിക്കാം. Basically architecture more connected to the skeleton or the whole structure, or നമ്മൾ മൊത്തം ഒരു സൈറ്റിൽ നമ്മൾ എത്ര സ്പേസ് ആണ് നമ്മൾ ഉപയോഗിക്കാൻ എടുക്കാൻ പോകുന്നത്, അത് മൊത്തത്തിലാണ് നമ്മൾ ആർക്കിടെക്ചർ എന്ന് മെൻഷൻ ചെയ്തത്. ഇന്റീരിയർ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് കിടക്കുകയാണ്. നമ്മൾ അതിനകത്തേക്ക് കടന്ന് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള റൂമുകളായിരിക്കും, നമ്മൾ ഉപയോഗിക്കുന്ന ഫേർണിച്ചർ അതിൽ കാണും. നമ്മൾ ആ സ്പേസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓരോ ഫീൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പല എലമെന്റ്സും, വീടാണെങ്കിൽ വീടിനകത്ത്, അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അപ്പാർട്ട്മെന്റിനകത്ത്, ഓഡിറ്റോറിയം ആണെങ്കിൽ അതിനകത്ത് ഒക്കെ വരുന്നുണ്ടാവും. അപ്പൊ ഈ അകത്ത് വരുന്ന എലമെന്റ്സ് അത് പലതാവാം. സീലിംഗ് ഉണ്ട്, നമ്മൾ അകത്ത് ഉപയോഗിക്കുന്ന ഫിനിഷസ് വരുന്നുണ്ട്, ഓഫ്കോഴ്സ് ഫേർണിച്ചർ വരുന്നുണ്ട്. അതിൽ തുടങ്ങി നമ്മൾ വളരെ ചെറിയ ഒരു ടേബിൾ ടോപ്പിൽ നമ്മൾ വെക്കുന്ന ഒരു ചെറിയ ക്യൂരിയോ വരെ നമ്മുടെ ഒരു ഇന്റീരിയറിന്റെ സ്പേസ് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്ന എലമെന്റ്സ് ആണ്. അപ്പൊ ഇതെല്ലാം ഇന്റീരിയറിന്റെ പാർട്ടാണ്. ഇതിന്റെ എല്ലാം കൂടെ ഒരു ആകത്തുകയാണ് നമുക്ക് ഇന്റീരിയർ എന്ന് വിളിക്കാൻ പറ്റുന്നത്. ദെൻ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ. ലാൻഡ്സ്കേപ്പിംഗിലേക്ക് വരികയാണെങ്കിൽ, ലാൻഡ്സ്കേപ്പ് എന്നുള്ളൊരു ടേം മാത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യാതെ തന്നെ നമുക്ക് ചുറ്റും ലാൻഡ്സ്കേപ്പ് ഒരുപാടുണ്ട്. നമ്മൾ കാണുന്ന മലകളും നേച്ചർ ഇറ്റ് സെൽഫ് എങ്ങനെയാണോ നമ്മുടെ ചുറ്റും നിലകൊള്ളുന്നത്, അത് ഒരു ലാൻഡ്സ്കേപ്പ് ആണ്. നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ, ഒരു വീട് എന്നുള്ളൊരു ചെറിയ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ, നമ്മൾ അതിനെ ചുറ്റിപ്പറ്റി നമ്മൾ അതിന്റെ ലാൻഡിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, അതിലെങ്ങനെ പ്ലാൻസ് നമ്മൾ പ്ലേസ് ചെയ്യുന്നു, അതെങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ആർക്കിടെക്ചറും ഇന്റീരിയറുമായി ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് അതിനെ അടിസ്ഥാനമാക്കി എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്നു. അങ്ങനെ വരുന്ന ലാൻഡ്സ്കേപ്പിംഗ് എലമെന്റ്സ് എല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ് ഒരു വീടിനെ സംബന്ധിച്ച് അതിന്റെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ചെടികൾ ഉണ്ടാവാം, പിന്നെ അതുപോലെ തന്നെ ഹാർഡ്സ്കേപ്സ് ഉണ്ടാവാം. ഹാർഡ്സ്കേപ്പ് മീൻസ് നമ്മൾ ചിലപ്പോൾ ഇരിക്കാൻ നമ്മൾ അതിലൊരു മേ ബി ഒരു സ്റ്റെപ്പ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടാവാം, ഒരു സീറ്റിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടാവാം, ചെറിയ വാട്ടർ ബോഡികൾ ഉണ്ടാവാം. അപ്പൊ ഇതെല്ലാം ലാൻഡ്സ്കേപ്പിന്റെ ഡിഫറെന്റ് എലമെന്റ്സ് ആണ്. അതെല്ലാം കൂടി ചേരുന്നതാണ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. ഐ തിങ്ക് സോ ആർക്കിടെക്ചർ എന്താണെന്നും ഇന്റീരിയർ എന്താണെന്നും ലാൻഡ്സ്കേപ്പ് എന്താണെന്നും ഒരു ചെറിയ രീതിയിൽ നമ്മളൊന്ന് കുറിച്ചിട്ടു. അതിൽ കൂടുതൽ ഇലാബറേറ്റ് ചെയ്യാൻ പോകുന്നില്ല, കാരണം എനിക്കറിയാം എന്റെ സെഷന് ശേഷം മേ ബി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടാവാം, സംശയങ്ങൾ ചോദിക്കാനുണ്ടാവാം. സോ ഐ മൂവ് ഫോർവേഡ്. അടുത്ത ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ചെയ്തതിൽ ഒരു പ്രോജക്റ്റ് ആണ്, റെസിഡൻസ് പ്രോജക്റ്റ് ആണ് വെച്ചിട്ടുള്ളത്. മേ ബി ഇപ്പോൾ നമ്മുടെ ക്രൗഡിൽ മെജോറിറ്റി ആളുകളും വീട് വെക്കാൻ നിൽക്കുന്നവരോ ഓൾറെഡി വീടിന്റെ കൺസ്ട്രക്ഷന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിൽക്കുന്നവരോ ഒക്കെ ആയിരിക്കാം. അപ്പൊ ഒരു വീട് എന്നുള്ളത് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാവുന്ന ഒരു എക്സാമ്പിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. നമ്മൾ ബേസിക്കലി ഞങ്ങൾക്ക് 2 സ്റ്റുഡിയോസ് ആണ് ബേസിക്കലി ഉള്ളത്. ഒരു ഓഫീസ് വരുന്നത് പെരിന്തൽമണ്ണയാണ്, ഒരു ഓഫീസ് കോഴിക്കോടാണ്. മലബാർ ബേസ്ഡ് ആണ് സ്റ്റുഡിയോസ് ഉള്ളത്. സോ നമ്മളിത് അരീക്കോട് ചെയ്ത ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. നമ്മുടെ ഇനീഷ്യൽ കരിയറിലൊക്കെ നമുക്ക് വന്ന പ്രൊജക്റ്റുകളും നമ്മുടെ ഒരു ഏരിയയെ ചുറ്റിപ്പറ്റിയൊക്കെ ആയിരുന്നു. നൗ വി ആർ ഡൂയിങ് പ്രൊജക്ട്സ് ഓൺ അതർ റീജിയൻസ് ഓൾസോ. സോ അങ്ങനെ നമ്മൾ ആ സമയത്ത് ചെയ്ത ഒരു പ്രൊജക്റ്റ് ആയിരുന്നു കയാൽ. അത് അരീക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഡോക്ടർ കപ്പിൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തതായിരുന്നു. സോ ദാറ്റ് ഈസ് ബേസിക്കലി അബൌട്ട് എ ബ്രീഫ് അബൌട്ട് കയാൽ. നിങ്ങളിപ്പോൾ സ്ലൈഡിൽ കാണുന്ന പോലെയാണ് നമ്മൾ ആ വീടിന്റെ ഒരു ഗേറ്റ് ഒക്കെ തുറന്ന് മുറ്റത്തേക്ക് കയറി കഴിഞ്ഞാൽ കാണുന്ന ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ സ്ലൈഡിൽ കാണുന്നത്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വീട്, അതിന്റെ ലാൻഡ്സ്കേപ്പിന്റെ ചില എലമെന്റ് കാണുന്നുണ്ട്. ഇന്റീരിയർ നമുക്ക് ഇനി കാണാം.
അഗെയിൻ എക്സ്റ്റീരിയേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു സ്ലൈഡുകളിൽ നമുക്ക് ആർക്കിടെക്ചറും അതുപോലെ തന്നെ ആ വീടിന്റെ ലാൻഡ്സ്കേപ്പും നമ്മൾ ഒരുമിച്ചാണ് കാണുന്നത്. കാരണം ഈ രണ്ട് എലമെന്റ്സിനെ നമുക്കൊരു ഫ്രെയിമിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് സാധ്യമല്ല. ഞങ്ങളെപ്പോഴും വീടുകൾ ചെയ്യുന്ന ക്ലയൻസിന്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മൾ വീട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിലെങ്കിലും, ഇപ്പോൾ എല്ലാ ആളുകളും പ്ലാൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളായിക്കോളുന്നില്ല. ബട്ട് ഈവൻ ദെൻ വളരെ ചെറിയ രീതിയിലെങ്കിലും പ്ലാൻസ്കേപ്പിങ്ങും കാര്യങ്ങളും നമ്മൾ ചെയ്യണം. കാരണം നമ്മൾ ബിൽഡ് ചെയ്യുന്ന സ്ട്രക്ചറും നമ്മുടെ എൻവയൺമെന്റും തമ്മിൽ ലിങ്ക് ചെയ്യാൻ അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിന്റെ പാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ആർക്കിടെക്ചർ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം. ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പല ഭാഗങ്ങളിൽ പല രീതിയിലുള്ള ഫോളിയേജ് ഉള്ള അല്ലെങ്കിൽ ഇലകളുടെ വലിപ്പമുള്ള ചെടികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ നമ്മുടെ കാലാവസ്ഥയിൽ കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ഈസിയായി വളരുകയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ചെടികൾ അതിനുവേണ്ടി സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മൾ വീടിന്റെ ഡിസൈനിന് കൂടെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈൻ കൂടെ കൊണ്ടുപോകാറുള്ളത്. നമ്മൾ വീട് ഡിസൈൻ ചെയ്ത് വീട് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിന്റെ 3D കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ നമ്മളിപ്പോ ഈ സ്ലൈഡിൽ വീടിന് ചുറ്റും എന്തൊക്കെ ചെടികളാണോ കാണുന്നത് അത് നമ്മൾ ആ ഒരു ഡിസൈൻ സ്റ്റേജിൽ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കും. ലൈക്ക് 3Dയിലാണെങ്കിലും നമ്മൾ അവിടെ വെക്കാൻ പോകുന്ന ചെടികൾ എന്താണോ, അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ്സും കാര്യങ്ങളും എന്താണോ, അതിന്റെ പൊസിഷൻ എന്താണോ, അതിന്റെ ഒരു സ്കെയിൽ എത്രത്തോളമാണോ, അപ്പൊ അതൊക്കെ നമ്മൾ അതിന്റെ കൂടെ കാണിക്കാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടിന്റെ ഡിസൈനുമായിട്ട് ആ ലാൻഡ്സ്കേപ്പ് അത്രയും കണക്റ്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അഗെയിൻ എക്സ്റ്റീരിയറിലെ വേറെ ചില ഫ്രെയിമുകളാണ്. ഫസ്റ്റ് സ്ലൈഡിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ സിറ്റ് ഔട്ട് ആണ്. നമുക്ക് അവിടെ ഒരു ന്യൂസ് പേപ്പർ റീഡിങ്ങിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ചെയർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മുറ്റത്തേക്ക് നോക്കിയാലും നമ്മൾ നേരത്തെ കണ്ട സ്ലൈഡിൽ കാണുന്ന പോലെയുള്ള മുറ്റത്തുള്ള ചെടികളിലേക്കും മുറ്റത്തെ പേവിങ്ങിലേക്കും പിന്നെ നമ്മുടെ എൻട്രൻസ് പോർഷനിലേക്കുള്ള ഒരു വ്യൂ ആണ് ഈ ഒരു സിറ്റ് ഔട്ട് സ്പേസിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇതിനകം കണ്ട സ്ലൈഡ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കിടെക്ചറും ലാൻഡ്സ്കേപ്പും ഒരുമിച്ചാണ് കിടക്കുന്നത്. നമ്മൾ അതിലൊരു വിൻഡോയിലൂടെ എത്തി നോക്കിയാൽ നമ്മൾ പുറത്ത് കാണുന്ന ഒരു ഫ്രെയിമിൽ അതിന്റെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് എലമെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ വീടിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഡിസൈൻ ചെയ്യുന്നതിന് കൂടെ തന്നെ ലാൻഡ്സ്കേപ്പും ഡിസൈൻ ചെയ്യണം എന്നുള്ളത്. പിന്നെ നമ്മൾ പതിയെ ഇന്റീരിയറിലേക്ക് കിടക്കുകയാണ്. സിറ്റ് ഔട്ട് നേരത്തെ ഓൾറെഡി നമ്മൾ കണ്ടു. അവിടുന്ന് നമ്മൾ മെയിൻ ഡോർ തുറന്നു കഴിഞ്ഞാൽ എൻ്റർ ചെയ്യുന്നത് ഈ ഒരു ലിവിംഗ് റൂമിലേക്കാണ്. ഈ ഒരു സ്പേസിലാണെങ്കിലും നമ്മൾ കുറച്ച് വലിയ വിൻഡോ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് പല പ്രോജക്റ്റിലും പല രീതിയിലാണ്. അഗെയിൻ നമ്മൾ ആർക്കാണോ ആ വീട് ഡിസൈൻ ചെയ്യുന്നത് ആ ക്ലയൻസും ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കുന്നതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ വി വർ ഫോർച്ചുനേറ്റ് ഇനഫ് ഇൻ ദിസ് പെർട്ടിക്കുലർ പ്രോജക്ട് ഫോർ ഗിവിംഗ് സച്ച് ബിഗർ വിൻഡോസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്റ്റീരിയറും ലാൻഡ്സ്കേപ്പും തമ്മിൽ കണക്ട് ചെയ്ത പോലെ തന്നെ ഇന്റീരിയറിൽ നിന്നും നമുക്ക് ലാൻഡ്സ്കേപ്പിലേക്കുള്ള വ്യൂ, അവിടെ നിന്നുള്ള ലൈറ്റിംഗ്, വെന്റിലേഷൻ കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഹാബിറ്റബിൾ സ്പേസിലും അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഇന്റീരിയറും ആർക്കിടെക്ചറും തമ്മിലുള്ള ഒരു കണക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ ഈ ഒരു സ്പേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്പണിംഗ് കാണാറുണ്ട്. സോ ഈ ഒരു ഓപ്പണിംഗ് ത്രൂ ഔട്ട് ദ ലിവിംഗ് റൂം നമ്മളൊരു സി ഷേപ്പ് പോലെ നമ്മളെ വാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്ലാബിലൂടെ റൺ ചെയ്ത് തിരികെ ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോഗ്രാഫിൽ കാണാത്ത ഒരു സൈഡും കൂടെ ഉണ്ട്. ആ സിറ്റ് ഔട്ടിന്റെ ഭാഗത്തേക്ക് ഇത് ഇറങ്ങുന്ന രീതിയിലാണ് ആ ഒരു ഓപ്പണിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആ വീടിന്റെ സ്ട്രക്ചറും ഇന്റീരിയറിൽ ഇത് എങ്ങനെ റിഫ്ലക്ട് ചെയ്യും, അതിൽ കൂടെ നോക്കിയാൽ നമുക്ക് എങ്ങനെ ലൈറ്റിംഗ് കാര്യങ്ങൾ പുറത്തേക്ക് ക്യാപ്ചർ ചെയ്യാം. ബേസിക്കലി സ്ട്രക്ചർ, ഇന്റീരിയർ ആൻഡ് ലാൻഡ്സ്കേപ്പ്, ഈ 3 എലമെന്റ്സ് നമ്മൾ ഈ വീടിന്റെ ഡിസൈൻ പ്രോസസ്സിന്റെ തുടക്കം മുതൽ തന്നെ ഒരുമിച്ച് ആലോചിക്കുകയും ക്ലയന്റുമായി ചർച്ച ചെയ്യുകയും അതിനെ ബേസ് ചെയ്ത് ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് അങ്ങനെ അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. നേരെ മറിച്ച് നമ്മളിവിടെ ഇന്റീരിയറുമായി ചിന്തിക്കാതെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഇന്റീരിയറിൽ അങ്ങനെ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുക എളുപ്പമല്ല. മേ ബി നമുക്കൊരു വാളിൽ ഒരു പരിധി വരെ ചിലപ്പോൾ ചെയ്യാൻ സാധിക്കുമായിരിക്കും. സ്ലാബിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സ്ലാബ് എന്ന് പറയുന്നത് അതിനുള്ളിലൂടെ നമ്മുടെ വീടിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട റീഇൻഫോഴ്സ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ അത് പിന്നീട് കട്ട് ചെയ്ത് അങ്ങനെ ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഓൾമോസ്റ്റ് ഇംപ്രാക്ടിക്കൽ ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ച് ഡിസൈൻ ചെയ്ത് മുന്നോട്ട് പോകുന്നതിന്റെ ഔട്ട്കത്തിന് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, പിന്നെ അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീടിന്റെ ഒരു സ്ട്രക്ചറിന്റെ ഡിസൈനിൽ നമ്മൾ അതിനൊരു റസ്റ്റിക് അപ്രോച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഡിസ്കഷൻസ് നമ്മുടെ ക്ലയന്റിന്റെ സൈഡിൽ നിന്നും വന്നിരുന്നു.
നമ്മൾ ആ രീതിയിലാണ് ഡിസൈൻ പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സ്ലൈഡിലും ഇനി വരുന്ന സ്ലൈഡുകളിലും നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മൾ അതിന്റെ സീലിങ്ങിനൊന്നും അധിക ഗിമ്മിക്കുകളിലേക്കൊന്നും പോയിട്ടില്ല. നമ്മൾ അതിന്റെ ഒരു ഷട്ടർ കാസ്റ്റ് ചെയ്ത് നമ്മുടെ എക്സ്പോസ്ഡ് കോൺക്രീറ്റ് സ്ലാബ് നമ്മൾ ആ രീതിയിൽ തന്നെ ലീവ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. നമുക്കെപ്പോഴും ഒരു പോളിഷ്ഡ് സർഫസിന്റെ അല്ലെങ്കിൽ ഒരു വൈറ്റ് പെയിന്റ് ഫിനിഷിന്റെ ഭംഗി നമുക്ക് അതിന്റെ ഏറ്റവും ഉന്നതിയിൽ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഫിനിഷ്ഡ് അല്ലാത്ത സർഫസസ് കൂടി ആ ഒരു ഫ്രെയിമിൽ വരണം. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള റസ്റ്റിക് ആയിട്ടുള്ള സീലിംഗ്. നമ്മൾ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ടൈല് നോക്കുകയാണെങ്കിൽ കുറച്ച് റസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു തീമിലേക്ക് ബ്ലെൻഡ് ആവുന്ന ഒരു ടൈലിംഗ് ആണ്. ബട്ട് സ്റ്റിൽ ആ ടൈലിന്റെ ഒരു കളർ സ്കീമും നമ്മുടെ ഫേർണിച്ചറിന്റെ കളർ സ്കീമും നോക്കുകയാണെങ്കിൽ അത് തമ്മിൽ ചില ബന്ധങ്ങൾ കാണാൻ സാധിക്കും. ഈവൻ നമ്മൾ അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ള ഫേർണിച്ചറിൽ അതിൻ്റെതായ കളർ സ്കീമുകൾ കാണാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് നമ്മൾ ആ വാളിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഡെക്കോഴ്സിലും ഈവൻ ആ ടേബിളിന് മേലെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ടെറാക്കോട്ട ഡെക്കോറിലും സൂക്ഷിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു കളർ സ്കീമിൽ വരുന്ന എലമെന്റ്സ് ആണ്. നമ്മൾ സ്ട്രക്ചറിൽ ഉപയോഗിച്ചിട്ടുള്ള കളർ സ്കീം, ഇന്റീരിയറിന്റെ കളർ സ്കീം, ഇതെല്ലാം കണക്റ്റഡ് ആണ്. ദാറ്റ് ഇസ് വാട്ട് ഐ എം ബേസിക്കലി ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ്. ലിവിംഗ് റൂമിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ ബാക്കി സ്പേസസ് ആണ്. ദെൻ നമ്മൾ ആക്ച്വലി വീടിന്റെ പ്ലോട്ട് നമ്മൾ അപ്രോച്ച് ചെയ്ത സമയത്ത് ഞങ്ങൾ ഫസ്റ്റ് എപ്പോഴും സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടാണ് ഡിസൈൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അതിന്റെ കാരണം നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സൈറ്റ് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ സൈറ്റിന്റെ ഒരു കിടപ്പ്, ഈ ഒരു പെർട്ടിക്കുലർ സൈറ്റ് 2 ലെവലിലായിരുന്നു. അപ്പൊ ആ ഒരു ലെവൽസ് നമുക്ക് ഡിസൈനിൽ പ്രാക്ടിക്കാലിറ്റിയെ ബാധിക്കാത്ത രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിറ്റ് ഔട്ട് ലിവിംഗ് വരുന്ന ഒരു കോമൺ ഏരിയ മൊഡ്യൂള് ആ പ്ലോട്ടിൽ ആദ്യം എങ്ങനെയാണോ ഒരു ലോവർ ലെവൽ കടന്നിരുന്നത് ആ ഒരു ലെവലിലാണ് നമ്മൾ അതിനെ അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടുന്ന് ഒരു 2-3 സ്റ്റെപ്സ് കയറി കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് വീട്ടിലുള്ള ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ബാക്കി എല്ലാ സ്പേസസും ഒരൊറ്റ ലെവലിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആയിരുന്നു ആ സ്ഥലത്തിന്റെ കിടപ്പ്. അപ്പൊ നമ്മൾ പറയാറുണ്ട്, ചിലപ്പോൾ നമ്മുടെ അടുത്ത് ക്ലയൻസ് ചിലപ്പോൾ തുടക്കത്തിലൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്, അപ്പൊ ഞങ്ങൾ അത് ഫുള്ളൊന്ന് സാർ വരുന്നതിന് മുന്നേ ഞങ്ങൾ അത് മൊത്തം ഒന്ന് JCB വിളിച്ച് നിരത്തിയിട്ട് കാണുന്നതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കാം. ഞങ്ങൾ പറയാനല്ല, ലീവ് ഇറ്റ് ആസ് സച്ച്. ഞങ്ങൾ വന്ന് കണ്ടതിന് ശേഷം നമുക്കതിൽ ചിലപ്പോൾ മരങ്ങൾ പലതും നമുക്ക് റീറ്റെയിൻ ചെയ്യേണ്ടതുണ്ടാവാം. അത് നമ്മുടെ വീടിന്റെ ആംബിയൻസിനെ ചിലപ്പോൾ എൻഹാൻസ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഈ പ്ലോട്ടിന്റെ ലെവൽസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് ഡിസൈനിലേക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ സാധിച്ചേക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഒരു ഡിസൈൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സൈറ്റ് ഡെവലപ്മെന്റ് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയാറുള്ളത്. അപ്പൊ ഈവൻ സൈറ്റ് ഡെവലപ്മെന്റ് ഓൺവേർഡ്സ് എല്ലാം കണക്റ്റഡ് ആണ്. ദെൻ ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ലിവിംഗ് ഡൈനിങ് ട്രാൻസിഷൻ സ്പേസിൽ നിന്ന് ഒരു ചെറിയൊരു ഒരു പോക്കറ്റ് സ്പേസ് കോർട്ട്യാർഡ് അച്ചീവ് ചെയ്തിട്ടുണ്ട് പ്ലാനിങ്ങിൽ. അത് ആക്ച്വലി ഒരു ഔട്ട്ഡോർ സ്പേസ് ആണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ലിവിംഗ് സിറ്റ് ഔട്ട് മൊഡ്യൂള് ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണ് നിൽക്കുന്നത്. ബാക്കി വരുന്ന റൂംസ് എല്ലാം ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണ്. അപ്പൊ ഇതിന് ഇൻബിറ്റ്വീൻ ആയിട്ട് നമുക്കൊരു പ്രൈവറ്റ് ആയിട്ട് ഒരു പോക്കറ്റ് സ്പേസ് പ്ലാനിങ്ങിൽ ഓൾറെഡി വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ അതിന്റെ മാസിംഗിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ 3D ഒക്കെ വരച്ച് വന്ന സമയത്ത് നമ്മളൊരു കോർട്ട്യാർഡ് എന്നുള്ള രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാനും വളരെ പ്രൈവറ്റ് ആയിട്ട് ഡൈനിങ്ങിൽ നിന്ന് ഒരു കോഫിയൊക്കെ കുടിക്കാൻ ഇറങ്ങിയിരിക്കാവുന്ന ഒരു കോർട്ട്യാർഡായിട്ട് നമുക്കത് ബിൽറ്റ് ചെയ്തെടുക്കാനും പറ്റിയിട്ടുണ്ട്. ദെൻ ഇതാണ് നെക്സ്റ്റ് സ്പേസസ്. നമ്മൾ ലിവിംഗിൽ നിന്ന് കടന്ന് ഡൈനിങ്ങിലെത്തി. അഗെയിൻ ഈ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിൽ ഞാൻ ആ ടേം ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഓരോ പ്രോജക്റ്റിലെയും ക്ലയൻസ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ചിലപ്പോൾ ഈ ഒരു ഇമേജ് കണ്ട് നമ്മുടെ കാഴ്ചക്കാരിൽ ചിലർക്ക് ചിലപ്പോൾ തോന്നാം ഇത് ഡൈനിങ്ങും ലിവിംഗും ചുമരൊന്നും കാണുന്നില്ലല്ലോ, അങ്ങനെ വേണ്ടേ എന്ന്. അത് അഗെയിൻ സബ്ജക്റ്റീവ് ആണ്. നമ്മളെല്ലാവരും വ്യത്യസ്തരായ മനുഷ്യരാണ്. അപ്പോൾ ആ വീട് വെക്കുന്ന പെർട്ടിക്കുലർ ഫാമിലിയുടെ കാഴ്ചപ്പാടും അവരുടെ റിക്വയർമെന്റിനും ബേസ് ചെയ്താണ് ഞങ്ങൾ ഓരോ വീടും ചെയ്യാറ്. നമ്മൾ തന്നെ ചെയ്ത വേറൊരു വീട് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിൽ നമുക്ക് ഈ കോമൺ സ്പേസസ് എല്ലാം കണക്റ്റഡ് ആയിട്ട് ചെയ്യാനുള്ള ഒരു റിക്വയർമെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവൽ ഡിഫറൻസ് മാത്രമാണ് ആ സ്പേസസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓൾ ദ കോമൺ സ്പേസസ് ആർ കണക്റ്റഡ്. ഒരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്, അതല്ലാതെ ഒരു വർക്കിംഗ് കിച്ചൺ അതിന് പിറകിൽ വരുന്നുണ്ട്. സോ ഇഫ് യു ഹാവ് ടു വർക്ക് ഇൻ പ്രൈവസി വി ക്യാൻ യൂട്ടിലൈസ് ദാറ്റ് പെർട്ടിക്കുലർ സ്പേസ്. അതർവൈസ് നമ്മുടെ ഫാമിലി വെരി ക്ലോസ് പേഴ്സൺസ് മാത്രമുള്ള സമയത്ത് നമുക്ക് ഈ ഹോൾ സ്പേസ് ഉപയോഗിക്കാം. അപ്പൊ ആ രീതിയിലാണ് അതിന്റെ ഒരു കോമൺ സ്പേസ് വരുന്നത്. ദെൻ നമ്മൾ നേരത്തെ പ്ലാനിങ്ങിന്റെ ഭാഗമായി ഒരു കോർട്ട്യാർഡിന്റെ സ്പേസ് നമുക്ക് വീട് കിട്ടിയതിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് വീട് കിട്ടിയ മറ്റൊരു സ്പേസ് ആണ് ഈ കാണുന്ന വാഷ് ഏരിയ.
അപ്പൊ അത് നമ്മൾ ആ സ്ഥലത്തിന്റെ കിടപ്പിനനുസരിച്ച് നമ്മൾ പല ലെവലിലൊക്കെ പ്ലാനിങ്, അതുപോലെ തന്നെ അതിന്റെ ഫോം ഡിസൈനിങ്, ഇന്റീരിയർ, ഇതൊക്കെ ഓരോ ഘട്ടങ്ങളായിട്ട് ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു സ്പേസ് ആണ് ഈ ഒരു വാഷ് ഏരിയ എന്ന് പറയുന്നത്. അത് നമ്മളൊരു ലൈറ്റ് ആൻഡ് ഷാഡോയുടെ ഒരു പ്ലേ ഒക്കെ കിട്ടുന്ന രീതിയിൽ വെന്റിലേറ്റഡ് ആയി അങ്ങനെയാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അഗൈൻ നമ്മൾ കണ്ട സ്പേസസ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണ് ഈ ഒരു സെക്കൻഡ് ഇമേജിൽ കാണാൻ പറ്റുന്നത്, ടോപ്പ് റൈറ്റ് കോർണറിൽ വരുന്ന ഇമേജിൽ കാണാൻ പറ്റുന്നത്. ദെൻ ബോട്ടം ലെഫ്റ്റ് കോർണറിലെ ഇമേജിലേക്ക് വരികയാണെങ്കിൽ ആ ഡൈനിങ് സ്പേസിൽ നിന്ന് ഫർദർ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ടാണ് ബെഡ്റൂംസിലേക്ക് മൂവ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെയർ കേസിന്റെ പാസേജിന്റെ രണ്ട് വശങ്ങളിലായിട്ടാണ് ബെഡ്റൂംസിലേക്കുള്ള ഡോർസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇൻ ബിറ്റ്വീൻ കിട്ടുന്ന ഒരു സ്പേസ് നമ്മൾ ഒരു ഫാമിലി ലിവിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അവിടെയാണ് TV പ്ലേസ് ചെയ്തിട്ടുള്ളത്. ദെൻ ആ വീട്ടിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇപ്പോ നമ്മൾ ആർക്കിടെക്ചറും ഇന്റീരിയറും ലാൻഡ്സ്കേപ്പിംഗും കണക്റ്റഡ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആർക്കിടെക്ചറിന്റെ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിനൊരു ഒരു പ്രോട്ടോകോളും ഒരു പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഡീറ്റെയിൽ ക്ലൈന്റ് റിക്വയർമെന്റ് ഷീറ്റ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ പ്രിഫറബിളി നമ്മൾ ആ ഒരു മീറ്റിംഗ് ഈ വീട് ഉപയോഗിക്കാൻ പോകുന്ന ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അവൈലബിൾ ആണെങ്കിൽ അവരെല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഇതിൽ ഇപ്പോൾ ഒരു 4 ബെഡ്റൂംസ് വരുന്നുണ്ടെങ്കിൽ 4ഉം ഉപയോഗിക്കുന്നത് വേറെ വേറെ ആളുകളായിരിക്കും. അവരുടെ പ്രിഫറൻസസിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവർക്ക് പ്രിയപ്പെട്ട കളറുകൾ വ്യത്യസ്തമായിരിക്കും, അവർക്ക് ഇഷ്ടമുള്ള ടെക്സ്ചർ വ്യത്യസ്തമായിരിക്കും, അവരൊരു വാർഡ്രോബിനുള്ളിൽ പ്ലേസ് ചെയ്യാൻ പോകുന്ന ഒബ്ജക്ട്സ് വ്യത്യസ്തമായിരിക്കും, അവരുടെ ശീലങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ ബേസ് ചെയ്താണ് നമ്മൾ ഇന്റീരിയറും കൂടെ സ്ട്രക്ചറിന് കൂടെ തന്നെ ആലോചിച്ച് വെക്കാറുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഔട്ട്കമാണ് ഈ കാണുന്ന രീതിയിലുള്ള ബെഡ്റൂംസ്. ഇപ്പൊ ഈ ഒരു വീടിനുള്ളിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ബെഡ്റൂംസ് ഹാവ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്, ഡിഫറെന്റ് ഫങ്ഷണാലിറ്റി, ബട്ട് ഈവൻ ദെൻ എവറിത്തിങ് കംസ് അണ്ടർ ദ സെയിം പാലറ്റ്. മൊത്തം വീട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സിമിലർ കളർ പാലറ്റും ഒരേ സ്റ്റൈലിങ്ങും കാണാൻ പറ്റും. നമ്മൾ എന്താ പറയാ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കും നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ എന്ന് പറയുന്ന പോലെ. വ്യത്യസ്തതകളുണ്ട്, ഓരോ ആളുകൾ ഉപയോഗിക്കുന്ന സ്പേസസിന് അതിൻ്റെതായ വ്യത്യസ്തതകളുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ആസ് എ ഹോൾ നോക്കുമ്പോൾ വീട്ടിലാണെങ്കിലും ഇന്റീരിയറിലാണെങ്കിലും അതിന്റെ ലാൻഡ്സ്കേപ്പിംഗിലാണെങ്കിലും നമുക്ക് സിമിലാരിറ്റികളും കാണാൻ സാധിക്കും. അപ്പൊ അത് നമ്മൾ എല്ലാ പ്രൊജക്ട്സിലും ഫോളോ ചെയ്യാറുള്ള ഒരു ഡിസൈൻ അപ്രോച്ചാണ്. അവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ആണ്. ഓക്കെ, അഗൈൻ ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ബെഡ്റൂം ആയതുകൊണ്ട് നമ്മൾ ആ ബെഡ്റൂമിൽ നിന്ന് ലാൻഡ്സ്കേപ്പിലേക്ക് ഒരു കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ കർട്ടൻസ് നീക്കി നമ്മൾ ഈ ഓപ്പണിങ്സ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബെഡ്റൂം ബിക്കംസ് പാർട്ട് ഓഫ് ദി ലാൻഡ്സ്കേപ്പ്. അത് അഗെയിൻ നമ്മൾ കുറച്ചുകൂടി ആർട്ട്ഫുള്ളി ഈ ഒരു ബെഡ്റൂം നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് ആ സൈറ്റിലെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ പ്ലോട്ടിന്റെ റിയർ സൈഡിലേക്ക് ഫേസ് ചെയ്യുന്ന ഒരു ഭാഗത്താണ് നമ്മൾ ആ റൂം ഓറിയന്റ് ചെയ്തിട്ടുള്ളത്. അതിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കണക്ഷൻ കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ എവിടെ നമ്മുടെ സൈറ്റിന്റെ ബൗണ്ടറി ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നു, എവിടെ നമ്മൾ ബെഡ്റൂം പ്ലേസ് ചെയ്യുന്നു, അതിനുള്ളിൽ നമ്മൾ കട്ടിൽ എവിടെ പ്ലേസ് ചെയ്യുന്നു, അത് അഗെയിൻ ഇന്റീരിയറിന്റെ പാർട്ടാണ്. അപ്പൊ ഈ ഒരു ഡിസിഷൻ ഒരുമിച്ചെടുത്തത് കൊണ്ടാണ് ആ ബെഡ്റൂം ഈ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ പ്ലേസ് ചെയ്യാൻ പറ്റിയതും അവിടുന്ന് ലാൻഡ്സ്കേപ്പിലേക്ക് ഒരു വ്യൂ അച്ചീവ് ചെയ്യാൻ പറ്റിയതും അതിനുള്ളിൽ വരുന്ന കട്ടിൽ ആ ലാൻഡ്സ്കേപ്പിനെ ഓവർലോക്ക് ചെയ്യുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റിയതും. അപ്പൊ അതൊക്കെ ഒരു കോർഡിനേഷന് എക്സാമ്പിൾസ് ആണ്. സോ ദാറ്റ് വാസ് ദ പ്രോജക്റ്റ്. ഇനി നമ്മൾ കടന്നെല്ലാം പോകുന്ന സ്ലൈഡ് കുറച്ച് ടെക്നിക്കലാണ്, ബട്ട് സ്റ്റിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഇമേജസിലൂടെ കടന്നു പോയതുകൊണ്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇനി അതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് Q&A സെഷനിലേക്ക് ഫൈനലി നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. എനിവേ, ഇപ്പോ നമ്മൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു ലാൻഡ്സ്കേപ്പും ഇന്റീരിയറും അതുപോലെ തന്നെ ആ വീടിന്റെ ഒരു ഹോൾ പ്ലാനിങ്ങും നമ്മൾ ഒരുമിച്ച് ചിന്തിച്ച് ഡിസൈൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ ഇത് കണക്റ്റഡ് ആയി ഒരു കണ്ടിന്യൂസ് ജേർണി ആയിട്ട് പോകേണ്ട ഘട്ടങ്ങളാണെന്നുള്ളത്. അപ്പൊ ആ ഘട്ടങ്ങളാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിൽ ഓഫീസിൽ ഫോളോ ചെയ്യുന്ന സ്ട്രക്ചർ തന്നെയാണ്. ഈ ഒരു ഓർഡറിലാണ് നമ്മുടെ ഡിസൈൻ പ്രോസസ്സ് പോകാറുള്ളത്. അപ്പൊ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. To harmonize the design process of architecture, interior and landscape design, we usually go through an interconnected sequential progress. I repeat, a sequential process. ഒരെണ്ണം കഴിഞ്ഞ് അടുത്തത് കണക്റ്റഡ് ആയി പോകേണ്ട ഒരു ഡിസൈൻ പ്രോസസ് ആണിത്.
which we are practicing in our projects. This progressive design approach helps us to achieve an architectural intervention seamlessly blends design of every elements. Elements എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് സ്ട്രക്ചർ വരുന്നുണ്ട്, പ്ലാൻ വരുന്നുണ്ട്, ഇന്റീരിയർ വരുന്നുണ്ട്, ലാൻഡ്സ്കേപ്പ് വരുന്നുണ്ട്, കോമ്പൗണ്ട് വാള്, അങ്ങനെ ഒരുപാട് എലമെന്റ്സ് വരുന്നുണ്ടല്ലോ. ഓപ്പണിങ്സ്, നമ്മൾ എവിടേക്ക് ജനൽ കൊടുക്കുന്നു, അതുവഴി നമ്മൾ എങ്ങനെ വെന്റിലേഷൻ അച്ചീവ് ചെയ്യുന്നു, ഇങ്ങനെ ഒരുപാട് എലമെന്റ്സ് ഒരു ബിൽഡിങ്ങിന്റെ ഡിസൈനിൽ ഇൻവോൾവ് ആണ്. അതാണ് ഞാൻ എലമെന്റ്സ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആയി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്കത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ പോകേണ്ടതുണ്ട്. ടു ഫിനിഷ് ദ പ്രോജക്റ്റ് ഇൻ എ ഫീസിബിൾ ടൈം ലൈൻ. നമ്മൾ യൂഷ്വലി ഈ മൊത്തം പ്രോസസ്സ് ഡിസൈൻ ചെയ്ത് ഇതിന്റെ ഡ്രോയിങ്സ് എല്ലാം നമ്മൾ ചെയ്ത് തീർക്കാൻ ഒരു ടൈം ലൈൻ ഫിക്സ് ചെയ്ത് സ്ട്രക്ചർ വരെയുള്ള മൊത്തം ഡ്രോയിങ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സൈറ്റിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പൊ അതിന്റെ കാരണം നമ്മുടെ കയ്യിൽ എല്ലാ ഡ്രോയിങ്സും സ്പെസിഫിക്കേഷൻ എല്ലാം റെഡി ആയിരിക്കും. അപ്പൊ നമുക്കിത് എത്ര ടൈമിൽ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളത് ഏകദേശം പ്രെഡിക്റ്റബിൾ ആയിരിക്കും. അഗൈൻ ബഡ്ജറ്റ് പ്ലാനിങ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സൈസ്, സ്കെയില്, ഡ്രോയിങ്സ്, മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബഡ്ജറ്റിനെ പറ്റി ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. ദെൻ പ്രോപ്പർ അവയർനെസ് അബൌട്ട് ഓവറോൾ പ്രോജക്ട് ബിഫോർ എക്സിക്യൂഷൻ. നമ്മളൊരു കൺസൾട്ടന്റിനെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്യാതെ ഒക്കെ നമുക്ക് വീടുകൾ വെക്കാം, ഇല്ല ഞാൻ പറയുന്നില്ല. സപ്പോസ് നമ്മൾ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മുടെ പ്രൊജക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മൾ സിമെന്റായോ മണലായോ സ്റ്റീലായോ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്കിത് കാണാം എന്നുള്ളതാണ് അതിന്റെ ഒരു ഏറ്റവും അഡ്വാൻറ്റേജ്. നമുക്ക് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാം. നമ്മൾ സൈറ്റിൽ അത് ഉണ്ടാക്കിയതിന് ശേഷം പൊളിച്ച് പണിയേണ്ട ആവശ്യം വരുന്നില്ല. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഡിസൈനിൽ നമുക്കത് കമ്പ്യൂട്ടറിൽ വരുത്താവുന്നതേ ഉള്ളൂ, സൈറ്റിൽ വരുത്തേണ്ടതില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ സ്റ്റേജസ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. സോ ഫസ്റ്റ് നമ്മളൊരു പ്രിലിമിനറി ഡിസ്കഷൻ, ദെൻ സൈറ്റ് വിസിറ്റ്. അങ്ങനെയാണ് നമ്മളൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ പാർട്ടി അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും. നമ്മൾ എന്താണ് പ്രൊജക്ട് എന്നുള്ളത് അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കും. അതിന്റെ സർവീസ് കാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിക്കും. പിന്നെ അവർക്കും ഞങ്ങൾക്കും ഫേവറബിൾ ആയ ഒരു ദിവസം സ്ഥലം കാണും. ആ സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രൊജക്ടിന്റെ റിക്വയർമെന്റ്സ് കളക്ട് ചെയ്യും. ഇതാണ് ആദ്യത്തെ ഘട്ടം. ദെൻ ദ ഡിസൈൻ സ്റ്റേജ് 1 എന്ന് പറയുന്നത് നമ്മൾ കോൺസെപ്ച്വൽ ഡിസൈൻസ് എന്നാണ് അതിനെ വിളിക്കാറുള്ളത്. നമ്മൾ ആ സൈറ്റിനെ പറ്റി സ്റ്റഡി ചെയ്ത് അവിടുത്തെ കാലാവസ്ഥ, വിൻഡ്, നമ്മൾ അവിടുന്ന് എങ്ങോട്ടേക്കാണ് നല്ല വ്യൂസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനുള്ളത്, അങ്ങനെയുള്ള ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട് സൈറ്റിന്റെ. അങ്ങനെയുള്ള എല്ലാ ആസ്പെക്റ്റുകളും കൺസിഡർ ചെയ്തതിന് ശേഷം നമ്മൾ ആ സൈറ്റിൽ വീട് എവിടെ പ്ലേസ് ചെയ്യണം, അതിന്റെ പ്ലാൻ എങ്ങനെയായിരിക്കണം, ഓരോ റൂം സൈസ് എത്ര ആയിരിക്കണം, ടോട്ടൽ വീടിന്റെ ഏരിയ എത്ര ആയിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡ്രോയിങ്ങിൽ കാണിക്കുന്ന ഒരു സ്റ്റേജാണ് കോൺസെപ്ച്വൽ ഡിസൈൻസ്. ഡ്രോയിങ്ങിൽ കാണിക്കുകയും നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും നമ്മളും ക്ലയന്റും മ്യൂച്വലി അത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഈ കോൺസെപ്ച്വൽ ഡിസൈൻസ്. ദെൻ ആ ഡിസ്കഷന് ശേഷം ആവശ്യമായ റിഫൈൻമെന്റ്സ് വരുത്തി നമ്മൾ ഫൈനൽ 2D പ്ലാനിൽ എത്തും. അതാണ് ബേസിക്കലി ഡിസൈൻ സ്റ്റേജ് 1. ഡിസൈൻ സ്റ്റേജ് 2ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പ്ലാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇനീഷ്യലി ഒരു കോൺസെപ്ച്വൽ 3D ഡെവലപ്പ് ചെയ്യും. നമ്മളെ സംബന്ധിച്ച് നമ്മൾ 3D പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ 2D ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആസ് എ ഗ്രൗണ്ട് വർക്ക് ഫ്രം ദ ആർക്കിടെക്ട് സൈഡ് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും ഇതിന്റെ ഫോം എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ളത്. അത് നമ്മൾ ക്ലയന്റിന് കാണിച്ചു കൊടുക്കുന്ന ഒരു സ്റ്റേജ് ഈ ഒരു ഘട്ടമായിരിക്കും, സ്റ്റേജ് 2. കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി. സോ കോൺസെപ്ച്വൽ ഡിസൈൻ 3D എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. നമുക്ക് വീട് പുറത്തുനിന്ന് കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ധാരണ ആ ഘട്ടത്തിൽ കിട്ടും. അതിലെ ഡിസ്കഷൻസിനും റിഫൈൻമെന്റിനും ശേഷം ഞങ്ങൾ ഫൈനൽ 3Dയിലേക്ക് പോകും, എക്സ്റ്റീരിയറിന്റെ. അപ്പൊ ആ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ വീടിന്റെ ഡിസൈനിന്റെ കൂടെ തന്നെ അതിന്റെ ലാൻഡ്സ്കേപ്പിംഗും ഡിസൈൻ ചെയ്ത് പോരും. നമുക്ക് വീട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മുറ്റം ഓരോ സൈഡിൽ എത്രത്തോളം കിട്ടുന്നുണ്ട്, അതിൽ നമ്മുടെ ഒരു ആവശ്യകതകൾ എന്തൊക്കെയാണ്, അഗൈൻ അവിടെ ലാൻഡ്സ്കേപ്പ് എങ്ങനെ ഡിസൈൻ ചെയ്യണം, അതെല്ലാം നമ്മൾ 2D 3D ലെവലിൽ ഈ വീടിന്റെ ഡിസൈനിന് കൂടെ തന്നെയാണ് ചെയ്തു പോരുന്നത്. അതാണ് സ്റ്റേജ് 2. സ്റ്റേജ് 3യിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വീടിന്റെ ഒരു സ്ട്രക്ചറും ലാൻഡ്സ്കേപ്പുമായി ഇന്റീരിയറിന്റെ ഒരു ഡിസ്കഷൻ പാരലലി നടക്കുന്നുണ്ടാവും. അതിന് കൂടെ തന്നെ നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് ഡ്രോയിങ്സ്, അതുപോലെ നമുക്കൊരു കോൺട്രാക്ടറുടെ അടുത്ത് കൊട്ടേഷൻ എടുക്കാൻ ആവശ്യമായ ടെൻഡർ ഡ്രോയിങ്സ് എന്ന് പറയും. അതിലേക്ക് എത്താൻ നമുക്കൊരു സ്ട്രക്ചറൽ കൺസൾട്ടന്റ് ഡ്രോയിങ് എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതാണ് സ്റ്റേജ് 3യിൽ വരുന്നത്. സ്റ്റേജ് 4 and 5 ഈസ് ബേസിക്കലി ടെൻഡർ ഡ്രോയിങ്സ്. ടെൻഡർ ഡ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഡർ ഡ്രോയിങ്ങിൽ ഉണ്ടായിരിക്കും നമ്മുടെ വീടിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ എവറി ഡീറ്റെയിൽസ്. ഫൗണ്ടേഷൻ ആണെങ്കിലും, നമ്മുടെ മേസണറി വർക്ക്, പടവ് ചെയ്യാനാണെങ്കിലും, വിൻഡോ ഡോർസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും, പിന്നെ ലിൻഡൻ സൺഷെയ്ഡ്, വാർപ്പ്, അതിൽ നമുക്ക് വരുന്ന ഇലക്ട്രിക്കൽ പോയിന്റ്സ്. അപ്പൊ അതിൽ വരുന്ന ഇലക്ട്രിക്കൽ പോയിന്റ്സ് ഒക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ഈ സ്ട്രക്ചറും ഇന്റീരിയറും ഒക്കെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്. അതാണ് സ്റ്റേജ് 4 വരുന്നത്. പിന്നെ അതിനെ ബേസ് ചെയ്ത് സൈറ്റിൽ വർക്കുകൾ മുന്നോട്ട് പോകുന്നുണ്ടാവും.
ദെൻ സൈറ്റിൽ വർക്ക് പ്രോഗ്രസ് ചെയ്യുന്നതിന് പാരലായി തന്നെ ലൈക്ക് മേ ബി ഫൗണ്ടേഷന്റെ വർക്ക് ആയിരിക്കും ചിലപ്പോൾ സൈറ്റിൽ നടക്കുന്നത്. അതിന് പാരലായിട്ട് തന്നെ നമ്മൾ ഇന്റീരിയറിന്റെ ഡിസ്കഷനും ഓരോ റൂമിന്റെ ഇന്റീരിയർ ഡീറ്റെയിലിംഗും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. സൈറ്റിലെ വർക്ക് ഒരു വഴിക്ക് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടാവും, പാരലലി നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡിസൈൻ ഇവോൾവ് ചെയ്യുന്നുണ്ടാവും. അതാണ് ഇന്റീരിയർ ലേഔട്ട്. ദെൻ ഒരു 2D ഇന്റീരിയർ ലേഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങും. നമ്മുടെ ബഡ്ജറ്റിനെ ബേസ് ചെയ്തും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയ ഓപ്ഷൻസ് വെച്ചിട്ട് നമ്മൾ ടൈല്, അതുപോലെ തന്നെ നമ്മൾ ഇന്റീരിയറിൽ ഉപയോഗിക്കുന്ന ഫിനിഷസ്, ഇതൊക്കെ ഒന്ന് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യും. പ്രിഫറബിളി നമ്മൾ ക്ലയൻസ് ഒരുമിച്ചാണ് പോകാറുള്ളത്. അപ്പൊ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് അതിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ റൂമിന്റെ ഇന്റീരിയർ 3D ഡീറ്റെയിൽ ചെയ്യുന്നത്. അതും ഒരു കോൺസെപ്റ്റ് സ്റ്റേജ് ഉണ്ടായിരിക്കും, നമ്മൾ ഡിസ്കഷൻ ഇരിക്കും, നമ്മുടെ റിക്വയർമെന്റുകളെല്ലാം അതിൽ വന്നിട്ടില്ല എന്ന് എൻഷുർ ചെയ്യും. അതിനുശേഷം അത് റിഫൈൻ ചെയ്യുന്നതാണ് ഫൈനൽ 3D വിഷ്വലൈസേഷൻ ഓഫ് ഈച്ച് സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോ റൂമിന്റെയും ഒരു 3-4 ഇമേജുകളായിട്ടാണ് അതിന്റെ ഔട്ട്പുട്ട് എടുക്കാറുള്ളത്. പക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു റൂമിന്റെ എല്ലാ ആംഗിളിലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ. അടുത്ത സ്റ്റേജ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്റീരിയർ ഒക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ വീടിന്റെ ഡിസൈൻ ആയി, ലാൻഡ്സ്കേപ്പിംഗ് ആയി, അതുമായി കണക്ട് ചെയ്ത് നമ്മൾ ഇന്റീരിയറും ഡിസൈൻ സ്റ്റേജ് കഴിഞ്ഞു. ഇനി അതിനനുസൃതമായി നമുക്ക് ഇന്റീരിയർ എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡ്രോയിങ്ങുകളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഇലക്ട്രിക്കൽ ലേഔട്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്റീരിയർ ഒരുമിച്ച് ചെയ്യാതെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിലേക്ക് പോയാലുള്ള ഒരു ബുദ്ധിമുട്ട്, ഇപ്പൊ നമ്മളൊരു ഒരു വാളിൽ നമ്മളൊരു മ്യൂറൽ വെക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അത് ഇപ്പൊ ഒരു ഈവനിങ്സിലോ നൈറ്റിലൊക്കെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അതിലേക്ക് ഒരു പിക്ചർ ലാമ്പ് കൊടുക്കേണ്ടിയിരിക്കും. അങ്ങനെ ഒരു ലാമ്പ് അവിടെ കൊടുക്കണം എന്നുള്ളത് ഇന്റീരിയർ ഡിസൈൻ കഴിഞ്ഞാലേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഇന്റീരിയർ ഡിസൈൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം എവിടെ, ഈവൻ സ്ലാബിലെ പോയിന്റ്സ് മാത്രമല്ല, വാളിലാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എവിടെയൊക്കെ എന്തൊക്കെ പോയിന്റ്സ് വരുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ നമുക്ക് കിട്ടും. ഞാൻ ഒരു എക്സാമ്പിൾ ജസ്റ്റ് സൂചിപ്പിച്ചു മാത്രം. ദെൻ MEP ഡ്രോയിങ്സ് ഉണ്ടായിരിക്കും. MEP മീൻസ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഡ്രോയിങ്സ്. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കൽ വയറിംഗ്, പ്ലംബിംഗ്, ഇങ്ങനെ കാര്യങ്ങളുടെയൊക്കെ എഫിഷ്യൻസി അച്ചീവ് ചെയ്യാൻ പറ്റും. അനാവശ്യമായിട്ട് നമുക്ക് വയറിംഗിന്റെ ലെങ്ത് കൂടില്ല. ഏറ്റവും എഫിഷ്യന്റ് വേയിലൂടെ നമുക്കത് കൊണ്ടുപോകാൻ സാധിക്കും. ദെൻ സ്റ്റേജ് 9ലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സൈറ്റിലെ വർക്ക്, ഇപ്പൊ നമ്മുടെ ഡിസൈൻ പ്രോസസ്സ് പ്രോഗ്രസ് ചെയ്യുന്നതിന് പാരലായിട്ടാണ് സൈറ്റിലെ വർക്ക് ഏകദേശം നമ്മുടെ പടവ്, വാർപ്പ് ഒക്കെ കഴിഞ്ഞു കാണും. അപ്പൊ അടുത്ത് പ്ലാസ്റ്ററിംഗ് ആയിരിക്കും സൈറ്റിൽ ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ്, പെയിന്റിങ്ങിന്റെ ഡീറ്റെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതൊക്കെ ഡ്രോയിങ്സ് ആയിട്ടാണ് കൊടുക്കാറ്. ചിലപ്പോൾ എക്സ്റ്റീരിയർ ഒരു പെർട്ടിക്കുലർ സൈഡിൽ നമുക്കൊരു പെയിന്റ് ഫിനിഷ് ഉണ്ടെങ്കിൽ അത് ഏത് കളർ ഷെയ്ഡ് ആണെന്നുള്ളത് നമ്മൾ സാമ്പിൾ ചെയ്ത് ഫൈനൽ ചെയ്തിട്ടാണ് സൈറ്റിൽ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഡ്രോയിങ് ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരിക്കും. ചില പ്രോജക്ട്സിൽ കാർ പോർച്ച് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിരിക്കും. ഞാൻ നേരത്തെ കാണിച്ച എക്സാമ്പിൾ പ്രൊജക്ട് അങ്ങനെ ഒരെണ്ണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പോർച്ചിന്റെ ഡ്രോയിങ്ങുകൾ. പിന്നെ നമുക്ക് പാരലലി മുറ്റത്തെ വർക്കുകൾ, മതില്, കാര്യങ്ങളൊക്കെ പതിയെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഡ്രോയിങ്ങുകൾ. ദെൻ എക്സ്റ്റേണൽ വോൾ, റൂഫ്, ഫിനിഷിംഗ് എലമെന്റ്സ്, ചെറിയ ക്ലാഡിംഗ് ഡീറ്റെയിൽ, ബോർഡർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്റ്റേജ് 10ലേക്ക് വരുമ്പോഴേക്കും ഇപ്പൊ നമ്മുടെ വീടിന്റെ സ്ട്രക്ചർ ഒക്കെ വർക്കുകൾ കഴിഞ്ഞു. സീലിംഗിന്റെ ഡീറ്റെയിലുകളാണ് ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ സീലിംഗ് ഡീറ്റെയിലുകളുടെ ഡിസൈൻ നമ്മൾ തുടക്കത്തിൽ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത കൂട്ടത്തിലുണ്ട് കാര്യങ്ങൾ, ഡിസൈൻ അവിടെ ഉണ്ട്. ഇനി അതിനെ ബേസ് ചെയ്ത് അങ്ങനെ സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ട ഡ്രോയിങ്ങുകളും മെഷർമെന്റ്സും ആണ് നമുക്ക് വേണ്ടത്. പിന്നെ അത് ചെയ്യുന്ന വർക്കേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും. അപ്പൊ അതാണ് സ്റ്റേജ് 10ൽ വരുന്നത്. സീലിംഗ് ഡീറ്റെയിൽസ്, ദെൻ ടൈലിംഗ് ലേഔട്ട്സ്, അതൊക്കെയായിരിക്കും അടുത്ത ഘട്ടങ്ങൾ. അത് കഴിഞ്ഞാൽ സ്റ്റേജ് 11ൽ വാൾ ഡീറ്റെയിൽസ്, പിന്നെ കാർപ്പൻട്രി ഡ്രോയിങ്സ്, ഇങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് വരും. സ്റ്റേജ് 12 അഗൈൻ സെക്കൻഡ് സെറ്റ് ഓഫ് കാർപ്പൻട്രി ഡ്രോയിങ്സ് ആണ്, മോഡുലാർ കിച്ചൺ, ജോയിനറി. ദെൻ ഫിനിഷിംഗ് സ്റ്റേജ്, ഫാബ്രിക്കേഷൻ ബോക്സ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത്, അങ്ങനെയൊക്കെ. സ്റ്റേജ് 13 എത്തുമ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് ഫർണിഷിംഗിലേക്ക് അടുത്തു. ലൈറ്റുകളുടെ സെലക്ഷൻ നമ്മുടെ ഡിസൈനിലേക്ക് മാച്ച് ആവുന്നു. അഗൈൻ ഇതെല്ലാം നമ്മൾ ഈ അവസാനം ഈ സെലക്ഷൻ പ്രോസസ്സ് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ ഡിസൈൻ എല്ലാം നമ്മൾ ഒരുമിച്ച് ആദ്യം ചെയ്ത് കഴിഞ്ഞു. സ്ട്രക്ചറും ഇന്റീരിയർ ലാൻഡ്സ്കേപ്പും ഡിസൈൻ അവിടെ ഉണ്ട്. അതിനെ ബേസ് ചെയ്ത് അതിന്റെ സെലക്ഷനും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ അവസാന ഘട്ടത്തിൽ ചെയ്യുന്നത്. ലൂസ് ഫേർണിച്ചർ എന്തെങ്കിലും ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്യാത്ത ചില ചെയറുകൾ ചിലപ്പോൾ നമ്മൾ വാങ്ങുന്നുണ്ടാവാം. അഗൈൻ അത് നമ്മുടെ തീമിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മുടെ സ്പേസിന്റെ സൈസുമായിട്ട് മാച്ച് ആവേണ്ടതുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ്, കേർട്ടൻ ഡീറ്റെയിൽസ്, ഡെക്കോർസ് ആൻഡ് ഫാബ്രിക്സ്. ഫാബ്രിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്ലോത്തുകൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വീടിനെ സംബന്ധിച്ച് കാർപ്പറ്റുകൾ വരുന്നുണ്ടാവും, നമ്മൾ സോഫകൾക്ക് ഉപയോഗിക്കുന്ന ക്ലോത്ത്, അതിന്റെ കളർ, അതിന്റെ ടെക്സ്ചർ, അതിന്റെയൊക്കെ സെലക്ഷൻ. പിന്നെ കേർട്ടൻസ് വരുന്നുണ്ടാവും. ഇതൊക്കെയാണ് ഫാബ്രിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ 14ാമത്തെ ഘട്ടം കോമ്പൗണ്ട് വാള്, ഗേറ്റ്, ഇതും പാരലലി നടക്കുന്നുണ്ടാവും. നമുക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് കഴിഞ്ഞല്ല ഒന്ന് കാണിക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ ഇന്റീരിയറിനൊക്കെ പാരലായിട്ട് തന്നെ പുറത്ത് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. കോമ്പൗണ്ട് വാളിന്റെ വർക്ക് മോസ്റ്റ്ലി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമുക്ക് പതുക്കെ വീടുമായി ബന്ധപ്പെട്ട ബാക്കി കൺസ്ട്രക്ഷൻ ബേസ്ഡ് കാര്യങ്ങളൊക്കെ സൈറ്റിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ചെടികളൊക്കെ വെക്കാൻ സാധിക്കുക. നല്ല മണ്ണ് ലേ ചെയ്യേണ്ടതുണ്ട്. സോ ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങൾ, അങ്ങനത്തെ വർക്കുകൾ നടക്കുന്നുണ്ടാവും. ഹാർഡ്സ്കേപ്പിംഗ് ചെയ്യുന്നുണ്ടാവും. ദെൻ കേർട്ടൺ, ആക്സസറി, ഡെക്കോഴ്സിന്റെ ഫിറ്റിംഗ് വരുന്നുണ്ടാവും.
ദെൻ ഒരു ഫൈനൽ സ്റ്റേജിൽ നമുക്ക് ഹൗസ് വാമിങ്ങിനൊക്കെ തൊട്ട് മുൻപായിട്ട് ഇതെല്ലാം നമ്മളൊന്ന് ക്യൂറേറ്റ് ചെയ്യുന്നുണ്ടാവും. ക്യൂറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ നമ്മൾ പറയാം, ഇതെല്ലാം കൂടെ ഒന്ന് പുട്ട് ടുഗെദർ. ഇതിനൊക്കെ ചില പ്രൊപ്പോർഷൻസ് ഉണ്ടല്ലോ, ഓരോ റൂമിലും ഓരോ ഫേർണിച്ചർ ആണെങ്കിൽ ഇരിക്കേണ്ട ഒരു പൊസിഷൻ, അതിന്റെ അലൈൻമെന്റ്. ഒരു ടേബിളിന് മേലെ ആണെങ്കിൽ ഒരു ടേബിൾ ലാമ്പ് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ വെച്ചാലായിരിക്കും ചിലപ്പോൾ അത് അതിന്റെ ഒരു പൂർണ്ണമായ ഭംഗി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനെയുള്ള ഇൻപുട്ടുകളെല്ലാം നമ്മുടെ സൈഡിൽ നിന്ന് കൊടുക്കും. ഇതൊക്കെ ഹൗസ് വാമിങ്ങിന്റെ ഒരു തൊട്ട് മുന്നേ നടക്കുന്ന ഘട്ടമാണ്. ദെൻ കംപ്ലീഷൻ ഓഫ് ദി പ്രോജക്ട്. നമ്മൾ ലീഗലി ഒരു കംപ്ലീഷൻ ഡ്രോയിങ് കൊടുത്ത് കംപ്ലീഷൻ വാങ്ങിയാലാണല്ലോ നമുക്ക് വീട്ടു നമ്പർ കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പൊ അങ്ങനെയാണ് ഒരു പ്രോജക്റ്റിന്റെ ഘട്ടങ്ങൾ കടന്നു പോകുന്നത്. ഓക്കെ, അഗെയിൻ ദെൻ നമ്മുടെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ള, ഇപ്പോൾ ഈ ഒരു സ്ലൈഡിൽ 2 വശങ്ങളുണ്ട്. അതിൽ മേലെ കാണുന്നത് നമ്മൾ ഇനീഷ്യലി ചെയ്ത ഡിസൈനാണ്. അപ്പൊ ആ ഡിസൈനിന്റെ സമയത്ത് തന്നെ നമ്മൾ വീട് മാത്രമല്ല, ആ വീട്ടിൽ എവിടെ ലാൻഡ്സ്കേപ്പിംഗ് വരണം, അതിനുള്ളിൽ എവിടെ ഫേർണിച്ചർ വരണം, ഇതെല്ലാം നമ്മൾ ഏകദേശം കണക്റ്റഡ് ആയി ഒരുമിച്ചാണ് ഒരു ഡിസൈൻ ഫയലിലാണ് ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് പോരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് മോർ ഓർ ലെസ് ദ സെയിം എന്നുള്ള രീതിയിൽ നമുക്ക് അതിന്റെ ഔട്ട്കം കാണാൻ സാധിക്കും. ഒരു പ്ലാന്റർ ബോക്സ് വരുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് നമുക്ക് തുടക്കത്തിലേ അറിയാം. നമ്മൾ അവസാനമല്ല പോയിട്ട് എവിടെയാണ് ചെടി വെക്കുന്നത് തീരുമാനിക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അനദർ എക്സാമ്പിൾ, ഇത് നമ്മുടെ കുറച്ച് മുൻപ് ചെയ്തൊരു പ്രൊജക്റ്റ് ആണ്, അതുകൊണ്ടാണ് കമ്പാരിറ്റീവ്ലി കുറച്ച് പഴയ ഫയലാണ്. ഇത് സ്റ്റോറിയിൽ നിന്ന് സ്ക്രീൻഷോട്ട് ചെയ്തതാണ്. ഐ തിങ്ക് ഇറ്റ് വാസ് ഡൺ ഇൻ 2017 ഓർ സോ. അഗെയിൻ അതില് 3D ഫൈനലി നമ്മൾ അവിടെ ചെയ്തു വന്ന കാര്യങ്ങൾ കാണാൻ പറ്റും. ഈവൻ ദ പ്ലാൻ സെലക്ഷൻ യു ക്യാൻ സി. നമ്മൾ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ചെടികൾ പോലും നമ്മൾ വളരെ പ്രീ ഡിസൈൻഡാണ്. നമുക്കറിയാം ഡിസൈൻ സ്റ്റേജിൽ തന്നെ അവിടെ ഏത് ചെടിയായി വരുന്നതായിരിക്കും നല്ലത് എന്നുള്ളത്. അത് തന്നെയാണ് നമ്മൾ ക്ലയന്റും നമ്മുടെ അടുത്ത് നമ്മുടെ അഡ്വൈസിന് അവർ വാല്യൂ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഫൈനൽ ഫിനിഷിംഗ് ഘട്ടം വരെ അത് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. പിന്നെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു വീട് എന്നുള്ളത് സംബന്ധിച്ച് ഞങ്ങൾ അതിലൊരു ഫേർണിച്ചറിനെ പോലും ചെറുതായിട്ട് കാണാറില്ല. ഇതാ വീട്ടിലൊരു ഷൂ റാക്കാണ്, ബട്ട് സ്റ്റിൽ അതിനും അതിൻ്റെതായ ഒരു ഡ്രോയിങ്ങും ഫംഗ്ഷനാലിറ്റിയും കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തി അതിൻ്റെതായ ടെക്നിക്കാലിറ്റിയും ഡ്രോയിങ്ങും ഫോളോ ചെയ്തിട്ടാണ് നമ്മളത് എക്സിക്യൂട്ട് ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങൾ കടന്നു വരുന്നത്. ഐ തിങ്ക് ഇതിനകം നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിലൂടെ ഇന്റീരിയറും ലാൻഡ്സ്കേപ്പിങ്ങും സ്ട്രക്ചറും, അതല്ലെങ്കിൽ ഇത് ഒരുമിച്ച് ഡിസൈൻ ചെയ്യേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ കുറച്ച് പെട്ടെന്നാണ് പറഞ്ഞത്, ബട്ട് സ്റ്റിൽ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് സമയപരിമിതി ഉണ്ട്. സോ ഫോർ ഇൻസ്റ്റൻസ് ഞാൻ ഡിസ്കഷൻ നമ്മുടെ ഓപ്പൺ ഡിസ്കഷൻ പാർട്ടിലേക്ക് മൂവ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. യെസ് സർ, താങ്ക് യു സർ. നമുക്ക് Q&A സെഷനിലോട്ട് മൂവ് ചെയ്യാം. Q&A സെഷൻ നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ഹാൻഡ് റേസ് ചെയ്ത് ആ ഹാൻഡ് റേസ് ചെയ്യുന്ന ഓർഡറിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആ ഒരു ഓർഡറിൽ പോകാം. നമുക്ക് കുറച്ചും കൂടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജേർണി കിട്ടും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വിവേക് ഗോവിന്ദൻ സാർ ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. സാർ അൺമ്യൂട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഹായ് രോഹിത് സാർ. ഓക്കെ, ആക്ച്വലി ഞാനും ഒരു ഇന്റീരിയർ ഡിസൈനർ ആണ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു സീ യു ആൻഡ് ബി പാർട്ട് ഓഫ് യുവർ പ്രോഗ്രാം. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു നമ്മളെ ഇടയിൽ ഒരുപാട് ക്ലയൻസും ഒരുപാട് അറിവ് നേടാൻ നിൽക്കുന്ന വ്യക്തികൾ ഒരുപാടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിലെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയാ, ഇപ്പൊ ഇത്രയും ഇപ്പൊ നമുക്ക് പലതവണ ക്ലയൻസിനെ കിട്ടുമ്പോഴും അവര് ഡയറക്ട്ലി വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാന് വേണം. മീൻസ് അതൊരു അറിവില്ലായ്മയുടെ ഒരു ചെറിയൊരു കാരണത്താലാണ് നമുക്ക് പ്ലാന് വേണം എന്ന് പറയും. അപ്പോഴും നമ്മൾ ഇത്രയും പ്രോസസ്സുകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും പലരുടെയും എന്താ പറയാ, പലർക്കും ടൈമിന്റെ ഒരു അപാകത, അങ്ങനെയുള്ള ഒരു എക്സ്പ്രഷൻ നമുക്ക് അവരിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സാർക്കൊന്ന് ജസ്റ്റ് അത് ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ, അതായത് ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്നതിന്റെ ഗുണം, അതിനിപ്പോ ഒരു നമ്മൾ എന്തായാലും സ്വാഭാവികമായിട്ട് ഒരു ഡിസൈനർ ഫീ ഒക്കെ നമ്മൾ ഈടാക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്താണെന്നുള്ളത് കൂടി സാർക്കൊന്ന് നമ്മളെ ബാക്കിയുള്ള ഓഡിയൻസിന് പറയാൻ പറ്റുന്നെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഷുവർ ഷുവർ. അപ്പൊ ഇതിനെല്ലാം ഡ്രോയിങ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു വെയ്ഗ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു അസംഷനെ ബേസ് ചെയ്തോ നമ്മൾ സൈറ്റിൽ ഒന്നും ചെയ്യാൻ പോണില്ല. അങ്ങനെ ഒരു പ്രോസസ്സാണ് ഞങ്ങൾ ഫോളോ ചെയ്യാറുള്ളത് ബേസിക്കലി. അപ്പോൾ അതിനെ പറ്റിയാണ് എനിക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളൊരു വീടിന്റെ മൊത്തം ഡ്രോയിങ്, വീടിന്റെ സ്ട്രക്ചർ തീരുന്നവരെയുള്ള എല്ലാ ഡ്രോയിങ്ങും എന്ന് പറയുമ്പോൾ നമ്മുടെ സൈറ്റിൽ ഒരു ലിൻഡൽ വർക്ക് ആണെങ്കിൽ അതിലെ ഇടാൻ പോകുന്ന കമ്പികൾ തമ്മിലുള്ള അകലത്തിന് അടക്കം നമ്മുടെ ഡ്രോയിങ്ങിൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. ഓക്കെ,
നമ്മൾ ചിലര് ഭയപ്പെടാറില്ലേ, നമ്മൾ കോൺട്രാക്ടർ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര സ്റ്റീൽ ഇടുന്നുണ്ടോ, കൂടുതലായി പോവോ, കുറഞ്ഞു പോവോ. അപ്പൊ ആ ഒരു ടെൻഷൻ നമുക്ക് അവിടെ നിലനിൽക്കുന്നത് അതിന് അടിസ്ഥാനമായിട്ടൊരു ഡ്രോയിങ് ഇല്ലാത്തപ്പോഴാണ്. ഇതൊരു ഒരു റീഡബിൾ ഫോർമാറ്റിൽ ഇതൊരു പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ ഇത് ആർക്കും ചെക്ക് ചെയ്യാം. എന്റെ ഹെൽപ്പ് വേണമെന്ന് നിർബന്ധമില്ല, അതല്ലെങ്കിൽ നമ്മുടെ സൈറ്റ് സൂപ്പർവൈസറുടെ അല്ലെങ്കിൽ ഒരു ടീമിന്റെ ഹെൽപ്പ് വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ മൊത്തം ഡ്രോയിങ് ചെയ്ത് തീരുകയാണെങ്കിലുള്ള ഒരു അഡ്വാൻറ്റേജ് അതാണ്. ഇത് വീട് വെക്കാൻ പോകുന്ന ആൾക്കും ഇതിനെപ്പറ്റി ഒരു കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. പിന്നെ അതിലൊരു സംശയങ്ങളില്ല, നമുക്ക് അതിലൊരു മിസ്റ്റേക്കുകൾ വരുമോ അങ്ങനെയുള്ള സംശയങ്ങൾ വരില്ല. പിന്നെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് ശരിയാണ്, നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന പല ആളുകളും ഞാൻ ഏകദേശം കുറ്റിയടിക്കാനുള്ള ദിവസമൊക്കെ കണ്ടിട്ടുണ്ട്. അത് അടുത്ത ആഴ്ചയാണ് അല്ലെങ്കിൽ അടുത്ത ആഴ്ചയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മളിപ്പം വരാറുണ്ട്. അങ്ങനത്തെ ഒരു കേസിൽ ഞാൻ പരമാവധി ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പോലെ ഈ ഘട്ടങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഇരുന്ന പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ കണ്ടക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓരോ പ്രൊജക്റ്റും സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അവർക്കൊരു അവയർനെസ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ബട്ട് ഈവൻ ദെൻ ഒരു പെർട്ടിക്കുലർ ഡേ ഓർ ടൈം ഫോർ സ്റ്റാർട്ടിങ് ദ വർക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ദം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാറില്ല, അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ഒരു പ്ലാനിങ് സ്റ്റേജ് എങ്കിലും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അറിയാലോ സൈറ്റിൽ വീട് എവിടെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് വേണമെങ്കിൽ ഒരു കുറ്റിയടിക്കുന്ന ചടങ്ങൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഒരു ദിവസമോ സമയമോ വളരെ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ആ സമയത്ത് ചെയ്തിട്ട് ദെൻ ഈ മൊത്തം ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫർദർ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത്. താങ്ക് യു സർ. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പം പല കേസുകളിലും ആർക്കിടെക്ചറലി അല്ലെങ്കിൽ വെറും ഒരു പ്ലാനുമായിട്ട് പല ക്ലയൻസും വീട് പണിത് കഴിഞ്ഞിട്ട് അറ്റ് ദ വെരി ലേറ്റർ സ്റ്റേജ് ആയിരിക്കും, ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും ഇന്റീരിയറിന് വേണ്ടി വരുന്നുണ്ടാവുക. അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് ചാലഞ്ചസ് ലാസ്റ്റ് ടുവേർഡ്സ് എൻഡ് ഫേസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ പോയിന്റ്സ് ആയിക്കഴിഞ്ഞാൽ, പ്ലംബിംഗ് പോയിന്റ്സ് ആയിക്കഴിഞ്ഞാൽ, പ്ലാനിങ്ങിന്റെ അപാകത കാരണം ഉണ്ടാകുന്ന ഒരുപാട് ചാലഞ്ചസ് നമുക്ക് സൈറ്റിൽ വരാറുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇത് ഫ്രീ ആയിട്ട് പ്ലാൻ ചെയ്ത് അതിനെ അത്രയും സിസ്റ്റമാറ്റിക്കലി ഫോളോ ചെയ്യുവാണെങ്കിൽ ലൈഫ് ബിക്കംസ് ഈസിയർ, എല്ലാവർക്കും വളരെ സ്മൂത്ത് ആയിട്ട് വർക്കബിൾ ആയിരിക്കും. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സർ. നെക്സ്റ്റ് വരുന്നത് സബ് ഡിവിഷൻ ടെക്നിക്കൽ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നതാണ്. നമസ്കാരം സർ. സാറെ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഗിരീഷാണ് ആക്ച്വലി. അത് പെട്ടെന്ന് ഓൺ ചെയ്ത സമയത്ത് വന്നതായിരിക്കും സബ് ഡിവിഷൻ ടെക്നിക്കൽ ഓഫീസർ എന്നുള്ളത്. ആക്ച്വലി പോലീസിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, പറയാനുള്ളത് ഇപ്പൊ നിങ്ങൾ കാണിച്ച ഡ്യൂറിങ് ദ സെഷനിൽ കാണിച്ചിട്ടുള്ള പല സ്ഥലത്തും ഒരുപാട് ഓപ്പണിംഗ് ആൾറെഡി ഉണ്ട്. ഒരുപാട് ഓപ്പണിംഗ് പറഞ്ഞാൽ ഒരു ബെഡ്റൂമിന്റെ ആയാലും ലിവിംഗ് റൂമിന്റെ ആയാലും ഒരു വാൾ കംപ്ലീറ്റും നമ്മളെ ഗ്ലാസ് ആണ്. അങ്ങനെ വെക്കുന്ന സമയത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, അവിടെ ഒന്ന് സ്പാൻ വരും, മുകളിലും താഴെയും വരും, നല്ല വലുപ്പത്തിലാണ് അത് നിൽക്കുന്നത്, അതൊക്കെ. അങ്ങനെ നമ്മൾ ഇടുന്ന സമയത്ത് ഇതിന്റെ ബാക്കി 2 വാള് അല്ലെങ്കിൽ ബാക്കി ബെഡ്റൂമിലൊക്കെ ഒരു വാൾ കംപ്ലീറ്റ് തീർത്ത് കഴിഞ്ഞാൽ, ഒരു ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞാൽ, അപ്പൊ അവിടെ ബാക്കിയുള്ള നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി ഉദ്ദേശിക്കുന്നത് ഒരു 4 മറ്റെന്താ പറയാ ഡോറുള്ള വാർഡ്രോബും പ്ലസ് ഒരു മറ്റെന്താ പറയാ നമ്മുടെ ഒരു ചെറിയ ടേബിൾ, അതിന്റെ ഉള്ളിൽ തന്നെ അതിന്റെ മുകളിൽ ഒരു ചെറിയ ബുക്കുകൾ വെക്കുന്ന അങ്ങനെയുള്ള പരിപാടി. ബാക്കിയുള്ള അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ ഒരു ബെഡ്റൂമിൽ അത്യാവശ്യം വേണ്ട, അങ്ങനത്തെ സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലം തികയുമോ? അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ മിനിമം എത്ര കണ്ട് സ്പേസ് നമ്മൾ കാണണം? ഒരു കിങ് സൈസ് ബെഡോ അല്ലെങ്കിൽ ക്യൂൻ സൈസ് ബെഡോ അതിൽ ചെയ്യുമ്പോൾ അത് കാരണം അങ്ങനെയാണല്ലോ വരും. ഇപ്പൊ ഇത്രയും ഒരു വാൾ കംപ്ലീറ്റും വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ അസറ്റിക് ഫീൽഡ് നമുക്ക് വരുമ്പോൾ അത്രയും വലിയ ബെഡ്റൂം ആവണം. അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ എത്ര കണ്ട് നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ സാർ കാണിച്ച പോലെ ചെയ്യുമ്പോൾ മിനിമം എത്ര ലെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഏരിയ നമ്മൾ കാണണല്ലേ? മനസ്സിലായി. അപ്പൊ ഇതെല്ലാം ഓരോ പ്രൊജക്ടിനും സ്പെസിഫിക് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഡിസിഷൻസ് ആണ്. ഇപ്പൊ നമ്മൾ കണ്ട ആ ഒരു പ്രൊജക്റ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കുഴപ്പമില്ലാത്ത സൈസുള്ള ബെഡ്റൂമാണ് അത്. ഒരു 12-14 സൈസുള്ള ഒരു ബെഡ്റൂമാണ്. അതിൽ ചെറുതും അതിനേക്കാൾ വലുതും ഒക്കെ ആയ ബെഡ്റൂംസ് നമ്മൾ ഡിസൈൻ ചെയ്യാറുണ്ട്. അപ്പോ നമ്മൾ തുടക്കത്തിൽ ശരിക്ക് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ആ പ്രൊജക്ടിന്റെ ബഡ്ജറ്റ്, നമ്മൾ എത്ര ഏരിയ ഉള്ള വീടാണ് വെക്കാൻ പോകുന്നത്, അതിനുള്ളിൽ എത്ര ബെഡ്റൂംസ് വേണം. അപ്പൊ നമ്മൾ അവിടുന്ന് ഇങ്ങനെ താഴേക്കാണ് ഇതിനെ സെറ്റ് ചെയ്ത് വരിക. അപ്പൊ നമ്മള് അഗെയിൻ ആ വീട് ഉപയോഗിക്കാൻ പോകുന്ന ആളുടെ പ്രൈവസി ആസ്പെക്ട്സ് അതൊക്കെ കണക്ട് ചെയ്താണ് നമ്മൾ അങ്ങനെ ഒരു ഓപ്പണിങ്ങിന്റെ ഡിസിഷനിലേക്ക് എത്തുക. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ആ റൂമിലാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു വാക്കിൻ വാർഡ്രോബ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഓൾറെഡി നമുക്കൊരു സർട്ടൺ സ്റ്റോറേജ് അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ടോയ്ലറ്റ് സെപ്പറേറ്റ് ഒരു മൊഡ്യൂൾ ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ റൂമിനകത്ത് ഒരു സൈഡ് നമ്മൾ കണ്ട പോലെ തന്നെ കംപ്ലീറ്റ്ലി ഓപ്പണിംഗ് ആണ്.
പിന്നെ കട്ടിൽ കഴിഞ്ഞ 2 സൈഡിലും ബാക്കി സ്പേസ് കിടക്കുന്നുണ്ട്. അതിലെ ഒരു സൈഡിൽ അഡീഷണൽ ഒരു വാർഡ്രോബും ആ വാർഡ്രോബിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു സ്റ്റഡി ടേബിളും കിടക്കുന്നുണ്ട്. അപ്പൊ അത് ചോദിച്ചത് ശരിയാണ്. നമ്മൾ റൂമിനുള്ളിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ ആലോചിച്ച് അതിനെ ബേസ് ചെയ്താണ് നമ്മൾ റൂം സൈസ് ഫിക്സ് ചെയ്യാറ്. നമുക്ക് റൂമിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു റൂം സൈസ് തന്നെ എടുക്കേണ്ടി വരും. അപ്പൊ നേരെ മറിച്ച് നമുക്ക് ഏരിയ നമ്മളൊന്ന് കട്ട് ഷോർട്ട് ചെയ്ത് ഒരു ചെറിയ ഏരിയയിൽ നമുക്ക് ബെഡ്റൂംസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റിക്വയർമെന്റ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റഡി ഏരിയ കമ്പൈൻഡ് ആയിട്ട് കൊടുക്കാൻ നോക്കും. ലൈക്ക് ചിലപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു കോമൺ ഏരിയയിൽ നമുക്ക് ഒരു സ്റ്റഡി ഏരിയ കൊടുത്താൽ 2 കുട്ടികളാണെങ്കിൽ 2 പേർക്കും ചിലപ്പോൾ അവിടെ സ്റ്റഡി ചെയ്യാം. റൂമിനകത്ത് നമുക്ക് സെപ്പറേറ്റ് സ്റ്റഡി ഏരിയക്കായിട്ട് ഏരിയ അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ നമുക്ക് പോകില്ല. അങ്ങനെ ഒരുപാട് സൊല്യൂഷൻസ് അതിനുണ്ട്. ബേസിക്കലി അത് ക്ലൈന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഡിസിഷൻ ആണ്. ഓക്കെ സാർ ഇപ്പൊ പറഞ്ഞത് ഓക്കെ. അപ്പൊ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു ജസ്റ്റ് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ വ്യക്തി പിടിക്കുന്നത് നമുക്ക് വരുന്നത് ഒരു 10 years മാക്സിമം. അത് കഴിഞ്ഞാൽ പിന്നെ 10 ഒരു 4 to നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റേ 10 or 15 മാക്സിമം ഇയേഴ്സ്. അത് കഴിഞ്ഞാൽ പിന്നെയാണ് അവരുടെ ജീവിതം തുടങ്ങുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് വീണ്ടും പ്രൈവസി അല്ലെങ്കിൽ ആ റിക്വയർമെന്റ് വീണ്ടും അവർ കോമൺ ഏരിയ മറ്റേ പ്രൈവറ്റ് ഏരിയയിലേക്ക് വേണ്ടി വരില്ലേ, അല്ലെങ്കിൽ ഒരു അവരുടെ ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് വരുമല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ കൊടുക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ബെഡ്റൂമിൽ തന്നെ അത് അച്ചീവ് ചെയ്യുന്നതാവില്ലേ നന്നാവുക. കാരണം കോമൺ ഏരിയ എന്നുള്ളത് നമ്മൾ കുറയ്ക്കുക പറഞ്ഞാൽ ബേസിക്കലി വേണ്ട നമുക്ക് ഒരു ലിവിങ്, ഒരു ഡൈനിങ്, അല്ലെങ്കിൽ സംതിങ് ഒരു പാഷ്യോ അതിന്റെ വിത്ത്, അതും ഒരു ഫാമിലി ലിവിങ് കൂടി ഒന്നിച്ച് ചേർന്നിട്ടുള്ള ഒരു സ്പേസിൽ എടുത്തിട്ട് ഇതിനൊക്കെയും ട്രാൻസ്ഫോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ ചെയ്താൽ അതല്ലേ കുറച്ചുകൂടി ബെറ്റർ. അത് അറിയാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, അത് ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ കഴിയും. ഇപ്പൊ ഇതിൽ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ രണ്ടുപേരുടെ തന്നെ കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ എന്റെ ബെഡ്റൂമിൽ ഒരു ടേബിൾ ഉണ്ടാവരുത് താല്പര്യപ്പെടുന്ന ആളാണ്. കാരണം നമ്മൾ വർക്കും നമ്മുടെ ബെഡ്റൂമും ഒരു സ്പേസിൽ ഉണ്ടാവരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അത് കോമൺ സ്പേസിൽ പ്ലേസ് ചെയ്യാനായിരിക്കും താല്പര്യപ്പെടുന്നത്. എന്ന് പറഞ്ഞ പോലെ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ വീട് വെക്കാൻ നമ്മളടുത്ത് അപ്രോച്ച് ചെയ്യുന്ന ആളുടെ ജീവിത രീതി എങ്ങനെയാണോ അവർ പ്രിഫർ ചെയ്യുന്നത് അവിടെ നമ്മൾ പ്ലേസ് ചെയ്യാറാണ്. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഈ കോമൺ ഏരിയയിൽ വെക്കേണ്ട മിനിമം റിക്വയർമെന്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കോമൺ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് അപ് ടു മറ്റേ നമ്മുടെ ഇതടക്കട്ടോ, എന്താ പറയാ, നമ്മുടെ അയണിങ് ടേബിള്, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ റോബോട്ടിക് ക്ലീനിങ് ഉണ്ടല്ലോ, അതിനുള്ള സ്പേസ്, ഇതെല്ലാം കാണേണ്ടി വരില്ലേ ഓരോ ഭാഗത്തും? ഡൗൺ സ്റ്റോർ ആണെങ്കിലും ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിലും. അതുപോലെ തന്നെ ഇപ്പോ പിന്നെ ഇപ്പോ ഏറ്റവും കൂടുതലായിട്ട് പല വീടുകളിലും ഉള്ള ഒരു കാര്യം നമ്മുടെ മിനി എന്താ പറയാ, ഒരു ഫ്ലോറിൽ നിന്ന് മറ്റേ ഫ്ലോറിലേക്ക് പോകാനുള്ള ഗ്ലാസ് ടൈപ്പോ അല്ലാത്തതോ ആയിട്ടുള്ള ചെറിയൊരു ഇതും കാണുന്നുണ്ട്. അത് നമുക്ക് ഭാവിയിലേക്ക് ആവശ്യം വരില്ലേ? മേ ബി കൂടുതൽ നമ്മുടെ ഫാമിലി ഒന്നിച്ചാണ് താമസിക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതെ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഒരു ഡീറ്റെയിൽ ചെക്ക് ലിസ്റ്റിലൂടെ കടന്നു പോയിട്ടാണ് ശരിക്കും നമ്മൾ ഡിസൈൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിലെല്ലാം ഉണ്ടായിരിക്കും. ലൈക്ക് നമ്മൾ ഓരോ റൂം ആണെങ്കിലും, നമ്മളിപ്പോൾ മാസ്റ്റർ ബെഡ്റൂം ആണെങ്കിൽ അതിൽ നമ്മൾ കിങ് സൈസ് ബെഡ് ആണോ ഇടുന്നത്, ക്വീൻ സൈസ് ബെഡ് ആണോ ഇടുന്നത്, അതിൽ നമുക്ക് സൈഡ് ടേബിൾസ് 2 സൈഡ് ടേബിൾസ് ആണോ ഉദ്ദേശിക്കുന്നത്, വാർഡ്രോബ് എങ്ങനെയാണ്, നമുക്ക് ബെഡ്റൂമിനുള്ളിലാണോ, വാക്കിൻ വാർഡ്രോബ് ആണോ, ടോയ്ലറ്റ് എങ്ങനെയാണ്, ഡ്രൈ വിത്ത് സെപ്പറേറ്റഡ് ആണോ, ബെഡ്റൂമിൽ തന്നെ കണക്റ്റഡ് ആണോ, അതോ അതിന് കുറച്ച് ഡിസ്റ്റന്റ് ആയിട്ട് വേണോ, ഇങ്ങനെ ഓരോ റൂമിനെ പറ്റിയും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചെക്ക് ലിസ്റ്റിലൂടെ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ സൈഡിൽ നിന്നും ഇങ്ങനെ ചെയ്ത എല്ലാ വശങ്ങൾക്കും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ടായിരിക്കും. അപ്പൊ അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതിനുശേഷമാണ് നമ്മൾ ശരിക്കും പ്ലാനിങ് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ഉണ്ടാവും. അപ്പൊ ലിഫ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. പുതിയ പല വീടുകളിലും തുടക്കത്തിൽ തന്നെ അത് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ലിഫ്റ്റുകൾ തന്നെ പല വിധം ഉണ്ട്. നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് കാണുന്ന പോലെ തന്നെ നമ്മൾ കൺസ്ട്രക്ഷന്റെ കൂടെ തന്നെ കോൺക്രീറ്റിൽ ഒരു പിറ്റ് താഴെ തന്നെ നമ്മൾ ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട ലിഫ്റ്റുകളുണ്ട്. അതല്ലാതെ ജസ്റ്റ് നമുക്ക് നമ്മുടെ സ്ലാബിൽ ഒരു കട്ടൗട്ട് മാത്രം ലീവ് ചെയ്താൽ നമുക്ക് ജസ്റ്റ് ഫ്ലോറിൽ കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ലിഫ്റ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. വളരെ ചെറുതായിരിക്കും, ബട്ട് സ്റ്റിൽ നമുക്ക് ഒരാൾക്കൊക്കെ ഈസി ആയിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അത് എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെ ഒരു സൗകര്യം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി കാണണം. ഇപ്പൊ നമ്മൾ ഇന്റീരിയറും സ്ട്രക്ചറും ഒരുമിച്ച് ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞ പോലെ ലിഫ്റ്റ് വരാൻ പോകുന്ന പൊസിഷൻ എന്നുള്ളത് ഇന്റീരിയറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ അത് സ്ട്രക്ചറിന്റെ കൂടെ തന്നെ കണ്ട് സ്ലാബ് വാർക്കുന്ന സമയത്ത് അവിടെ ഒരു സ്പേസ് ലീവ് ചെയ്യണം. അപ്പൊ അതിങ്ങനെ ഓഫ് കോഴ്സ് നമ്മളിങ്ങനെ കണക്റ്റഡ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് അതെല്ലാം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും.
ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ ഈ വേറെ ഒരു കാര്യം കൂടി എന്താ വെച്ചാൽ ഇപ്പൊ നിലവിൽ നിങ്ങൾ കാണിച്ച സാർ കാണിച്ച ഇതില് ഒരു ചെറിയ സ്ലിറ്റ് മാത്രം, ഐ മീൻ മറ്റേ എൻ്റയർ വാൾ വെർട്ടിക്കലി കാണുന്നു. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഗുണം അല്ലെങ്കിൽ അതിന്റെ എസ്തെറ്റിക് ഫീൽ എന്തായിരിക്കും? ഒരടിയുടെ മാത്രം ഒരടി മാത്രം മറ്റേ വീതിയുള്ള ഒരു വലിയൊരു ഓപ്പണിംഗ് കാണുന്നു. അതെ, മനസ്സിലായി. അത് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സൈറ്റിൽ നമുക്ക് ശരിക്കും ഏറ്റവും വലിയ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, അത്രയും വലിയ ഓപ്പണിങ്സ് ഒക്കെ വരുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഈ സൈറ്റ് കണ്ട് ഡിസൈൻ ചെയ്യുന്നതിന്റെ വേറൊരു അഡ്വാൻറ്റേജ്. നമ്മൾ അത്രയും വലിയ ഓപ്പണിങ്സ് ഒക്കെ യൂഷ്വലി കൊടുക്കാറ് വെയില് ഏറ്റവും കുറവടിക്കുന്ന ഡയറക്ഷനിലേക്കായിരിക്കും. ആ ഒരു റൂമിൽ നോക്കുകയാണെങ്കിൽ വലിയ ഓപ്പണിംഗ് കൊടുത്തുള്ള നോർത്തേൺ സൈഡിലേക്കാണ്. പിന്നെ ആ ഒരു സ്പ്ലിറ്റ് ത്രൂ ഔട്ട് സ്ലാബിലൂടെ ആ മൊത്തം റൂമിൽ 3 സൈഡിലൂടെയും കടന്നു പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഈ ഒരു സണ്ണിന്റെ മൂവ്മെന്റും കൂടി നമ്മൾ സൺ പാത്ത് കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ രാവിലെ നോക്കുകയാണെങ്കിൽ ഒരു ഈസ്റ്റേൺ സൈഡിൽ നിന്ന് ചെറുതായിട്ടൊരു വെയിലടിച്ച് തുടങ്ങുന്നത് ഒരു ദിശയിലായിരിക്കും ആ റൂമിനുള്ളിലൂടെ അതിന്റെ ഒരു വെളിച്ചം കാസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞാൽ അത് മാറും. അപ്പൊ അതൊരു ഡിഫറെന്റ് ഫീലാണ് ആ റൂമിനുള്ളിൽ ക്യാപ്ചർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ പറയില്ല, നമുക്ക് വാച്ച് നോക്കാത്ത സമയം പറയാമെന്നൊക്കെ. സിമിലർലി നമുക്ക് അതിലെ ഒരു ലൈറ്റ് മൂവ്മെന്റ് ഡിഫറെന്റ് ടൈമിൽ പല പാറ്റേൺ ആയിട്ട് പല ഡയറക്ഷനിൽ കാസ്റ്റ് ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിൽ ആ റൂമിൽ ആ സ്ലിറ്റ് കൊടുത്തതിലൂടെ കാണാൻ സാധിക്കാറുണ്ട്. ആ റൂമിലേക്കുള്ള ലൈറ്റിംഗ് അച്ചീവ് ചെയ്യുക. ഓക്കെ സാർ. പക്ഷെ അത് എനിക്ക് ചോദിക്കാനുള്ളത്, അത് ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് നടക്കുമോ? ഐ മീൻ അപ്സ്റ്റെയർ അപ്പോഴും നമ്മൾ സ്ലിറ്റ് കൊടുക്കേണ്ടി വരില്ലേ? അതല്ലെങ്കിൽ മറ്റോ സിംഗിൾ സ്റ്റോറി ബിൽഡിംഗിലല്ലേ അത് ഏറ്റവും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ? സിംഗിൾ സ്റ്റോറി ബിൽഡിംഗിലാണ് നമ്മൾ ചെയ്ത വീട്. ഡബിൾ സ്റ്റോറിയാണ്, ബട്ട് സ്റ്റിൽ ആ ലിവിംഗ് റൂമിന് മേലെ വേറെ റൂമൊന്നും വരുന്നില്ല. ഓക്കെ സാർ. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. കാരണം വെച്ചാൽ അത് നമുക്ക് ആ ഒരു മറ്റേ ഭാഗം സാർ ഇപ്പൊ പറഞ്ഞ പോലെ കൊടുക്കണമെങ്കിൽ അത്രയും നമുക്കത് കാഴ്ച ഉള്ള ഭാഗത്തായിരിക്കും ചെയ്യണം. ലിവിംഗ് റൂമിന്റെ മോൾ ഭാഗത്ത് വേറൊന്നും ചെയ്യാനും പാടില്ല. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്? ഓക്കെ. ഐ മീൻ ഡബിൾ സ്പേസ് നമുക്കത് ഇങ്ങനെ അവൈലബിൾ ആണോ? ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഡബിൾ സ്പേസ് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഈ പരിപാടി? ഹൈറ്റ് സ്പേസ് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ പെർട്ടിക്കുലർ പ്രോജക്റ്റിൽ ഒരു 1.5 ഫ്ലോർ ഹൈറ്റ് ആയിരുന്നു നമ്മൾ ഈ പറഞ്ഞ ഓപ്പണിംഗ് ഉള്ള സ്പേസ്. ഓക്കെ. അപ്പൊ ഡയറക്റ്റ് മറ്റേ വാളിലേക്ക് മാത്രമായിരിക്കും അതിന്റെ ലൈറ്റ് സ്പ്രെഡ് ചെയ്തിട്ട് വാളിന്ന് ഡിസ്ട്രാക്റ്റീവ് ലൈറ്റ് ആയിരിക്കും നമുക്ക് മറ്റേ ലിവിംഗ് റൂമിലേക്ക് കംപ്ലീറ്റ് വ്യാപിക്കുന്നത്. അങ്ങനെയല്ലേ സാർ ഉദ്ദേശിച്ചത്? അങ്ങനെയാണ് വരുന്നത്. അതെ. ഐ തിങ്ക് നമുക്ക് അഗൈൻ ഒന്ന് റൗണ്ട് ചെയ്ത് തിരിച്ചു വരണോ? മേ ബി വേറെ ആളുകൾക്ക് ചിലപ്പോൾ സംശയങ്ങൾ ചോദിക്കാനുണ്ടാവാം. ഓക്കെ സാർ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ സാർ. നെക്സ്റ്റ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് ബിജു ശങ്കർ ആണ്. ബിജു സാർ. സർ ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇത്. നമ്മളിപ്പോ ഒരു ബിൽഡിംഗ് അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. എന്റെ ഓൺ ഹൗസ് ബിൽഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിനകത്തൊരു ഇപ്പോഴത്തെ സ്റ്റേജ് ഫസ്റ്റ് ഫ്ലോർ വാർത്ത് കഴിഞ്ഞിട്ട് പടവ് കഴിഞ്ഞ് ലിൻഡിലും വാർത്തിരിക്കുകയാണ് സെക്കൻഡ് ഫ്ലോർ. അപ്പോ ഫസ്റ്റ് ഫ്ലോർ നമ്മള് സ്ലാബ് വാർത്തതിന് ശേഷം ഈ മഴ പെയ്തപ്പോഴത്തേക്കും തന്നെ താഴെ അതിന്റെ ആ ഒരു നനവ് അടിക്കുന്നുണ്ട്. അപ്പോ അത് ചോദിച്ചപ്പോഴത്തേക്കും അത് യൂഷ്വൽ ആയിട്ട് കാണുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോ ഒരു കോൺക്രീറ്റ് ആണ് എന്റെ ഒരു സംശയമാണ്. കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ നമ്മള് വാർത്ത കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വെള്ളം താഴോട്ട് വരാൻ പാടില്ല. നമ്മള് വാട്ടർ ലോഡ് ചെയ്ത് നമ്മൾ അതിനെ നനയ്ക്കുമ്പോഴത്തേക്കും താഴെ അത് വരാൻ പാടില്ല എന്നുള്ളതല്ലേ? അതൊന്നും. അപ്പൊ അങ്ങനെ വന്നതുകൊണ്ട് ഇപ്പൊ സെക്കൻഡ് ഫ്ലോർ നമ്മൾ അതിന്റെ റൂഫ് കൊളോണിയൽ ഡിസൈൻ ആണ്. കൊളോണിയൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത് സ്ലോ പ്രൂഫ് ആണ്. സ്ലോ പ്രൂഫ് വേണ്ടി ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ അവിടെയും ലീക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഒരു കോൺഫിഡൻസ് കുറവായി. അപ്പൊ നമ്മൾ ഈ വാർത്ത് കോൺക്രീറ്റ് ചെയ്തിട്ട് അത് അതിനകത്ത് ലീക്ക് വരുമെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അതിന്റെ ഒരു കോൺഫിഡൻസ് പോയി. അപ്പൊ അതിനകത്ത് ഞാൻ എന്റെ ഒരു സംശയം, ഇപ്പൊ വീണ്ടും ആ സ്ലോ പ്രൂഫ് നമ്മൾ ഈ ഇതുപോലെ ലീക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? പ്ലസ് അതല്ലാതെ ഒരു കാര്യം കൂടി, ഇപ്പൊ നമ്മൾ ഈ സ്ലോ പ്രൂഫ് നമ്മൾ ആസ് പെർ നമ്മുടെ എലിവേഷൻ അനുസരിച്ച് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മള് സ്ലാബ് വാർത്തിട്ട് പിന്നീട് ആ എലിവേഷൻ വരുന്ന ആ ഒരു പോർഷൻ നമ്മൾ ട്രസ് വർക്ക് ചെയ്ത് അതിന്റെ മേളിൽ സ്പ്രിങ്കിൾസ് ലേ ചെയ്തിട്ട് അത് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അതോ ഈ സ്ലോ പ്രൂഫ് തന്നെ നമുക്ക് ചെയ്യാം, പക്ഷെ കുറച്ചുകൂടി അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം സാർ. ഷുവർ. രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ നമുക്ക് സ്ലാബ് ലീക്ക് ചെയ്യുന്നതിന് പല കാരണങ്ങളാവാം. അപ്പൊ നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കാനില്ല, എനിവേ അതിന് സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇനി കാസ്റ്റ് ചെയ്യാനുള്ള സ്ലാബുകളിൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സ്ലാബിന്റെ ഉറപ്പും അതല്ലെങ്കിൽ വാട്ടർ റിപ്പലൻസി എന്ന് പറയുന്നത് ഒന്ന് ആ കോൺക്രീറ്റിങ്ങിന്റെ മിക്സിംഗ് റേഷ്യോ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പല മിക്സിംഗ് റേഷ്യോകളിൽ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യാറുണ്ട്. അതിലെ സിമെന്റും മണലും
നമ്മൾ അതിൽ മിക്സ് ചെയ്യുന്ന മെറ്റലും തമ്മിലുള്ള അനുപാതം വെച്ച് പല മിക്സിംഗ് റേഷ്യോകളുണ്ട്. M20, M15 എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഇതിലെ M20 എന്ന് പറഞ്ഞ അനുപാതത്തിലാണ് ശരിക്കും നമ്മൾ ഈ സ്ട്രക്ചറൽ സ്ലാബുകളൊക്കെ വാർക്കേണ്ടത്. അപ്പൊ അത് പലപ്പോഴും നമ്മളൊരു പരിധിക്കപ്പുറം ഇതിന്റെ ഒരു മോണിറ്ററിങ് എത്രത്തോളം നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇനി നമ്മൾ ചെയ്യുന്ന സ്ലാബുകൾ പക്ക M20 ഗ്രേഡിലാണ് കോൺക്രീറ്റ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സിമെന്റിന്റെ കമ്പനിയുടെ അസിസ്റ്റൻസ് നമുക്ക് ആവശ്യപ്പെടാം. അപ്പൊ അവർ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സാമ്പിൾ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ക്യൂബ് ടെസ്റ്റും സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ശരിക്ക് നമ്മൾ വാങ്ങുന്ന സിമെന്റിന്റെ കമ്പനികൾ നമ്മളെ അസിസ്റ്റ് ചെയ്യും. അപ്പൊ അത് വരുന്ന സ്ലാബുകൾ ഉപയോഗപ്പെടുത്തുക ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ചില സിമെന്റുകൾ, ഇപ്പൊ നമ്മൾ വേനൽക്കാലത്ത് ഒക്കെ സിമെന്റ് നല്ല സിമെന്റ് ആയിരിക്കും. ഇപ്പോൾ ACC അൾട്രാടെക് ഒക്കെ എല്ലാവരും കേട്ടിട്ടുള്ള നല്ല സിമെന്റുകളായിരിക്കും. പക്ഷെ അതിൽ തന്നെ ചിലത് നമ്മൾ വേനൽക്കാലത്തൊക്കെ വേണ്ടത്ര നനവ് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് അത് ഉണങ്ങുന്നതിന് മുൻപ് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അതിൽ ചെറിയ ക്രാക്കുകൾ ഫോം ചെയ്യാറുണ്ട്. അത് ആ സിമെന്റിന്റെ പ്രശ്നമല്ല, അതിന്റെ പ്രോപ്പർട്ടി അങ്ങനെയാണ്. പെട്ടെന്ന് വെള്ളം അബ്സോർബ് ആയി പോകുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ടാവാം ചിലപ്പോൾ അതിൽ നനവ് ഇറങ്ങുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഒരു നനവ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് പ്രോപ്പറായിട്ട് ക്യൂർ ചെയ്താലും ഈ താഴേക്ക് നനവ് ഇറങ്ങുന്നത് അവോയ്ഡ് ചെയ്യാൻ കഴിയും. പിന്നെ നേരത്തെ ചോദിച്ച രണ്ടാമത്തെ ഓപ്ഷൻ, നമ്മൾ ഫ്ലാറ്റ് സ്ലാബ് ചെയ്ത് അതിന് മേലെ സ്ലോപ്പിംഗ് റൂഫ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ യൂഷ്വലി അത്യാവശ്യം ബഡ്ജറ്റിലുള്ള വർക്കുകൾ, അത് ഒരു ബഡ്ജറ്റുമായി കണക്റ്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ് ആ രണ്ടാമത്തെ കാര്യം. കാരണം ഫ്ലാറ്റ് സ്ലാബ് ചെയ്തിട്ട് അതിന് മേലെ ഡ്രസ്സ് ചെയ്യണം എന്നുള്ളത്. കാരണം നമുക്ക് അവിടെ ഡബിൾ വർക്ക് വരും, ചൂട് കുറയും ഓഫ് കോഴ്സ്. അപ്പോൾ ഡബിൾ കോസ്റ്റ് അവിടെ വരും. നമുക്കൊരു കോൺക്രീറ്റ് സ്ലാബ് അവിടെ വാർക്കേണ്ടതുണ്ട്, അതിന് മേലെ സ്റ്റീലിൽ ഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. കമ്പാരിറ്റീവ്ലി സ്റ്റീലിന്റെ വർക്ക് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് റേറ്റ് വെച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് അതിന് മേലെ ഓർഡർ ചെയ്യേണ്ടത്. അപ്പൊ അതൊരു എക്സ്പെൻസും കൂടെ തട്ടിച്ച് നോക്കിയിട്ട് നമ്മൾ തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണ്. എനിവേ, ഇപ്പൊ ഒരു സ്ലോപ്പിംഗ് റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് നനവ് വരേണ്ടതല്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ കാലാവസ്ഥയിൽ നമ്മളൊരു സ്ലോപ്പിംഗ് റൂഫ് ചെയ്താൽ അതിന് മേലെ നിർബന്ധമായിട്ടും ഓടോ അതല്ലെങ്കിൽ വാട്ട് എവർ റൂഫ് കവറിംഗ് മെറ്റീരിയൽ നമ്മൾ എന്തായാലും ചെയ്യണം. അത് ചെയ്യുന്നതിന് മുൻപ് വാട്ടർ പ്രൂഫിങ് ചെയ്യണം. ഓക്കെ. അപ്പൊ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് നമ്മൾ ഈ സ്ലോപ്പ് തന്നെ നമ്മൾ റൂഫ് വാർത്തിട്ട് ഈ പ്ലാസ്റ്ററിംഗ് വാട്ടർ പ്രൂഫ് ചെയ്ത് അതിന് മേളിൽ സിംഗിൾസ് ഓരോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം നമുക്കൊരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാൻ പേടിക്കേണ്ടതൊന്നുമില്ല. സോൾവ് ചെയ്യാൻ വഴികളുണ്ട്. ഡ്രസ് വർക്കിലോട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാമെന്നാണ് പറയുന്നത് അല്ലെ? അല്ലാതെ തന്നെ ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ഡിസൈൻ എങ്ങനെ കൃത്യമായിട്ട് കിടക്കുന്നത് എനിക്കറിയില്ല. നമുക്ക് കോൺക്രീറ്റ് സ്ലാബ് ചെയ്യാൻ ഐഡിയൽ ആയിട്ടുള്ളത് ഒരു 33 ഡിഗ്രി വരെയൊക്കെയുള്ള ചെരിവാണ്. നമ്മളൊരു 45 ഡിഗ്രി ഒക്കെ വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ലോപ്പ് ഒക്കെ ആണെങ്കിൽ അത് ഡ്രസ്സിൽ ചെയ്യുന്നതാണ് ഐഡിയൽ. കാരണം ഈ കോൺക്രീറ്റ് നമ്മൾ പോർ ചെയ്യുമ്പോൾ തന്നെ താഴേക്ക് ഒലിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ഒരുപാട് സ്ലോപ്പ് കൂടുമ്പോൾ. അല്ലാത്ത പക്ഷം കോൺക്രീറ്റിൽ തന്നെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് ലിജേഷ് പ്രഭാകരനാണ്. സർ അൺമ്യൂട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. സാറേ, അതെ, നമ്മളിപ്പോ ലിഫ്റ്റ് പ്ലാൻ ചെയ്യുമ്പോ സാറിന്റെ അഭിപ്രായത്തില് ഏത് റൂമില് ആണ് കൂടുതലും നല്ലത്? എനിക്ക് തോന്നുന്നത് സ്റ്റെയറിന്റെ അടുത്താണോ അതോ എൻട്രൻസിന്റെ അടുത്താണോ അതോ? എനിക്ക് തോന്നുന്നു ഒരു കോമൺ സ്പേസിൽ കൊടുക്കുന്നതായിരിക്കും ഐഡിയൽ. എല്ലാവർക്കും ഉപയോഗിക്കാലോ. ഒരു വീട്ടിൽ ചിലപ്പോൾ ഫാമിലി ലിവിംഗ് പോലെയുള്ള എന്തെങ്കിലും സ്പേസോ അതല്ലെങ്കിൽ നമ്മളെ ഡൈനിങ് സ്റ്റെയറോ ഒക്കെ കണക്റ്റഡ് ആയിട്ട് വരുന്ന അങ്ങനെ ഒരു ഭാഗമാണെങ്കിൽ ചിലപ്പോൾ ബെഡ്റൂമിന്റെ ഡോർസ് അതിനടുത്തായിരിക്കും. അപ്പോൾ അത് കയറി എത്തിക്കഴിഞ്ഞാൽ മേലത്തെ നിലയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബെഡ്റൂമിലേക്ക് ആക്സസ് ചെയ്യാം, എല്ലാവർക്കും ഉപയോഗിക്കാം. അപ്പൊ ഒരു റൂമിനുള്ളിൽ കോമൺ സ്പേസിൽ കൊടുക്കരുത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളത്, പിന്നെ ഈ എല്ലാവരും പറയുന്ന വാസ്തു അനുസരിച്ചുള്ള പ്ലാൻ വേണം, വാസ്തു അനുസരിച്ചുള്ളത് വേണം. അപ്പൊ അത് നമ്മൾ ഏത് സ്റ്റേജിലാണ് അതിനെ പറ്റി ചിന്തിക്കേണ്ടത്? പ്ലാൻ ചെയ്യേണ്ടത് ഏത് സ്റ്റേജിലാണ്? ഓക്കെ, ഇതില് വാസ്തുവിൽ ശരിക്കും ഒരുപാട് തലങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വീട് വെക്കാൻ നമ്മളെ സമീപിക്കുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് വാസ്തു നോക്കിയിട്ടാണോ ചെയ്യുന്നത് അല്ലാതെയാണോ. ഇതിൽ വാസ്തുവിലെ ചില കാര്യങ്ങൾ ശരിക്കും നമ്മുടെ ക്ലൈമറ്റോളജി എന്ന് പറയും. ഇപ്പൊ നമ്മുടെ കാറ്റ്, പിന്നെ സൂര്യന്റെ മൂവ്മെന്റ്, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് വാസ്തുവിൽ. അപ്പൊ അതൊക്കെ നമ്മൾ ശരിക്കും സാധാരണ ഓൾറെഡി നമ്മളൊരു ബേസിക് പ്ലാൻ ചെയ്ത് പോകുമ്പോൾ തന്നെ അതിന്റെ ഒരു പൊസിഷൻസ്, വിൻഡോയുടെ പൊസിഷൻ, എയർ മൂവ്മെന്റ്സ്, അതൊക്കെ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ സോൾവ് ചെയ്ത് പോകാറാണ് പതിവ്. ഹലോ, ഗുഡ് ഈവനിങ് സർ.
ഗുഡ് ഈവനിങ്, വെരി ഗുഡ് പേര് ഈവനിങ്. ജെയ്സൺ, തൃശ്ശൂരിൽ നിന്ന്. 40 years ഏജ് എന്റെ. ഓക്കെ. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത്, ഇപ്പോ ലാൻഡ് ഇപ്പൊ കുറവാണ്, 6-7 സെന്റ് ആണ് ഉള്ളൂ. സോ അങ്ങനത്തെ സമയത്ത് ലൈക്ക് കാർ പാർക്കിംഗ് അണ്ടർഗ്രൗണ്ട് കൊടുക്കാൻ പറ്റുമോ? ചില ഫ്ലാറ്റിലൊക്കെ കാണുന്ന പോലെ അത് എങ്ങനെ എക്കണോമിക്കൽ ആണോ? ലൈക്ക് ഹൗ മച്ച് ബഡ്ജറ്റിൽ എത്ര ഡിഫറൻസ് വരും? നോർമലി ഒരു വീട്ടില് ചെയ്യാൻ പറ്റുമോ ഇങ്ങനത്തെ കാര്യം? കാർ പാർക്കിംഗ് ലൈക്ക് അണ്ടർഗ്രൗണ്ട് പില്ലേഴ്സ് ഒക്കെ വെച്ച് പണിയുണ്ട്. അപ്പോ സ്ട്രെങ്ത് ഉണ്ടാവും ആ വീടിന്, അല്ലെങ്കിൽ കൂടുതൽ അത് കോംപ്ലിക്കേറ്റഡ് ആവും? മനസ്സിലായി. ഇപ്പോ ഇതില് ചെറിയ സൈറ്റ് ആവുമ്പോൾ നമുക്ക് അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലേക്ക് വെഹിക്കിൾ ഇറങ്ങണമെങ്കിൽ നമ്മളൊരു റാമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മള് ഷോപ്പിംഗ് മാളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ, നമ്മളൊരു സ്ലോപ്പിലൂടെ ആയിരിക്കും ബേസ്മെന്റിലേക്ക് പോകുന്നത്. അപ്പൊ ഈ സ്ലോപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സെർട്ടൺ ലെങ്ത്, നീളം, ഒരു ഇത്ര മീറ്റർ നീളം നമുക്ക് ആവശ്യമാണ്. അപ്പൊ ചെറിയ സൈറ്റിലാവുമ്പോൾ ആ നീളം കണ്ടുപിടിക്കൽ കുറച്ചൊരു ശ്രമകരമായ പരിപാടിയാണ്. അതുകൊണ്ടാണ് അധികം ഓൺ സൈറ്റ് പാർക്കിംഗ് എന്ന് സജസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിന്റെ ലെവൽ എവിടെയാണോ അവിടെ ഒരു പാർക്കിംഗ് അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്. ഇനി അതല്ല, ചില സ്ഥലങ്ങൾ ചിലപ്പോൾ നമ്മളെ റോഡിനേക്കാൾ കുറച്ച് പൊങ്ങി നിൽക്കുന്ന പ്ലോട്ടൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ കേസിൽ ബേസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. കാരണം നമ്മുടെ ഗ്രൗണ്ട് ലെവൽ നിൽക്കുന്നത് മേലെയാണ്, റോഡ് നിൽക്കുന്നത് ഇവിടെയാണ്. ഇവിടുന്ന് കുറച്ച് താഴേക്ക് പോയാൽ മതി നമുക്ക് ബേസ്മെന്റിന്റെ ഹൈറ്റ് അച്ചീവ് ചെയ്യാൻ. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്തിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കാറുള്ളത്. ചെറിയൊരു ഹൈറ്റ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ സ്ട്രെങ്ത്തിന്റെ കാര്യം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ഒരു ഡിസൈൻ പ്രോസസ്സിലൂടെ പോയി ഒരു സ്ട്രക്ചറൽ കൺസൾട്ടൻസിക്ക് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ താഴെ ബേസ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് ആ കൊടുക്കേണ്ട തൂണിന്റെ കമ്പിയുടെ കാൽക്കുലേഷൻസ്, റീഇൻഫോഴ്സ്മെന്റ് കാര്യങ്ങളൊക്കെ സ്ട്രക്ചറൽ എഞ്ചിനീയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന് ആ ഡ്രോയിങ് ബേസ് ചെയ്ത് തന്നെ കൺസ്ട്രക്ട് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ സ്ട്രെങ്ത്തിനെ പറ്റി ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്പേസ് കൺസേൺ ആണ് നോക്കേണ്ടത്. അത് ഓരോ സ്ഥലത്തിനും കൂടെ അനുസരിച്ചാണ്, ഓരോ സൈറ്റിനനുസരിച്ചാണ് അതിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടത്. ഓക്കെ സാർ, ലൈക്ക് ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ എത്ര ഡിഫറൻസ് വരും? ലൈക്ക് 5 lakhs ആണോ അല്ലെങ്കിൽ 10 lakhs അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ലൈക്ക് 20-15 lakhs ഡിഫറൻസ് വരും ലൈക്ക് ഫ്രം നോർമൽ, അങ്ങനെ എന്തെങ്കിലും? മനസ്സിലായി. നമുക്ക് ഈ ബേസ്മെന്റിൽ എത്ര കാറിനുള്ള പാർക്കിംഗ് അച്ചീവ് ലൈക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നതാണ്, ലൈക്ക് 2 cars അല്ലെങ്കിൽ 3 cars വല്ല ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാവുമോ, വല്ല ഗസ്റ്റ് വന്ന്, അല്ലെങ്കിൽ മാക്സിമം 2-3 അത്രേ ഉള്ളൂ, അതിൽ കൂടുതൽ ആലോചിക്കുന്നില്ല. ഒരു 2-3 കാറിന്റെ പാർക്കിംഗ് എന്ന് പറയുമ്പോൾ അഗെയിൻ അത് ഒരു ഫുൾ ഫ്ലെഡ്ജ് നല്ല ലെങ്ത് ഉള്ള കാറുകളൊക്കെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡിൽ സാധാരണ പറയാറുള്ള ഒരു 2.5 meter by 5.5 meter ആണ് ഒരു കാറ് പാർക്ക് ചെയ്ത് അതിൽ നിന്ന് ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ട സ്ഥലം. അങ്ങനെ 3 കാറ് പാർക്ക് ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു 500 square feet ഒക്കെ ചിലപ്പോൾ നമുക്ക് താഴേക്ക് ബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ 500 into ഒരു 1,200 എന്നൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു കോസ്റ്റ് കിട്ടും. ഒരു 5 to 7 lakhs മേ ബി അതിന്റെ ഒരു സ്ട്രക്ചർ വർക്കിന് അപ്രോക്സ്. ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ സ്ഥലം, അവിടുത്തെ മണ്ണിന്റെ ഘടന, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ താഴേക്ക് കുഴിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് താഴെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഞാൻ ഒരു റഫ് ആയിട്ടുള്ള ഓൺ ആൻ ആവറേജ് ഐഡിയ ആണ് ഇപ്പൊ പറഞ്ഞത്. സ്ഥലത്തിനനുസരിച്ച് വ്യത്യാസം വരാം. ഓക്കെ താങ്ക് യു സാർ. പിന്നെ ഒരു ഡൗട്ടും കൂടി ഉണ്ടായിരുന്നു. ഈ തറ പണിതിട്ട് ഇപ്പൊ ഫൗണ്ടേഷൻ പണിതിട്ട് ഇങ്ങനെ പറയുമായിരുന്നു ചില ആൾക്കാർ 6 മാസം അല്ലെങ്കിൽ 4 മാസം അത് വെക്കണം, മഴയൊക്കെ കൊണ്ട് അത് സ്ട്രോങ് ആവും. അത് എങ്ങനെയാണ്, എത്രത്തോളം ലൈക്ക് ഇത് കറക്റ്റ് ട്രൂ ആണ് അത്? അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും പെട്ടെന്ന് പണിത് പോവാണ്, അപ്പൊ എങ്ങനെയാണ് വേണ്ടത് ശരിക്കും? മനസ്സിലായി. അത് ശരിക്ക് നാച്ചുറൽ കോമ്പാക്ഷൻ എന്ന് പറയും. നമ്മൾ ഫൗണ്ടേഷനിൽ നമ്മൾ തറ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മണ്ണ് ഫില്ല് ചെയ്യുമല്ലോ. അപ്പൊ അത് കറക്റ്റ് ഉറപ്പായിട്ട് താഴേക്ക് സെറ്റിൽ ആവുന്നത് നമുക്ക് നാച്ചുറൽ കോമ്പാക്ഷനും ഉണ്ട്, അതല്ലാതെ നമുക്ക് മെക്കാനിക്കൽ കോമ്പാക്ഷനും ഉണ്ട്. ഈ നാച്ചുറൽ കോമ്പാക്ഷൻ ആണ് നമ്മുടെ പഴയ ആളുകളൊക്കെ പറയുന്നത്. നമ്മൾ തറ ചെയ്ത് അവിടെ ഇട്ട് മഴയൊക്കെ നനഞ്ഞ് 2 സീസണിലെ മഴയൊക്കെ കൊണ്ട് ഇത് സമയമെടുത്ത് പതുക്കെ സെറ്റിൽ ആവുക എന്നുള്ളത്. നമുക്ക് ആക്ച്വലി അല്ലാതെ മെക്കാനിക്കലി ഇതിനെ കോമ്പാക്ട് ചെയ്യാം. നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാം. ഉറപ്പിൽ ഒരു കുറവും സംഭവിക്കില്ല. ലൈക്ക് നമ്മൾ പണ്ട് മുറ്റമൊക്കെ ഇടിമുട്ടിയൊക്കെ ഉപയോഗിച്ച് സ്റ്റേബിൾ ആക്കൂലേ, സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റേബിലൈസേഷൻ പ്രോസസ്സ് വെച്ചിട്ട് നമ്മൾ ഈ ഫൗണ്ടേഷനുള്ളിൽ ഇടുന്ന മണ്ണിനെ കോമ്പാക്ട് ചെയ്യുക. അതുപോലെ വെള്ളം നന്നായി ഒഴിച്ചിട്ട് വാട്ടർ നന്നായിട്ട് പോർ ചെയ്തിട്ടും കോമ്പാക്ട് ചെയ്യുക. അപ്പൊ ഈ സോയിലിനിടയിലുള്ള പോറൊക്കെ ഒഴിവായി മണ്ണ് സെറ്റിലാവും. അത് ശരിക്കും നമുക്ക് ഫ്യൂ ഡേയ്സ് കൊണ്ട് ചെയ്യാം. ആക്ച്വലി ഇങ്ങനെ നമ്മൾ ഒരു പ്രഷർ കൊടുത്ത് കോമ്പാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമയം ഒരുപാട് സേവ് ചെയ്യാം. നമുക്കൊരു 6 മാസം നമ്മൾ ലീവ് ചെയ്യാന്നൊക്കെ പറയുന്നത് ആ വീട് ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് ആ വീട് ഉപയോഗിക്കാനുള്ള ഒരു 6 മാസം എക്സ്ട്രാ കിട്ടുകയല്ലേ. നമ്മുടെ സൈറ്റുകളിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത് നമ്മൾ ഇതുപോലെ ഫോഴ്സ് കൊടുത്തിട്ടുള്ള കോമ്പാക്ഷൻ ആണ് അധികം പ്രിഫർ ചെയ്യാറുള്ളത്.
ഓക്കെ ഓക്കെ, താങ്ക് യു സർ. പിന്നെ അപ്പൊ ഈ ഫൗണ്ടേഷനിൽ ശരിക്കും ഇപ്പൊക്കെ മണ്ണല്ലേ, ലൈക്ക് മുമ്പൊക്കെ മണൽ യൂസ് ചെയ്യായിരുന്നു. അപ്പൊ എങ്ങനെ സർ, അത് പ്രശ്നമല്ലേ അല്ലെങ്കിൽ നോർമൽ ആണോ ഇപ്പൊ? ഓരോ സ്ഥലത്തിനനുസരിച്ചാണ്. ഇപ്പോൾ ചില സൈറ്റുകളിൽ നമ്മൾ ആ സൈറ്റിൽ നിന്ന് അവൈലബിൾ ആയ സോയിൽ തന്നെ ഫില്ല് ചെയ്യാറുണ്ട്. ചില സ്ഥലത്ത് നമ്മൾ ആ സോയിൽ തികയാതെ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ കോറി വേസ്റ്റ് എന്നൊക്കെ പറയും, സ്ലറി എന്ന് പറയും ചില സ്ഥലങ്ങളിൽ. അപ്പൊ അതിന്റെ ഒരു ലെയർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതൊക്കെ കോമ്പാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പുള്ള മെറ്റീരിയലുകൾ തന്നെയാണ്. ഈവൻ സോയിലിനേക്കാളും ചെതൽ വരാനുള്ള സാധ്യതയൊക്കെ കുറയ്ക്കുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സാധാരണ സൈറ്റുകളിൽ ഫില്ല് ചെയ്യാറുള്ളത്, ഓരോ സ്ഥലത്തിനനുസരിച്ച് മെറ്റീരിയലിന്റെ അവൈലബിലിറ്റിയും കൂടെ നോക്കിയിട്ട്. ഓക്കെ സർ, ഓക്കെ ഓക്കെ, താങ്ക് യു സർ, താങ്ക്സ്. താങ്ക് യു. ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് ഹരികൃഷ്ണൻ കെ ആണ്. ഹരികൃഷ്ണൻ സർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നത്. ഗുഡ് ഈവനിങ് സാർ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മോഡുലാർ കിച്ചൺ പല മെറ്റീരിയൽ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള, അതായത് ഏറ്റവും നല്ല മെറ്റീരിയൽ ഏതാണുള്ളത്? അതുപോലെ സാറിന്റെ തുടക്കത്തിൽ ഒന്ന് വോയിസ് കട്ടായി പോയി, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? ഹലോ, കേൾക്കാവോ? ഹലോ, കേൾക്കാം. നമ്മൾ മോഡുലാർ കിച്ചണിന്റെ മേക്കിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും പലതരം മെറ്റീരിയൽ ഉപയോഗിക്കാമല്ലോ. അതിൽ ഏറ്റവും നല്ലതെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാണ്? അതായത് മറൈൻ പ്ലൈവുഡിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അതുപോലെ മറൈൻ പ്ലൈവുഡ് ചിലർ പറയുന്നത് അതായത് നമ്മൾ സിങ്കിന്റെ താഴെ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ കുറെ കഴിയുമ്പോൾ പ്രശ്നം വരാം. അപ്പൊ അതിന്റെ ഒരു അഭിപ്രായം എന്താണ്? ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമുക്ക് കൺസ്ട്രക്ഷന്റെ ഒരു ഘട്ടത്തിലും ഇല്ല. നമ്മൾ ഏത് മെറ്റീരിയൽ എടുത്താലും അതിന് പ്രോസ് ആൻഡ് കോൺസ് കാണും. അപ്പൊ നമ്മുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ നമ്മുടെ ബഡ്ജറ്റ് ബേസ് ചെയ്തും നമ്മുടെ യൂസിനെ ബേസ് ചെയ്തും അതിൽ ഏത് മെറ്റീരിയലിലേക്ക് പോകണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാറാണ്. അപ്പൊ നമുക്കൊരു കിച്ചണിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്യാം, ദെൻ പ്ലൈവുഡിൽ ചെയ്യാം, മൾട്ടിവുഡിൽ ചെയ്യാം, MDF ചെയ്യാം, പിന്നെ സ്റ്റീൽ കിച്ചൺസ് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇതിൽ തന്നെ നമ്മൾ പ്ലൈവുഡ് എടുക്കുകയാണെങ്കിൽ തന്നെ പ്ലൈവുഡിന് പുറത്ത് നമുക്ക് ലാമിനേറ്റ് ഒട്ടിക്കാം, അക്രലിക്കിലേക്ക് പോവാം, അതല്ലെങ്കിൽ PU പെയിന്റ് ഫിനിഷ് കൊടുക്കാം. ഇങ്ങനെ ഒരു വളരെ വൈഡ് ആയിട്ടുള്ള സെഗ്മെന്റ് ആണ് നമ്മുടെ കിച്ചൺ, മോഡുലാർ കിച്ചൺ ഫർണിഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഓൾറെഡി ഒരുപാട് നനവോ ചെതലിന്റെ ശല്യങ്ങളോ ഒക്കെ ഉള്ള അങ്ങനെയുള്ള ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ ചുമരുമായി ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളിൽ പ്ലൈവുഡ് ഉപയോഗിക്കാതിരിക്കുക. പ്ലൈവുഡോ അല്ലെങ്കിൽ വുഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ഏത് പ്രൊഡക്റ്റും അറ്റ്ലീസ്റ്റ് നമ്മൾ ചുമരിലും നിലത്തും ടച്ച് ചെയ്യുന്ന ഭാഗത്ത് അത് ഉപയോഗിക്കാതിരിക്കുക. ഈ ഭാഗങ്ങളിലൂടെ ആയിരിക്കുമല്ലോ ചെതലുള്ളിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള ഭാഗങ്ങളിൽ മൾട്ടിവുഡ് കൊടുക്കുക. എന്നിട്ട് ബാക്കി ഭാഗങ്ങളിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ബോയിലിംഗ് വാട്ടർ പ്രൂഫ് പ്ലൈവുഡ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഒരു പരിധി വരെ നനവ് കാര്യങ്ങളൊക്കെ അത് താങ്ങും. നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് പ്ലൈവുഡിലേക്ക് പോവുകയാണെങ്കിൽ. അങ്ങനെ ദെൻ അഗൈൻ കോസ്റ്റ് എന്നുള്ള ഒരു പാരാമീറ്ററും കൂടെ നോക്കിയിട്ട് അതിന്റെ ഫർണിഷിംഗ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാവുന്നതാണ്. കുറച്ച് കൂടുതലായിരിക്കും കോസ്റ്റ്. പ്ലൈവുഡ് വിത്ത് നമ്മൾ നല്ല ഫിനിഷസിലേക്കൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഫാബ്രിക്കേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് കോസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ അതിന്റെ ഒരു യൂസിങ് ഫീല് അതിലെല്ലാം ഡിഫറൻസ് ഉണ്ട്. നമ്മളിപ്പോ ഒരു ഡോർ അടയുന്ന രീതിയിലാണെങ്കിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ. പിന്നെ സാർ മറ്റൊരു സംശയം ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ബാത്റൂമിന്റെ ഒക്കെ വാട്ടർ പ്രൂഫിങ് ചെയ്യുമല്ലോ. അതെ. അപ്പൊ അത് എത്ര ഫീറ്റ് വരെ ചെയ്യുന്നതാണ് ഉള്ളത്? അതിന്റെ ഒരു നല്ലൊരു എത്ര ഫീറ്റ് വരെ ചെയ്യുന്നതായിരിക്കും? ഓക്കെ, പല രീതിയിൽ ചെയ്യാറുണ്ട്. ശരിക്കും നമ്മൾ തന്നെ ഇതിനെപ്പറ്റി ശരിക്കും വാട്ടർ പ്രൂഫിംഗ് കൺസൾട്ടൻസിന്റെ അടുത്താണ് ചോദിക്കാറുള്ളത്. ഒറ്റ ഉത്തരവില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരു 1.5 അടി ഹൈറ്റിലെങ്കിലും ചുറ്റോട് ചുറ്റും ചെയ്തിടുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്, ഇഫ് ബഡ്ജറ്റ് അലൗസ്. ഓക്കെ. മിനിമം നമ്മൾ 1.5 അടിയെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. 1.5 അടിയെങ്കിലും ത്രൂ ഔട്ട് ചെയ്തിടുക. പിന്നെ നമ്മുടെ ഷവർ ഏരിയ പോലെയുള്ള ഭാഗങ്ങളൊക്കെ ആ ഒരു വോള് മൊത്തത്തിൽ അടിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. നമ്മൾ ടൈൽ ഒട്ടിക്കുന്ന മൊത്തം ഹൈറ്റിലും വാട്ടർ പ്രൂഫ് ചെയ്യുന്ന വീടുകളൊക്കെ ഉണ്ട്. അതിന് അതിൻ്റെതായ ചെലവ് വരും. അറ്റ്ലീസ്റ്റ് നമ്മൾ വളരെ ലോജിക്കലായിട്ട് ആലോചിക്കുക. നമുക്ക് എപ്പോഴും നനയാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ എവിടെയാണോ അവിടെ അടിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ബേസിക് ലോജിക്കലായിട്ടുള്ള തിങ്കിങ്. പിന്നെ ഞാൻ പുതിയ വീട് വെക്കാൻ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം പറഞ്ഞ പോലെ ഇത് ഫുള്ളായിട്ട് ഏറ്റെടുക്കുന്ന ഒരു ഗ്രൂപ്പിനെയാണ് ഞാനിപ്പോ സമീപിച്ചത്. അത് ഒരു നല്ല തീരുമാനമാണെന്നാണ് വിചാരിക്കുന്നത്. സാറിന്റെ അഭിപ്രായം എന്താണ്? അതോ നമ്മൾ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നതാണോ? ഡിപ്പെൻസ്. അഗൈൻ നിങ്ങൾ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് സ്റ്റഡി ചെയ്യുക. ലൈക്ക് അവർ മുൻപ് ചെയ്ത പ്രോജക്റ്റുകൾ അതൊക്കെ ഒന്ന് നോക്കുക. 3-4 പ്രോജക്റ്റ് പോയി കണ്ടു, അതെനിക്ക് ഇഷ്ടം.
തോന്നിക്കൊണ്ടാണ് പിന്നെ അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് വരുന്നത്. ഓക്കെ നമ്മൾ അവരെ പറ്റി ഒരു പ്രിലിമിനറി സ്റ്റഡി നടത്തുക. പിന്നെ ഡിസൈൻ ടീമും കൺസ്ട്രക്ഷൻ ടീമും രണ്ടാക്കാൻ പറ്റുമെങ്കിൽ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. ലൈക്ക് കൺസൾട്ടന്റ് നിങ്ങളുടെ സൈഡിലായിരിക്കും, മെറ്റീരിയൽ സെലക്ഷനിലൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഗ്രിപ്പ് കിട്ടും. അങ്ങനെയുള്ള ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. കോൺട്രാക്ടർ ഒരാൾ തന്നെ ആയിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒന്നുകൂടെ ഒരു കോർഡിനേഷൻ, കൺസ്ട്രക്ഷന്റെ എല്ലാ വശങ്ങളിലുള്ള കോർഡിനേഷൻ ഒന്നുകൂടെ സ്മൂത്ത് ആയിട്ട് പോകും. ഓക്കെ പിന്നെ സാറേ ഇതിന്റെ ഈ പവർ പോയിന്റ് നമുക്ക് സെൻഡ് ചെയ്ത് കിട്ടുമെന്നൊന്നും അറിയാൻ വേണ്ടിയായിരുന്നു സാർ പ്രസന്റ് ചെയ്യുന്നത്. ഹലോ, ഞാൻ എന്തായാലും ഒന്ന് കണക്ട് ചെയ്യാം, ഞാൻ ആപ്പിന്റെ ടീമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ താങ്ക് യു ഇത്ര ഉണ്ട്. ഷുവർ സാർ, നമുക്ക് PPT കോളോയെ കോണ്ടാക്ട് ചെയ്താൽ കിട്ടും. നമുക്ക് അടുത്തത് നസീർ സാർ മാം ആണ്. മാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കായിരുന്നു. ഹലോ. യാ, എന്റെ ഡൗട്ട് എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ബേസ്മെന്റില് ഫ്ലോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ഓക്സിജന്റെ എന്തെങ്കിലും റോൾ ഉണ്ടോ? ഫുഡും കൂടെ മേടിക്കുമോ? ബേസ്മെന്റ് നമ്മൾ ഉദ്ദേശിച്ചത് ഗ്രൗണ്ട് ഫ്ലോറിനും താഴേക്കുള്ള സ്പേസ് ഉണ്ടല്ലേ, നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ അണ്ടർഗ്രൗണ്ട് അല്ലേ? അതന്നെ. ഓക്കെ, ഒന്ന് നിങ്ങളുടെ ഒരു സ്ഥലത്തിനെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യുക. അപ്പൊ നമ്മൾ ബേസ്മെന്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിന്റെ തറപ്പണി നടക്കുമ്പോഴൊക്കെ അവിടെ സോയിൽ ഡിഗ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവിടുത്തെ ഒരു വെതറിങ്, അവിടുത്തെ ഒരു സോയിൽ കണ്ടീഷൻ ഒബ്സർവ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ നനവോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അകത്തേക്ക് വരാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കുക. ചില സ്ഥലങ്ങളിൽ നാച്ചുറലി ഈ കാപ്പിലറി റൈസ് ഒക്കെ ഉണ്ടാവും. കാപ്പിലറി റൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം മുകളിലേക്ക് പൊങ്ങി വരുന്നൊരു ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ബേസ്മെന്റിലേക്ക് പോകുമ്പോൾ മേലേക്ക് തന്നെ നനവ് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബേസ്മെന്റിൽ നനവിനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ കോൺക്രീറ്റിൽ തന്നെ ചെയ്ത് വാട്ടർ പ്രൂഫിങ് ചെയ്തതിന് ശേഷം ഫ്ലോറിംഗിലേക്ക് പോവുക. പിന്നെ നമ്മുടെ ഓൾമോസ്റ്റ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടൈല് പോലുള്ള മെറ്റീരിയൽസ് ഒക്കെ വാട്ടറുമായിട്ട് എന്താ പറയാ, നനവിന്റെ ഒരു പരിധി വരെ നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സുകളിലൂടെ കടന്നുപോയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല. വുഡൻ ഫ്ലോറിംഗ് പോലുള്ള മെറ്റീരിയൽസ് ബേസ്മെന്റിൽ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അതൊക്കെ ഈർപ്പം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡാമേജ് ചെയ്യാൻ സാധ്യതയുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ വേറെ ഒരു ഡൗട്ട്, നമ്മളിപ്പോ വീട് ഒരു ഫ്രെയിമിന്റെ ഉള്ളില് നമ്മളിപ്പോ കുറച്ച് ചെടികളും ഒക്കെ നമ്മൾ ആ ഒരു ഫ്രെയിമിന്റെ ഉള്ളിൽ നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഈ പാമ്പുകള് അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ അതിനൊക്കെ അതിനൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ യൂഷ്വലി പ്രോജക്ട്സിൽ യൂസ് ചെയ്യാറ് മൊസ്കിറ്റോ നെറ്റുകളാണ്. നമ്മൾ പൊതുവെ എല്ലാ ജീവികൾ കയറാതിരിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ, ബട്ട് സ്റ്റിൽ നമുക്ക് എയർ മൂവ്മെന്റ് കിട്ടണം, വെളിച്ചം കിട്ടണം. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമുക്ക് ചെടി ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ മൊസ്കിറ്റോ നെറ്റുകളാണ് സാധാരണ കൊടുക്കാറ്, ഒരു ലെയർ. നമുക്കത് പെട്ടെന്ന് കാഴ്ചയിൽ പെടില്ല. നമ്മളൊരു സെർട്ടൺ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു നെറ്റ് ഉണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഉറപ്പുണ്ടാവോ? അത് പല ഗ്രേഡിൽ ആക്ച്വലി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് പല തിക്നെസ്സിലും സംഭവം അവൈലബിൾ ആണ്. ഓക്കെ താങ്ക് യു. ഓക്കെ സാർ, നമുക്ക് അടുത്ത് കാമാസ് ദം ബിരിയാണിയാണ്. സാർ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്താൽ സംസാരിക്കായിരുന്നു. നമസ്കാരം. സാറേ, പിന്നെ നമുക്ക് വീട് കെട്ടുന്നതിന് വെട്ടുകല്ലാണോ നല്ലത്, അതോ ഇഷ്ടികയാണോ, അതോ തബൂക്കാണോ? ഈ തബൂക്ക് കെട്ടുന്നത് കൊണ്ട് ഈ പിന്നീട് പ്ലാസ്റ്റിങ്ങിനൊക്കെ ശേഷം വിള്ളൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്മളെ വീടിന്റെ ഡൈനിങ് ഹാളിന്റെ ഇരുവശവും കോർട്ട്യാർഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് രണ്ട് സൈഡിലും ഗ്ലാസിന്റെ സ്ലൈഡിംഗ് ഡോറ് വെക്കുകയാണെങ്കിൽ അത് സേഫ് ആണ്? രണ്ട് ചോദ്യങ്ങൾ അല്ലെ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ അത് നമ്മുടെ ലൊക്കേഷനും കൂടെ ബേസ് ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഇപ്പോ ഞാൻ രണ്ട് എക്സാമ്പിൾ പറയാം. ഒരാൾ ഒരു വീട് വെക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണെന്ന് വിചാരിക്കുക. ഒരാൾ വീട് വെക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴക്കാരന്റെ അടുത്ത് ഞാൻ നിർബന്ധമായും ബ്രിക്കിലേക്ക് പോകും എന്ന് പറയൂ. അല്ലാത്ത പക്ഷം ചെങ്കല്ല് ഇവിടെ ക്യാരി ചെയ്ത് അവിടെ കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ഹ്യൂജ് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് വരുന്ന ഒരു കാര്യമായിരിക്കും. ഒന്ന്. പിന്നെ അവിടെ ഇപ്പൊ നമുക്ക് ചെങ്കല്ലില് പണിയെടുക്കുന്ന ആളുകളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കാം. തിരിച്ചും
മലപ്പുറത്ത് ബ്രിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇവിടുത്തെ ഒരു സിറ്റുവേഷനിൽ മേ ബി, അല്ലെങ്കിൽ മലപ്പുറം പോലത്തെ സ്ഥലത്ത് ചിലപ്പോൾ കുറച്ചുകൂടെ എക്കണോമിക്കൽ സെന്ററിലായിരിക്കാം. അപ്പൊ അതിലേക്ക് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ തീരുമാനം. പിന്നെ നമുക്ക് ഡിസൈൻ വൈസ് ആയിട്ട് നമ്മളൊരു ഡിസൈനിൽ നമുക്കൊരു ബ്രിക്കിന്റെ വാളാണ്, അത് എക്സ്പോസ്ഡ് ആയിട്ടൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്പെഷ്യൽ സ്പേസസ് മാത്രം നമുക്ക് വേണമെങ്കിൽ ബ്രിക്കിലേക്ക് പോവാം. തിരിച്ചും നമുക്കൊരു എക്സ്പോസ് ലാറ്ററൈറ്റ് ഒരു ട്രഡീഷണൽ പ്രൊജക്ട് ആണ്. അങ്ങനെ ഒരു 2 വാളൊക്കെ അവിടെ വരുന്നുണ്ടെങ്കിൽ ആ വാളിന് മാത്രം നമുക്ക് വേണമെങ്കിൽ ലാറ്ററൈറ്റിന്റെ മെറ്റീരിയൽ എത്തിച്ച് ഗുഡ് ക്വാളിറ്റി എത്തിച്ച് അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒരു ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് എടുക്കാറ്. താബൂക്കിലേക്ക് വരികയാണെങ്കിൽ സിമെന്റ് ബ്ലോക്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അതില് ക്യൂറിങ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ കെയർഫുൾ ആണെന്നുള്ളതാണ്. പിന്നെ പ്ലാസ്റ്ററിംഗില് നമ്മൾ വാളും പിന്നെ നമ്മുടെ കോൺക്രീറ്റിംഗ് എലമെന്റ് എന്ന് പറയുമ്പോൾ സ്ലാബ്, ലിൻഡല്, ബീമുകള്, ഇതും നമ്മുടെ കല്ല് തമ്മിലുള്ള ജോയിന്റ് വരുന്ന ഭാഗത്തൊക്കെ മെഷ് കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം വേണം പ്ലാസ്റ്റർ ചെയ്യാൻ. അപ്പൊ നമുക്കൊരു പരിധി വരെ ക്രാക്ക് കാര്യങ്ങൾ വരാനുള്ള സാധ്യതയൊക്കെ തടയാൻ സാധിക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പൊ നമ്മൾ ഇതില് റീസെന്റ് ആയിട്ടൊക്കെ നമ്മൾ ഏത് മെറ്റീരിയലിൽ ചെയ്ത പല പ്രൊജക്ടുകളിലും ചെറിയ ക്രാക്കുകളൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഓരോ കാലക്രമത്തിനനുസരിച്ച് മാറി വരുന്ന മെറ്റീരിയലിന്റെ കാരണങ്ങളാവാം. ചെറിയ രീതിയിലുണ്ട്. ഇപ്പൊ കമ്പയർഡ് ടു ബ്രിക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ കമ്പയർഡ് ടു ബ്രിക്ക് ഒരു നമ്മൾ ഒബ്സർവ് ചെയ്ത് ലിറ്റിൽ ബിറ്റ് ഹയർ ആണ്. പക്ഷെ അത് സോൾവ് ചെയ്യാനുള്ള വഴികൾ ഇതൊക്കെയാണ്. നമുക്ക് നെറ്റ് ഇട്ടിട്ട് മെഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പ്ലാസ്റ്റർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഈ പറഞ്ഞ മെഷ് ഇട്ടിട്ടുള്ള പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നത് നല്ലതാണ്. ഈ നെറ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഏരിയാസ് ഒക്കെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സേഫ് ആയിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ വിള്ളൽ ഉണ്ടാകാതെ സൂക്ഷിക്കാൻ പറ്റുമോ? നമ്മൾ വിള്ളൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഒരുപാട് ഘട്ടങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സീസൺ, ആ സീസണിനനുസരിച്ചുള്ള വാട്ടറിങ്. ഞാൻ നേരത്തെ സ്ലാബിന്റെ ഒരു കേസ്, നമ്മൾ ഒരു ക്രാക്കിന്റെ ഒരു കേസ് സംസാരിച്ചിരുന്നു. സിമിലർ ആണ് വാൾസും. അപ്പൊ ആ ഒരു സീസണിനനുസരിച്ചുള്ള വാട്ടറിങ് ചെയ്യാന്നുള്ളത്, സിമെന്റ് ഉണങ്ങുന്നതിനനുസരിച്ച് പ്രോപ്പറായിട്ട് നനയ്ക്കുക, അതൊന്ന്. പിന്നെ നമ്മൾ സ്ലാബിന്റെ മിക്സിംഗ് റേഷ്യോ പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്ററിംഗിന്റെ മിക്സിംഗ് റേഷ്യോ, അപ്പൊ അതിന്റേതായ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് ഉപയോഗിച്ചിട്ടുള്ള മിക്സ് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഒരു പരിധിയിൽ കൂടുതൽ മണൽ കൂടിയാലും പരിധിയിൽ കൂടുതൽ സിമെന്റ് കൂടിയാലും ഒക്കെ എന്താ പറയാ, ഈ രീതിയിലുള്ള ഡിഫോർമേഷൻസും ക്രാക്കിനും ഒക്കെ സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മെഷ് കൊടുക്കേണ്ട മെഷ് കൊടുത്ത് പ്ലാസ്റ്റർ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ചോദ്യം ഓപ്പണിങ്സിന്റെ ആയിരുന്നു തോന്നുന്നു. നമ്മള് വലിയ ഉപയോഗിക്കുന്ന കേസിൽ നമ്മൾ ആ മെറ്റീരിയലിന്റെ സ്പെസിഫിക്കേഷൻ മാറ്റേണ്ടതുണ്ട്. അതിനെ സേഫ് ആക്കണമെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് തരം ഗ്ലാസുകൾ അവൈലബിൾ ആണ്. ടഫൻ ഗ്ലാസ്, ലാമിനേറ്റഡ് ഗ്ലാസ്. പക്ഷെ ഇതൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കോസ്റ്റിലാണ് നിൽക്കുന്നത്. നമ്മളൊരു നോർമൽ ഗ്ലാസ് വാങ്ങുന്നതും അതിനേക്കാൾ മച്ച് ഹയർ ആണ് ടഫൻ ഗ്ലാസിന്റെ പ്രൈസ്, അതിനേക്കാൾ മച്ച് ഹയർ ആണ് ലാമിനേറ്റഡ് ഗ്ലാസിന്റെ പ്രൈസ്. അപ്പൊ ഇതിലൊക്കെ സേഫ്റ്റി ലെവൽസിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു ഗ്രില്ലൊന്നും കൊടുക്കാത്ത ഒരു കംപ്ലീറ്റ് ഗ്ലാസ് ഓപ്പണിംഗിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസിന്റെ സ്പെസിഫിക്കേഷൻ തന്നെ എടുക്കും. അതിന് അതിൻ്റെതായ കോസ്റ്റ് വരും. അതെ. ഓക്കെ സർ. നെക്സ്റ്റ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് സ്റ്റോറി ടെല്ലേഴ്സ് ആണ്. സ്റ്റോറി ടെല്ലേഴ്സ് അക്കൗണ്ട്. ഗുഡ് ഈവനിങ്. കേൾക്കാമോ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. കേൾക്കാം. എന്റെ ചോദ്യം ഇതാണ്, നമ്മുടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ നമ്മൾ പോകുമ്പോൾ കിട്ടുന്ന ഒരു ആംബിയൻസ് ഉണ്ട്. നമ്മുടെ സാധാരണ പുതിയ വീടുകളിൽ കുറച്ചൊക്കെ അത് വരാറുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച്, അതായത് നമ്മൾ അങ്ങനെ ഒരു ഫീലിങ്സ്, അങ്ങനെ ഒരു വൈബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും 1, 2, 3 പറയാനുണ്ടോ? ഇപ്പോ കുറച്ച് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോ പലതരത്തിലുള്ള 5 സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ട്. ഇപ്പോ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ അവിടെ ആകർഷിച്ച എലമെന്റ്സ് എന്താണെന്ന് നോക്കുക. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ചിലർക്ക് ആ സ്ഥലം പ്രൊവൈഡ് ചെയ്തൊരു ഓപ്പൺനെസ് ആയിരിക്കും. ചിലർക്ക് അവിടുത്തെ ജനലുകൾ തുറന്നിട്ടപ്പോൾ കണ്ട കാഴ്ചകളായിരിക്കും. ചിലർക്ക് അതിനകത്ത് ഉപയോഗിച്ച ഫർണിച്ചറിന്റെ കംഫർട്ട് ആയിരിക്കും. ചിലർക്ക് അതിലുപയോഗിച്ച മെറ്റീരിയൽ ആയിരിക്കും. ചിലർക്ക് അതിൽ ചെയ്ത ഡീറ്റെയിലിംഗ് ആയിരിക്കും. ചിലപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സീലിംഗ്, ലൈറ്റിങ്. അപ്പൊ ഇങ്ങനെ പല എലമെന്റ്സ് ആയിരിക്കാം നമ്മളെ സോ കോൾഡ് ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ അട്രാക്ഷൻസ് ക്രിയേറ്റ് ചെയ്ത്. ആ എലമെന്റ്സ് നമ്മൾ നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആർക്കിടെക്റ്റുമായിട്ട് അത് ഷെയർ ചെയ്യുക. ഇന്ന എലമെന്റ്സ് ഉള്ള സ്പേസസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെയുള്ള എലമെന്റ്സ് ഡിസൈനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഫീല് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, താങ്ക് യു. ഇത് ക്ലിയർ ആണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇൻഡെപ്തിലേക്ക് പോയാല്, അതായത് ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാലും, ഞാൻ 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞൊരു ഇതാണ്. അതായത് എന്തോ എല്ലാ 5 സ്റ്റാർ ഹോട്ടലുകൾക്കും ഒരു എന്താ പറയാ, ഒരു കോമൺ ആയിട്ടുള്ള ഒരു വൈബ് അവർ കൊണ്ടുവരുന്നുണ്ട്. അതിനവർ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് എടുക്കാൻ പറ്റുമോ? ഒരു കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു 5 സ്റ്റാർ ഹോട്ടലിന് ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ അവർ മിനിമം ആയി കീപ്പ് ചെയ്യേണ്ട പല ക്രൈറ്റീരിയകളുണ്ട്. അവരുപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഒന്നാണ്. ഇപ്പൊ നമ്മൾ മിക്കവാറും ഒരു 5 സ്റ്റാർ ഹോട്ടൽസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ഫിറ്റിംഗ്സ് ഒക്കെ ഡിസൈൻഡ് സാധനങ്ങളായിരിക്കും. either നമ്മുടെ ഗ്രോഹെ പോലെയുള്ള കമ്പനികളുടെ ഫിറ്റിംഗ്സ് ആയിരിക്കാം. ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആസ്പെക്ട് എനിക്ക് അറിയില്ല. എല്ലാ 5 സ്റ്റാർ ഹോട്ടലിലും കോമൺ ആയിട്ടുള്ള ചില ആസ്പെക്ട് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത്. ആംബിയൻസ് ഒക്കെ ഓരോ 5 സ്റ്റാർ ഹോട്ടലും ഡിഫറെന്റ് ആയിരിക്കും. സ്ഥലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരാം. അതാത് ലൊക്കേഷന്റെ കൾച്ചർ ആയിരിക്കും ചിലപ്പോൾ അവർ ഇന്റീരിയറിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വ്യത്യസ്തമായിരിക്കാം. എല്ലാ 5 സ്റ്റാർ ഹോട്ടലിലും കോമൺ ആയിട്ട് കാണുന്നത് ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ആണ്. അവർ ഉപയോഗിക്കുന്ന യൂഷ്വലി ബിഗർ ഓപ്പണിങ്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് നല്ല ലൈറ്റും ആംബിയൻസ് ഒക്കെ നമ്മൾ കേട്ടനൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ആസ്വദിക്കാനുള്ള ഒരു സ്പേസ് മിക്കവാറും 5 സ്റ്റാർ ഹോട്ടലിൽ കാണാൻ സാധിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഐഡിയൽ ആയിട്ടുള്ള ഓപ്പണിങ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തേത് നമ്മൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫിറ്റിംഗ്സും കാര്യങ്ങളും അതിൽ മെറ്റീരിയൽ സെലക്ഷൻ, അതാണ് രണ്ടാമത്തെ കാര്യം. നമ്മൾ ഏത് 5 സ്റ്റാർ ഹോട്ടൽ നോക്കുകയാണെങ്കിലും വളരെ മോശമായ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്ത് കാണാൻ സാധിക്കില്ല. അത് അവർക്ക് ആ ഒരു സ്റ്റാൻഡർഡൈസേഷൻ കിട്ടില്ല എന്നുള്ളതും അതിനൊരു കാരണമാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഹയർ മെറ്റീരിയൽ സ്പെക്ക് ഒരു ഫാക്ടറാണ്. തേർഡ് ഫാക്ടർ കംഫർട്ട് ലെവലാണ്. കംഫർട്ട് അച്ചീവ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വെന്റിലേഷൻസ്, അങ്ങനെയുള്ള ആസ്പെക്ട്സ് ആണ്. ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ ആണ് ബേസിക്കലി ഒരു സ്പേസിൽ നമുക്ക് മിനിമം കംഫർട്ട് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നാച്ചുറലി വെന്റിലേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ്. ഇനി അതല്ല നമ്മൾ എയർ കണ്ടീഷൻ പ്രിഫർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ നമ്മളെ റൂമിനെ എയർ കണ്ടീഷൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാം. നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ എപ്പോഴും നമ്മൾ ആ റൂം എന്നതിലുപരി അതിന്റെ ഔട്ട്ഡോർ നമ്മൾ ആസ്വദിക്കാറുണ്ട്. അപ്പൊ അത് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് പുറത്തേക്ക് വിഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ ആ രീതിയിലുള്ള ഓപ്പണിങ്സും, അങ്ങനെ ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് കാണാൻ നല്ല കാഴ്ചകൾ നമ്മൾ ലാൻഡ്സ്കേപ്പിലും ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാൻ ഒരു ചോദ്യത്തിനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. റിലേറ്റഡ് ആണ്. അതായത് ഒരു വീടെന്ന് പറയുന്നത് ഒരാളുടെ വലിയ ഡ്രീം ആയിരിക്കും. ചിലപ്പോൾ വർഷങ്ങളുടെ അയാളുടെ അധ്വാനമായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ, കേരളത്തിലുള്ള ആൾക്കാർ വീടെന്ന് പറയുമ്പം താമസിക്കാൻ വേണ്ടി മാത്രമല്ല, ആരെയൊക്കെ കാണിക്കാനും കൂടെ അതിനകത്തുണ്ട് തീർച്ചയായിട്ടും. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് ഇങ്ങനൊന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 90% ആളുകൾ അങ്ങനെ പ്രതീക്ഷിക്കുന്ന ആളുകളായിരിക്കും. എൻ്റെ വീടിന് എന്തെങ്കിലും ഒരു കണ്ടിട്ട് ആളുകൾക്ക് എന്തെങ്കിലും ഒരു ആഹാ മൊമെന്റ് ഉണ്ടാക്കുന്നതോ ഒന്ന് അവരെ ഒന്ന് അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എക്സ്പെൻസീവ് അല്ലാതെ അങ്ങനെ ഒരു ഇത് കൊണ്ടുവരാൻ, അങ്ങനെ ഒരു ആംബിയൻസ് കൊണ്ടുവരാൻ കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു അഡ്വൈസർ പറയാനുണ്ടോ? ഇത് നമുക്ക് പല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പോ അഗൈൻ ആ വീട് വെക്കുന്ന ആളുടെ ക്യാരക്ടറുമായി കണക്റ്റഡ് ആയിട്ടാണ് നമുക്ക് ആ ഒരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. നമുക്ക് എയ്തർ ആ വീടിന്റെ ഫോം ഇറ്റ് സെൽഫ് ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു വീട് വെച്ചുകൊണ്ട് അതിനെ യുണീക്ക് ആക്കാം. നമ്മൾ ഡിസൈൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ഡിഫറെന്റ് ഫിനിഷ് ആ വീടിന് കൊടുത്തുകൊണ്ട് നമുക്ക് അതിനെ യുണീക്ക് ആക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ഫിനിഷിംഗ് ലെവലിലാണ് അങ്ങനത്തെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യേണ്ടത്. ഇനി അതല്ല, നമ്മൾ ചിലപ്പോ ആ വീടിനെ ഒരു റിവീൽ ചെയ്യുന്ന രീതി, ഒരു ഡിസൈൻ കൊണ്ട് നമ്മളൊരു ആ വീടിന്റെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് എലമെന്റ് മാത്രം നമ്മൾ പുറത്തേക്ക് കാണിക്കുന്നുള്ളൂ, അങ്ങനെയും ആ വീടിനെ യുണീക്ക് ആക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്കൊരു വീടിനെ യുണീക്ക് ആക്കാൻ പറ്റും. അങ്ങനെയുള്ള പല ഡിസൈൻ അപ്രോച്ചുകൾ നമ്മൾ നമ്മുടെ ക്ലയന്റിനെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട്, പല ആളുകളും പല രീതിയിലായിരിക്കും അതിനെ യുണീക്ക് ആക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പൊ അത് നമ്മൾ കുറച്ചുകൂടെ അവരെ ഒരു പേഴ്സണലി ഇൻഡെപ്ത് അവരെ പറ്റി മനസ്സിലാക്കിയിട്ട് ആ രീതിയിലുള്ള യുണീക്നെസ്സുകൾ ഡിസൈനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അടുത്ത ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് അമ്പിളി രഞ്ജിത്താണ്. അമ്പിളി മാം അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. ഹലോ, താങ്ക് യു. ഹായ് സർ. ഹലോ സർ, എനിക്ക് 2-3 ഡൗട്ട് ഉണ്ട്. ഞാൻ ഇങ്ങനെ വീട് കൺസ്ട്രക്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് ഉള്ളത്. അതിലൊന്ന്, നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൽ ഇന്റീരിയർ ഡിസൈനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു വാറന്റി സർട്ടിഫിക്കറ്റ് നമ്മൾ തരുമല്ലോ അവര്, ഇന്റീരിയർ ഡിസൈനിങ് അവര്. അത് എൻറ്റയർ മെറ്റീരിയലിന്, അതായത് ഫുൾ ചെയ്ത എല്ലാ സാധനത്തിനും കൂടെ ഒരുമിച്ചാണോ തരിക, അതോ പെർ മെറ്റീരിയൽ വാറന്റി തരുമോ?
ഇപ്പൊ മെറൈൻ പ്ലൈവുഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക വാറണ്ടി ഒക്കെ ഇല്ലേ? അപ്പോ അങ്ങനെ തരാൻ പറ്റുമോ? പ്യുവർലി ബേസ്ഡ് ഓൺ നമ്മുടെ ഇന്റീരിയർ ആരാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം പല കമ്പനികൾക്കും പല പോളിസീസ് ആണ്. ഇപ്പോ നിങ്ങൾ ചോദിച്ച പോലെ അതിൽ ചില സ്പെസിഫിക് മെറ്റീരിയലിന് ആ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി കൊടുക്കുന്ന ഒരു വാറണ്ടി ഉണ്ട്. ഇപ്പോൾ പ്ലൈവുഡുകൾക്കൊക്കെ അങ്ങനെയാണ്. പല പ്ലൈവുഡും നമുക്ക് വാറണ്ടി ഇല്ലാത്തതുണ്ട്, 5 ഇയർ വാറണ്ടി ഉള്ളതുണ്ട്, 10 ഇയർ ഉള്ളതുണ്ട്, 20 ഉണ്ട്, ബോയിലിംഗ് വാട്ടർ പ്രൂഫ് വാറണ്ടി ഉള്ളതുണ്ട്, ചെതല് കുത്തുന്നതിന് വാറണ്ടി തരുന്നുണ്ട്. അതൊക്കെ പല ഗ്രേഡ് മെറ്റീരിയൽസ് ആണ്. പ്ലൈവുഡ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് ചോദിച്ചതുകൊണ്ട്. അതല്ലാതെ മൊത്തം ബിൽഡിങ്ങിന്റെ വാറണ്ടി എന്നുള്ളത് നമ്മുടെ കോൺട്രാക്ടറുമായിട്ട് നമ്മൾ എന്ത് ടേം വെക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരുപാട് ഹയർ ഇയേഴ്സിന്റെ വാറണ്ടി ഒക്കെ ഒരു കോൺട്രാക്ടർക്ക് തരാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ മേ ബി അയാൾ ഒരു ഹയർ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് അതിൽ കാണേണ്ടി വരും. മീൻസ് ആ ഒരു പീരിയോഡിക്കൽ മെയിൻ്റനൻസിനുള്ള ഒരു എമൗണ്ടും കൂടി അയാൾ അതിൽ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് സാധ്യമാവുള്ളൂ, പ്രാക്ടിക്കലി ആലോചിക്കുകയാണെങ്കിൽ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. പിന്നെ ഒന്ന്, ഫോൾ സീലിംഗ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതിന്റെ കുറെ പ്രോസ് ആൻഡ് കോൺസ് നോക്കുമ്പോൾ നമുക്ക് കോൺസ് കൂടുതൽ കണ്ട പോലെ ഉണ്ട്. സോ അപ്പൊ അത് നമുക്കത് സ്ട്രിപ്സ് ആയിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ സ്ട്രിപ്സ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് ലെവലിൽ ഇന്റീരിയർ ഡിസൈനിങ് ആയിട്ടുള്ള ഒരു ഇത് വേണം, സിങ്ക് വേണം? പ്ലാനിങ് സ്റ്റേജ് മുതൽ. കാരണം നമ്മൾ എവിടെയാണ് ഫേർണിച്ചർ വരുന്നത് അതിനനുസരിച്ചായിരിക്കുമല്ലോ നമുക്ക് ആ സ്പേസിന്റെ ലൈറ്റിംഗ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്. അപ്പൊ ഫർണിച്ചറിന്റെ പൊസിഷൻ മുതൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ വേണം നമ്മൾ സീലിംഗിൽ എവിടെയാണ് ലൈറ്റിംഗ് ഇടേണ്ടത്. രണ്ടാമത്തെ ഘട്ടം നമ്മുടെ കോൺക്രീറ്റിംഗ് സ്റ്റേജിന് മുൻപ് അതിൽ എവിടെയൊക്കെ ഇലക്ട്രിക്കൽ പോയിന്റ് ഇടണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഇട്ട് വെച്ചിരിക്കണം. കാരണം ഫാൾ സീലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഇതിനുള്ളിലൂടെ എങ്ങോട്ട് വേണമെങ്കിലും എത്ര ലൈറ്റുകളായിട്ടൊക്കെ ഇതിന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം ഫാൾ സീലിംഗ് ചെയ്യാതെ അത് ചെയ്യാം. നമ്മൾ പല പ്രൊജക്റ്റിലും ചെയ്യാറുണ്ട് ഫാൾ സീലിംഗ് ചെയ്യാതെയൊക്കെ. അപ്പോൾ നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായ പൊസിഷൻസിൽ ഈ വാട്ടെവർ, അത് കൺസീൽഡ് ലൈറ്റ് ആണെങ്കിൽ അത്, സ്ട്രിപ്പ് ലൈറ്റുകളാണെങ്കിൽ അത്, അതിന്റെ പൊസിഷൻ കൃത്യമായിട്ട് അറിയുന്ന രീതിയിൽ നമ്മൾ അതിന്റെ പോയിന്റ്സ് കോൺക്രീറ്റിംഗ് സ്റ്റേജിൽ ഇട്ട് വെച്ചാൽ മതി. ഓക്കെ. ഗ്ലാസ് ഡോർ വിത്ത് ഷട്ടർ ആയിരിക്കുമോ കുറച്ചും കൂടെ സേഫ്റ്റി വൈസ് റെക്കമെൻഡ് ചെയ്യുക, ഓർ ജസ്റ്റ് ഗ്ലാസ് ഡോർ? ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്തതിൽ പാറ്റിയോ സ്പേസും കൂടി ഉണ്ട്. അപ്പൊ ഗ്ലാസ് ഡോർ പ്ലാൻ ചെയ്യുന്ന ഒരു ഏരിയയുടെ കഴിഞ്ഞിട്ട് പാറ്റിയോ സ്പേസ് ഉണ്ട്. സോ അതിൽ നമ്മൾ ആ റൂഫിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്, മറ്റേ മെറ്റൽ റൂഫിംഗ് ആണ് ചെയ്യുന്നത്, ആ മെറ്റൽ ബീംസ് വരുന്ന പോലത്തെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഗ്ലാസ് ഡോറിൽ വിത്ത് ഷട്ടർ പ്രൊട്ടക്ഷൻ കൊടുക്കണോ? അഗെയിൻ ഒരു സബ്ജക്റ്റീവ് സംഭവമാണ്. ഇപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ സോൾവ് ചെയ്യാം. ഒന്നുകിൽ ഇപ്പോൾ നമ്മൾ ആ ഒരു ഗ്ലാസിന്റെ സ്പെസിഫിക്കേഷൻ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വല്ലാതെ പുഷ് ചെയ്യാതെ ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ ഓഫ് ടഫനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗ്ലാസ് കൊടുത്തുകൊണ്ട് ഒരു ഷട്ടറും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ലാമിനേറ്റഡ് ഗ്ലാസ് ഒരു ഫർദർ ലെവൽ ഓഫ് സേഫ്റ്റി നമ്മൾ ഗ്ലാസ്സിൽ തന്നെ അച്ചീവ് ചെയ്തിട്ട് നമുക്ക് ഷട്ടർ കൊടുക്കാതിരിക്കാം. രണ്ട് രീതിയിലും തീരുമാനം എടുക്കാം ബേസ്ഡ് ഓൺ ബഡ്ജറ്റ്. ഷട്ടർ കൊടുക്കുകയാണെങ്കിൽ അഡീഷണൽ ലെവൽ ഓഫ് സെക്യൂരിറ്റി ഉണ്ടല്ലോ അല്ലെ? മെറ്റൽ ബാൾസ് കൊടുക്കുമ്പോൾ ഈസ് ദാറ്റ് സേഫ്? മെറ്റൽ ബാൾസ് ഇൻ പാറ്റിയോ റൂഫ് തൊട്ടിട്ട് ഒരു ഫുൾ ലെങ്ത് അല്ല, ഡൗൺ വരെ ഇല്ല, ഒരു മേ ബി ഒരു ചെറിയൊരു ഹൈറ്റ് വാൾ കൊടുത്തിട്ട് അതിന്റെ മുകളിലാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ ഓൾറെഡി സെക്യൂർഡ് ആയി. ആ ഒരു സ്പേസ് കവേർഡ് ആയിട്ട് ആ ഒരു സ്പേസിനുള്ളിലാണ് നിങ്ങൾ ഓപ്പൺ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പല കോട്ടയാർട്സ് ഒക്കെ അങ്ങനെ ഡിസൈൻ ചെയ്യാറുണ്ട്. ഓൾറെഡി നമ്മളൊരു GI സ്പെക്കിലൊക്കെ ആയിരിക്കും സ്റ്റീലിന്റെ വർക്ക് വരുന്നത്. അപ്പൊ അവിടെ തന്നെ നമുക്കൊരു ഓൾറെഡി ഒരു ഷെൽട്ടറിങ് ആയല്ലോ. ഓക്കെ. ഈ റൂഫ് നമ്മൾ ഡബിൾ റൂഫ് പറഞ്ഞു, അതായത് ഫ്ലാറ്റ് ആയിട്ട് വാർത്തിട്ട് പിന്നെ അതിന്റെ മേലെ ആർട്ടിഫിഷ്യലി ഇടുന്നുണ്ടല്ലോ. അപ്പൊ അതിനിപ്പോ ഞാനൊരു ഫസ്റ്റ് ഫ്ലോർ എനിക്കൊരു 1000 സ്ക്വയർ ഫീറ്റിന്റെ അടുത്തുണ്ട്. അപ്പോ അതിനൊരു ഈ സ്ലോപ്പ് പ്രൂഫ് വർക്കണമെങ്കിൽ എത്ര കോസ്റ്റ് ഡിഫറൻസ് വരും? എനിക്ക് തോന്നുന്നു ഏകദേശം നിങ്ങളൊരു സൈറ്റ് ഒരു മെറ്റൽ ഫാബ്രിക്കേറ്റർ ഒരു വിസിറ്റ് അറേഞ്ച് ചെയ്യുന്നത് നന്നാവും. കാരണം നിങ്ങളെ ഏരിയ, മെറ്റലിന്റെ പ്രൈസ്, കാര്യങ്ങൾ, അത് റൂഫിന്റെ ഒരു ഡിസൈൻ എങ്ങനെ കിടക്കുന്നത്, അതിൽ സ്ലോപ്പ് കവർ ചെയ്യാൻ എത്രത്തോളം സ്ക്വയർ ഫീറ്റ് വരും, അതൊക്കെ നോക്കിയാലാണ് കൃത്യമായിട്ട് പറയാൻ കഴിയുക. എങ്കിലും റഫ്ലി എക്സ്ട്രാ ഒരു 5 lakhs താഴെ അഡീഷണൽ കോസ്റ്റ് വരും, അത്ര ലെവലിലുണ്ടോ? അതോ എനിക്ക് തോന്നുന്നു ഒരു പ്രോപ്പർ ആയിട്ട് അതിന്റെ എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ മോർ ദാൻ ദാറ്റ് ഈ WPC മെറ്റീരിയൽ വാർഡ്രോബിനല്ലാതെ കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? WPC എന്ന് പറയുന്നത് ആക്ച്വലി വുഡ് പോളിമർ കോമ്പോസിറ്റ് ആണ്. ഇത് യൂസ് ചെയ്യാറൊക്കെ ഉണ്ട്. നമ്മൾ ബാക്കി ഓൾമോസ്റ്റ് ഇന്റീരിയറിന്റെ പല സ്പേസസിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ ഒരാൾ ഡൗട്ട് ചോദിച്ച പോലെ നമുക്ക് അതിലൊരു ബെസ്റ്റ് മെറ്റീരിയൽ എന്നില്ല. നമ്മുടെ ഒരു ബഡ്ജറ്റും കൂടെ നോക്കിയിട്ട് ഡിസിഷൻ എടുക്കേണ്ടതാണ്. പ്ലൈവുഡ്സിലേക്കൊക്കെ പോവാം, ഈവൻ കുറച്ചുകൂടെ സ്ട്രെങ്ത് കിട്ടും.
ഓക്കെ സാർ. ഓക്കെ സാർ, അടുത്ത ഈ ഹാൻഡ് റേസ് ചെയ്തിരിക്കുന്നത് പ്രഷോഭ് പൈ ആണ്. പ്രഷോഭ് സാർ ഓൺലൈനുണ്ടോ? സാർ ഹലോ സാർ, വോയിസ് ഭയങ്കര ലോ ആണ്. അതെ, ഗുഡ് ഈവനിങ്. കേൾക്കാമോ? ബ്രേക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നു വോയിസ്. ഹലോ 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 സാർ വേണമെങ്കിൽ പ്രഷോഭ് സാർ, സാറിന് വേണമെങ്കിൽ ചാറ്റ് യൂസ് ചെയ്യാം. ചാറ്റിൽ ടൈപ്പ് ചെയ്ത് വേണമെങ്കിൽ കൺവേ ചെയ്യാം മെസ്സേജ്. ഓക്കെ, വോയിസ് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ബെറ്റർ. ഓക്കെ, നമ്മളിപ്പോ ഒരു ഗ്രൗണ്ട് പ്ലസ് 1 സ്ട്രക്ചർ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫൗണ്ടേഷൻ നമുക്കിപ്പോ RCC ഫൗണ്ടേഷൻ ആവശ്യം വരുമോ? അത് എങ്ങനെയാണ് നമ്മൾ അതൊന്ന് ഡിസൈഡ് ചെയ്യുന്നത്? നമ്മളെല്ലാ ഫീൽഡിലും നമ്മൾ സോയിൽ ടെസ്റ്റിന്റെ ആവശ്യം വരുന്നുണ്ടോ? ഓക്കെ, അത് നമ്മുടെ സൈറ്റ് ആണ് അത് ഡിസൈഡ് ചെയ്യുന്നതിലെ ഫസ്റ്റ് ഫാക്ടർ. ഇപ്പോ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ചിലപ്പോൾ കോൺക്രീറ്റ് ഫൗണ്ടേഷനിലേക്ക് പോകേണ്ടത് ഉണ്ടാവില്ല. അത് ആക്ച്വലി ഡിസൈഡ് ചെയ്യുന്നത് ഒരു ആർക്കിടെക്ട് എന്നുള്ളതിലപ്പുറത്തേക്ക് നമുക്ക് സ്ട്രക്ചറൽ കൺസൾട്ടൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ വീടിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സൈറ്റിന്റെ ഫോട്ടോ കാര്യങ്ങൾ, നമ്മുടെ ഒബ്സർവേഷൻസ് ഒക്കെ നമ്മൾ സ്ട്രക്ചറൽ എഞ്ചിനീയറുമായിട്ടും ഷെയർ ചെയ്യും. അവരാണ് ആക്ച്വലി ലോഡ് കാൽക്കുലേഷനിൽ നമ്മളെക്കാൾ മുകളിൽ നിൽക്കുന്ന പ്രൊഫഷണൽ. കാരണം അവർ അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നവരാണ്. സോ നമ്മൾ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്താൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഓൾറെഡി ഒരു ഒബ്സർവേഷൻസ് ഉണ്ടാവും. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമ്മൾ അവരുമായി ഡിസ്കസ് ചെയ്തിട്ടാണ് ഏത് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനിലേക്ക് പോകണം എന്ന് തീരുമാനിക്കാറ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു പറമ്പ് പോലെ ഒരു സ്ഥലം, നമ്മൾ ആ സ്ഥലം കണ്ടു നോക്കുമ്പോൾ നമുക്കൊരു ലാറ്ററൈറ്റ് സോയിലൊക്കെയാണ്, അത്യാവശ്യം കാഴ്ചയിൽ ഉറപ്പ്. നൈബർഹുഡിലോ അല്ലെങ്കിൽ ആ സ്ഥലം വാങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള ആളുകൾ അടുത്തും കൂടെയൊക്കെ ചോദിച്ചാൽ മഴക്കാലത്തും അവിടെ വെള്ളം നിൽക്കുന്ന പ്രശ്നമോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഉറപ്പുള്ള സ്ഥലമാണ്. അങ്ങനെ ഒരു ഹിസ്റ്ററിയും കാഴ്ചയിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു ലാൻഡും ആണെങ്കിൽ മേ ബി മോസ്റ്റ്ലി ഒരു 2 ഫ്ലോർ സ്ട്രക്ചറിന് നമുക്ക് റബിൾ ഫൗണ്ടേഷൻ ആയിരിക്കും നല്ലത്. അതല്ല, നമുക്ക് കുറച്ചൊരു മേ ബി സോയിൽ ഉറപ്പുണ്ടോ ഉറപ്പില്ലേ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്, മഴക്കാലത്തൊക്കെ ചിലപ്പോൾ കുറച്ച് നല്ല ഈർപ്പം നിൽക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ സ്ട്രക്ചറൽ എഞ്ചിനീയർക്ക് ഇതിന്റെ നമ്മളൊരു അവിടെ ഒരു കുഴിയൊക്കെ എടുക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഫോട്ടോഗ്രാഫ് ഷെയർ ചെയ്ത് അവരുടെ അഡ്വൈസ് എടുത്തിട്ട് ഇഫ് നീഡ് കോളം ഫുട്ടിങ്സിലേക്ക് പോകാറുണ്ട്. ഇനി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ, പാടം പോലെയുള്ള സ്ഥലം, അതല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ പാടോ അങ്ങനത്തെ ജലാശയങ്ങളൊക്കെ നിന്നിരുന്ന സ്ഥലം പിന്നീട് ഫില്ല് ചെയ്ത് വീട് വെക്കാനൊക്കെ കാലക്രമേണ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും അതിന് താഴെ ചിലപ്പോൾ വീക്കായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ ഈവൻ പൈൽ ഫൗണ്ടേഷനിലേക്കൊക്കെ വരെ പോകാറുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ സോയിൽ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും സൈറ്റിൽ. അതാണ് അതിന്റെ അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കിംഗ് ഫാക്ടർ. ഒരു ക്രിട്ടിക്കൽ സൈറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മളവിടെ നമ്മുടെ ഒരു സൈറ്റിൽ 2 to 3 ലൊക്കേഷൻസിൽ സോയിൽ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് ഓരോ ലെയറിലെ സോയിലിന്റെ വാല്യൂ അറിയാൻ കഴിയും. അപ്പൊ അതിനെ ബേസ് ചെയ്താൽ നമുക്ക് ഏത് ടൈപ്പ് ഫൗണ്ടേഷനിലേക്കാണ് പോകേണ്ടത് എന്നുള്ളത് സംശയമില്ലാതെ സെലക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ഡാം പ്രൂഫിംഗ് നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ ചെയ്യുന്നതൊരു ഉറപ്പായിട്ടും നല്ലതാണ്. ഇപ്പോൾ ശരിക്കും ഈ ഡാം പ്രൂഫിംഗ് ഇതിലൊക്കെ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൺസ്ട്രക്ഷൻ ഡിസൈൻ പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അതിലേക്ക് നമ്മുടെ കൂടെ കൺസ്ട്രക്ഷന്റെ ഒരു ജേണിയിൽ കൂടെ കൂട്ടേണ്ട ചില കൺസൾട്ടന്റുകളുണ്ട്. അതിൽ ഒരാളാണ് വാട്ടർ പ്രൂഫിംഗ് കൺസൾട്ടന്റ്. അപ്പൊ അവരെ ശരിക്കും നമ്മുടെ ഒരു വർക്ക് തുടങ്ങുന്ന സമയം മുതൽ നമ്മുടെ വർക്ക് ഒന്ന് കാണിക്കുന്നത് നല്ലതാണ്. അപ്പൊ ചിലപ്പോൾ കോൺട്രാക്ടറുടെ സൈഡിൽ നിന്ന് ചിലപ്പോൾ വാട്ടർ പ്രൂഫിംഗ് എൻറ്റിറ്റി ഉണ്ടാവാറുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് വാട്ടർ പ്രൂഫിംഗ് കൺസൾട്ടൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അവരെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈനും കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും നമുക്ക് ഏതൊക്കെ ഘട്ടത്തിലാണ് ഡാം പ്രൂഫിങ്ങോ അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിങ്ങോ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് ഫോളോ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും ഐഡിയൽ. നമ്മുടെ ബിൽഡിങ്ങിന്റെ ലൈഫും ചോർച്ച പോലുള്ള കാര്യങ്ങളൊക്കെ വരാതെ നമ്മുടെ ബിൽഡിങ്ങിന്റെ ലൈഫ് ഒരുപാട് കൂട്ടാൻ സാധിക്കും. ഓക്കെ, അതുപോലെ ഈ ലാറ്ററൈറ്റ് പോലുള്ള സ്റ്റോൺസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പെർമനന്റിന്റെ ഒരു റിസ്ക് അങ്ങനെ വരുന്നുണ്ടോ? അത് നമ്മൾ അതിനുവേണ്ടി സെപ്പറേറ്റ് എന്തെങ്കിലും പ്രത്യേക ഫിനിഷ് ഉണ്ടോ? നമുക്ക് ഇപ്പൊ സിമെന്റ് ബ്രിക്ക് ആണോ അതോ ലാറ്ററൈറ്റ് ആണോ അല്ലെങ്കിൽ ബ്രിക്ക് ആണോ, ഏതാണ് ബെറ്റർ? അല്ലെങ്കിൽ അതുപോലെ ഒരു G+2 സ്ട്രക്ചറിനൊക്കെ ഏതാ ബെറ്റർ?
ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഇതിനകത്ത് ഒരു പ്രത്യേക റിസ്ക് കൂടുതലില്ലെങ്കിൽ എക്സ്ട്രാ പ്രൂഫിംഗ് കൊടുക്കേണ്ടതായിട്ട് ഉണ്ടോ ടെർമൈറ്റിന്? ഓക്കെ, ഞാനിപ്പോ ടെർമൈറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂല് മാത്രമാണ് അത് ആൻസർ ചെയ്യുന്നത്. ടെർമൈറ്റിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ ഈ പറഞ്ഞ 3 മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ സിമെന്റ് ബ്ലോക്കിനുള്ളിൽ ചെതല് വരാൻ സാധ്യത ഏറ്റവും കുറവ് അതിലാണ്. കാരണം സിമെന്റിനുള്ളിൽ നിന്ന് പ്രത്യേകിച്ച് ചെതലിനൊന്നും തിന്നാനില്ല. രണ്ടാമത്തെ സാധ്യത കിടക്കുന്നത് ബ്രിക്കിലും, പിന്നെ മൂന്നാമത്തെ സാധ്യത കിടക്കുന്നത് ലാറ്ററൈറ്റിലാണ്. ലാറ്ററൈറ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ സോയിലിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഓൾറെഡി അതിനുള്ളിൽ പോഴ്സ് ഉണ്ട്. നമ്മൾ ഈ ലാറ്ററൈറ്റ് ആ ഒരു കല്ലായിരിക്കുമ്പോൾ തന്നെ അതിനുള്ളിൽ ചെതലുണ്ടാവാം, അല്ലെങ്കിൽ ചെതലിന്റെ മുട്ടകളൊക്കെ ഉണ്ടാവാം. അപ്പൊ ചെതലിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് മാത്രം നമ്മൾ മെറ്റീരിയലിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ലാറ്ററൈറ്റ് കുറച്ച് വൾണറബിൾ ആണ്, ചെതൽ വരാൻ സാധ്യത കൂടുതലുള്ള മെറ്റീരിയലാണ്. പിന്നെ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാറുള്ളത് നമ്മളിപ്പോൾ കട്ടിള പോലെയുള്ള മെറ്റീരിയൽ ഒക്കെ വെക്കുമ്പോൾ മരം ആണെങ്കിൽ അതിന് പുറത്ത് നമ്മളൊരു ടാറിന്റെ ലെയർ സ്റ്റിക്കറൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ടെർമൈറ്റ് പ്രൂഫിംഗ് ഒക്കെ നമ്മൾ ആവശ്യമായ സ്ഥലങ്ങളിൽ ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് രണ്ടുപേരും കൂടെ ലൈനിലുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ പ്രോമിസ് ചെയ്ത ടൈം അതിക്രമിച്ചു. രോഹിത് സാറിനോട് ഞാൻ ചോദിക്കുവാണെങ്കിൽ സാർ നമ്മുടെ ടൈം അതിക്രമിച്ചു, സാറിന് കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് 2 വ്യൂവേഴ്സ് കൂടെ ഉണ്ട് ഹാൻഡ് റൈസ് ചെയ്തവരെ. നമുക്ക് അവരും കൂടെ ചാന്ദിനി PR ചാന്ദിനി മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മ്യൂട്ട് ചെയ്ത് ഡൗട്ട് ചോദിക്കാം. നമസ്കാരം. എന്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാല് ഞങ്ങളുടെ പ്ലോട്ട് 8 സെന്റ് ആണുള്ളത്. അപ്പൊ നമുക്ക് താഴത്തെ നിലയിൽ 2 നിലയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ താഴത്തെ നിലയിൽ തന്നെ 3 ബെഡ്റൂം കിട്ടും ഈ 8 സെന്റില്. അതായത് നമ്മള് സിറ്റ് ഔട്ട്, ലിവിങ്, ഫാമിലി ലിവിങ് വിത്ത് ഡൈനിങ് വിത്ത് കോർട്ട്യാർഡ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കിച്ചൺ. അപ്പൊ ഒരു 3 ബെഡ്റൂം നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു 3 ബെഡ്റൂം കിട്ടും 8 സെന്റില്. 8 സെന്റിലെ ഒരു സ്ക്വയർ റെക്ടാങ്കിൾ 3 ബെഡ്റൂം 8 സെന്റ് ആണുള്ളത്. താഴെ നിലയിൽ തന്നെ 3 ബെഡ്റൂമും വരാൻ പറ്റുമോ? ഒറ്റ ചോദ്യത്തിൽ നമ്മുടെ ബെഡ്റൂമിന്റെ സൈസുമായി ഡിപ്പെൻഡന്റ് ആണ്. ഇപ്പൊ 2 ബെഡ്റൂം താഴെയും ഒരെണ്ണം മാനേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ചെയ്യാം. അതല്ല ഒരു മോഡറേറ്റ് സൈസ് ആണെങ്കിൽ 3 ബെഡ്റൂം താഴെ കൊള്ളിക്കാം. 3 താഴെയാണെങ്കിൽ വല്ലാതെ കൺജസ്റ്റഡ് ആവും ബെഡ്റൂം. ഒരു കുറച്ചൊരു ചെറിയ ഇതിലേക്ക് നമ്മൾ പോകേണ്ടി വരും. കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് വീട് വെച്ച് കഴിഞ്ഞ് എത്രത്തോളം മുറ്റം വേണം എന്നുള്ളത് ഒരു ഫാക്ടർ. ചില ആളുകൾ നമുക്ക് മുറ്റം വേണ്ട, നമുക്ക് ആ പ്ലോട്ടിൽ വീട് അത്യാവശ്യം നിറഞ്ഞു നിന്നാലും പ്രശ്നമല്ല, അങ്ങനെ ഒരുപാട് സൈഡ് യാർഡൊന്നും വേണം നിർബന്ധമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ അത് അച്ചീവ് ചെയ്യാൻ കഴിയും. അതല്ല നമുക്ക് മുറ്റവും അത്യാവശ്യം വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ 2 കാര്യങ്ങളും, മുറ്റവും നമുക്ക് അത്യാവശ്യം വേണം, പ്ലസ് നമുക്ക് ബെഡ്റൂംസ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് 2 ബെഡ്റൂം താഴെയും ഒരെണ്ണം മേലും പോകുന്നതായിരിക്കും നല്ലത്. അതെ അല്ലേ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇപ്പൊ നമ്മൾ ടെക്നിക്കലി ഒരു വീടിനെ കുറിച്ച് യാതൊന്നും അറിയാത്ത ഒരാള് ഫസ്റ്റ് നമ്മൾ ആരെയാണ് കോൺടാക്ട് ചെയ്യുക? അതായത് ഒരു ഓർഡറിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ നമ്മൾ ആരെ കോൺടാക്ട് ചെയ്യുക? അത് എഞ്ചിനീയർ ആണോ, ആർക്കിടെക്ട് ആണോ, അതെങ്ങനെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് നിങ്ങളിപ്പോ ഒരു ഓർഡർ നമ്മൾ ആദ്യം ഏതൊരു സ്ഥലം വാങ്ങുകയായിരിക്കും ചെയ്യുക, അതല്ലെങ്കിൽ നമുക്ക് ഇൻഹറന്റ് ആയിട്ട് അതെ. അപ്പൊ അങ്ങനെ സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ സമീപിക്കേണ്ട ഒരു ആർക്കിടെക്റ്റിനെയാണ്. അത് കഴിഞ്ഞ് ഒരു കോൺട്രാക്ടറെ, അത് കഴിഞ്ഞ് കൺസൾട്ടൻസിനെ. കൺസൾട്ടന്റ് എന്ന് പറയുമ്പോൾ അത് വാട്ടർ പ്രൂഫിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ലിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ വീട്ടിൽ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ അസോസിയേറ്റഡ് എലമെന്റ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് MEP കൺസൾട്ടൻസ്. ഈ ആർക്കിടെക്ട് നമ്മുടെ പ്ലാൻ എല്ലാം സെറ്റ് ചെയ്ത് തരുന്ന ആള് അല്ലേ? ആർക്കിടെക്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് ഇത് ഒരു കണ്ടിന്യൂസ് ജേർണി ആയിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തു തരിക. പിന്നെ അതിന്റെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക. അങ്ങനെ ഒരു ജേർണി ആയിട്ടായിരിക്കും അവരുടെ സർവീസ് യൂഷ്വലി വരുന്നത്. ഓരോ ആർക്കിടെക്ട്സിന്റെ ഓഫീസും ഇഷ്യൂ ചെയ്യുന്ന സർവീസസിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. യൂഷ്വലി അതായത് കവേർഡ് ആയിരിക്കും. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാം തുടക്കത്തിലെ, ആ സ്ഥലത്ത് എങ്ങനെയായിരിക്കും നല്ല സൊല്യൂഷൻ, അങ്ങനെയൊക്കെ ചോദിക്കാം. അവിടുന്ന് ആയിരിക്കും ചർച്ച തുടങ്ങുന്നത്. സർ, അടുത്ത ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് ഉമർ ഫറൂഖ് CPM. ഉമർ സർ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഉമർ സർ. ഹലോ 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 ഉമർ സർ. ഹലോ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എന്തൊക്കെ? എന്താ സുഖല്ലേ?
ഓക്കെ ശരി ശരി. സാർ, എൻ്റെ ഒരു ഡൗട്ട്, ഇപ്പൊ ഈ വാട്ടർ പ്രൂഫിങ്ങിന്റെ കാലഘട്ടമാണല്ലോ, സോഷ്യൽ മീഡിയയിലും എല്ലാം ടോട്ടലായിട്ട്. അപ്പൊ ഞാൻ അതെ അതെ റീൽസിന് കണ്ടു വാട്ടർ പ്രൂഫിങ് ടോയ്ലറ്റിൽ ചെയ്യേണ്ടത് പ്ലംബിങ്ങിന്റെ മുമ്പാണ് എന്നുള്ളത്. ഓക്കെ. അതിനെ കുറിച്ച് സാറ് അഭിപ്രായം എന്താണ്? പ്ലംബിങ്, അതായത് വാട്ടർ ലൈന് പ്ലംബിംഗ് ലൈനൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അതിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതായിട്ടാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത്. ഓക്കെ അതുകൊണ്ട് ഓക്കെ പ്ലംബിങ്ങിനുള്ള ലീക്കേജും കൂടി അത് പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം അതിൽ വിലയിരുത്തുന്നത്. ഇതിനെ കുറിച്ച് സാറ് ഷുവർ ഷുവർ. നല്ലത് നമ്മൾ പ്ലംബിങ് ചെയ്തതിന് ശേഷം വാട്ടർ പ്രൂഫ് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് എന്താ വെച്ചാല് നമ്മൾ ഈ വാൾസ് എല്ലാം കട്ട് ചെയ്യുന്നുണ്ടാവും, ഈ പൈപ്പ് ഒക്കെ റൺ ചെയ്യാൻ വേണ്ടി. നമ്മൾ വാട്ടർ പ്രൂഫ് ടോയ്ലറ്റിൽ മൊത്തം അടിച്ചു എന്ന് വിചാരിക്കുക. അതിനുശേഷം നമ്മൾ ഈ പ്ലംബിങ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പൈപ്പുകൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമരൊക്കെ നമ്മൾ കട്ട് ചെയ്യും. അപ്പൊ ആ സമയത്ത് നമ്മൾ ആ അടിച്ച വാട്ടർ പ്രൂഫിങ്ങിന്റെ ലെയറിന് ബ്രേക്ക് സംഭവിച്ചു, കട്ടായി പോയി. അപ്പോൾ ആ കട്ടായ ഭാഗത്താണ് നമ്മൾ ഈ പൈപ്പും വെക്കുന്നത്. ഈ പൈപ്പുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ നനവ് പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഘടകമാണ്. അപ്പൊ അത് ഒഴിവാക്കാനാണ് ശരിക്കും നമ്മൾ പൈപ്പിങ്ങിന്റെ വർക്കും കൂടെ കഴിഞ്ഞതിന് ശേഷം പ്ലാസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ട കട്ടിങ്ങിന് ശേഷം വാട്ടർ പ്രൂഫ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരാളും കൂടെ ഉണ്ട്, പക്ഷേ ഓക്കെ ഓക്കെ, ഒരാളുടെ കൂടെ കൂടെ പോവാം. ABD. ഹായ് സാർ. ഹലോ ഹലോ. എന്റെ പേര് അബ്ബാദ് എന്നാണ്. ഞാനിപ്പോ ഓക്കെ എനിക്ക് 2 കാര്യം അറിയാൻ വേണ്ടിട്ടായിരുന്നു. ലാസ്റ്റ് ടൈമിന് തന്നതിന് വെരി താങ്ക്സ്. ഓക്കെ ഓക്കെ. എന്റെ തറ കഴിഞ്ഞു, ഇപ്പൊ അതിന്റെ ഫില്ലിങ് കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോ അതിൽ ഞാൻ മണ്ണ് കാര്യങ്ങളിട്ടാണ് ഫില്ല് ചെയ്തത്. ഫൗണ്ടേഷൻ Okay. കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ബെൽറ്റ് അടിച്ചിട്ടുണ്ട്. സോ അതിന്റെ Okay. ഒരു ലെവൽ എങ്ങനെയാണ്? ഈ ഫില്ലിങ്ങിൽ ഞാൻ ഇപ്പൊ നനച്ച് അത്യാവശ്യം മണ്ണ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എത്രയാണ് ആ ഒരു മണ്ണ് കീപ്പ് ചെയ്യേണ്ടത് ബെൽറ്റില്? ഓക്കെ, നമ്മൾ ഇനിയിപ്പോ അതിന് മേലെ സോയിൽ ഫില്ലിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് PCC ആണ് വരാനുള്ളത്. PCC മീൻസ് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്, നമ്മൾ നിലം കോൺക്രീറ്റ് എന്നൊക്കെ പറയില്ലേ, അതെ. അതാണ് ഇനി അടുത്ത് ചെയ്യാനുള്ളത്. അപ്പൊ അതിന്റെ ഒരു തിക്നെസ് ബാക്കി നിർത്തിയാൽ മതി. അപ്പൊ നമ്മുടെ ബെൽറ്റിൽ നിന്ന് ഒരു എന്താ പറയാ, ഒരു 3 to 4 ഇഞ്ച് ലെവൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഒരു 3 ഇഞ്ച് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. കാരണം അത് ചിലപ്പോൾ 1 ഇഞ്ചും കൂടെ ഒക്കെ ഇനിയും കോമ്പാക്ട് ആയേക്കാം. നമ്മളെ വീടിന്റെ ബാക്കി സ്ട്രക്ചറിന്റെ വർക്ക്, അതിനുള്ളിലെ വർക്കേഴ്സ് ഒക്കെ അത് യൂസ് ചെയ്യും. അപ്പൊ ഒരു ഇഞ്ചും കൂടെ ഒക്കെ അത് ചിലപ്പോൾ സെറ്റിൽ ആവും. ഇനിയും ഒരു 2 to 3 ഇഞ്ച് ലീവ് ചെയ്താൽ മതി. 2 to 3 ഇഞ്ച് അല്ലേ നമ്മുടെ ഇതിൽ നിന്ന്? ഓക്കെ, അവിടെ നമുക്ക് കോൺക്രീറ്റ് വരും അല്ലേ? അതെ സാർ, ഇപ്പൊ നമ്മൾ പെസ്റ്റ് കൺട്രോളിങ്ങിന്റെ പറയുന്നുണ്ടല്ലോ വീടുകളില്. അതെ അതെ. ഓക്കെ, അത് നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടത്? അത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പോ ഓൾറെഡി ഈ ഘട്ടത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് ശരിക്ക് ചെയ്യാവുന്ന ഒരു ഘട്ടമാണ്. ഇപ്പൊ സോയിലൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളെ സ്ട്രക്ചറിന്റെ വർക്ക് കഴിഞ്ഞ് നമ്മൾ ഈ നിലം കോൺക്രീറ്റ് ചെയ്യില്ലേ, അതിന് തൊട്ട് മുൻപ് ചെയ്യും. ഓക്കെ, നമ്മള് പടവ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിലം കോൺക്രീറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോസസ്സ് കുറച്ചും കൂടി ഈസിയർ ആണ്. നിലം കോൺക്രീറ്റ് കഴിഞ്ഞിട്ടും ചെയ്യാം. അപ്പൊ നമ്മൾ അതൊന്ന് ഡ്രില്ല് ചെയ്തിട്ട് വേണം നമ്മൾ അതിലൂടെ ഈ മരുന്നും കാര്യങ്ങളും ഒഴിച്ചു കൊടുക്കാനായിട്ട്. എഫക്റ്റീവായ ടൈം, കാരണം ഇത് കുറെ സ്ഥലത്ത് അത്ര വർക്ക്ഔട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞു. കാരണം എക്സ്പെഷ്യലി കോക്രോച്ച്, അതുപോലെ തന്നെ സ്പൈഡർ, ഇതിന്റെ ഒക്കെ ഇത് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ ചെയ്യാറുണ്ട്. നമ്മൾ ഡിപ്പെൻഡ് ഓൺ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പല തലങ്ങളുണ്ട് ഇതിന്. ഇത്ര വർഷം നിലനിൽക്കുന്നത്, ഒരു 15 വർഷം കഴിഞ്ഞാലും നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് നിലനിൽക്കുന്നുണ്ട്. കോസ്റ്റ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ്. ഇപ്പൊ നമ്മള് ഇതിനുള്ളിലൂടെ ചെറിയൊരു പ്ലംബിംഗ്, ഒരു പൈപ്പിംഗ് നെറ്റ്വർക്ക് ഒക്കെ ഇട്ട് വെച്ചിട്ട് പിന്നീട് ഇത് റീചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ ഫൗണ്ടേഷന്റെ താഴെ ഒരു ചെറിയ പൈപ്പിംഗ് ചെയ്ത് വെക്കണം ഇതിന് വേണ്ടിയിട്ട്. ഇതിന്റെ ഒരു വാറന്റി പീരീഡ് എത്രയാണോ അത് കഴിയുന്ന സമയത്ത് വീണ്ടും ഇതിലൂടെ ആ കെമിക്കൽ ഒഴിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പല പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. ഉണ്ടല്ലേ? ഓക്കെ, എനിക്ക് അത് എഫക്റ്റീവ് ആണോ അറിയാൻ വേണ്ടിട്ട്. ഓക്കെ സാർ, ഇനി താങ്ക്സ്. താങ്ക് യു. ഹലോ. ഹായ് സാർ. നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഓൾറെഡി 8:30 ആണ് നമ്മുടെ സമയം. 8:30 എന്നുള്ള ടൈം പീരീഡ് നമുക്ക് ക്ലോസ് ചെയ്തു. അപ്പൊ ഞാൻ വ്യൂവേഴ്സിനെ ജസ്റ്റ് ഒരു സാറിന്റെ ഒരു ഇൻട്രോ ഞാൻ കൊടുക്കുവാണ്. ഒരു പോലെ വ്യൂവേഴ്സ് നമ്മുടെ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായത് ആർക്കിടെക്ട് റോഹിത് PB ആയിരുന്നു. സാറ് ആർട്ട് സ്റ്റേഷൻ ഡിസൈൻ സ്റ്റുഡിയോ LLP യുടെ ഫൗണ്ടിങ് പാർട്ട്ണറാണ്. അപ്പോൾ
സാറ് കുറെ വാല്യുബിൾ ടോപ്പിക്സ് ഇന്ന് കവർ ചെയ്തു. കാരണം ഈ ഒരു ടോപ്പിക്സ് ഒരു 3 ഈ ലാൻഡ്സ്കേപ്പിംഗ്, ഇന്റീരിയർ ആർക്കിടെക്ചർ, പിന്നെ ഇന്റീരിയർ, ഈ 3 നമ്മൾ ഒരുമിച്ച് ഒരു സെഷനിൽ കവർ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആണ്. അപ്പോൾ വ്യൂവേഴ്സിന് ഇത് ഹെൽപ്ഫുൾ ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. സാറിന്റെ Q&A സെഷൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മൾ വ്യൂവേഴ്സിന്റെ ഡൗട്ട്സും ക്വരീസും ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇന്ന് നമ്മള് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു. And we deeply appreciate the value you brought to this session. Yes, sir. Wishing everybody a good night. Okay. Yeah. Thank you for the opportunity. Yes, sir.